പരിചയപ്പെടുത്തിയതിന്. അതിലും പ്രത്യേകിച്ച് എന്നെ രണ്ടാമതും സംസാരിക്കാൻ കാണിച്ച ധൈര്യത്തിന് അതെനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാല് ആദ്യത്തേത് മോശമായിരുന്നെങ്കിൽ പിന്നെ എന്നെ സംസാരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതിന് പുറമെ നിങ്ങളുടെ പരിപാടിക്ക് പോലും എന്നെ ജോയിൻ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അത് വലിയൊരു സന്തോഷം തരുന്നുണ്ട്. അതിന് പ്രത്യേകം നന്ദിയുണ്ട്. പിന്നെ കൃഷ്ണ പൂജപ്രസാറിന്, കാരണം അദ്ദേഹമാണ് സുരേഷ് സാർ എന്നെ പരിചയപ്പെടുത്തിയത്. ഞങ്ങൾ രണ്ടുപേരും പൂജപ്പുരക്കാരാണ്. ഞാൻ താമസപ്പെടെയാണ്. വളരെ നന്ദിയുണ്ട്. ഇപ്പോ സുരേഷ് സാർ എന്നെ പരിചയപ്പെടുത്തിയപ്പോ എന്നെയും അനിൽ സാറിനെയും ഡോക്ടർ അനിലിനെയും പരിചയപ്പെടുത്തിയപ്പോ ഞങ്ങൾ രണ്ടുപേരും എഴുത്തുകാർ എന്നാണ് പരിചയപ്പെടുത്തിയത്. പക്ഷെ MN ഗോവിന്ദൻ നായരെയും വാമനെയൊക്കെ പരിചയപ്പെടുത്തിയ സാഹിത്യകാരന്മാർ എന്നാണ് പരിചയപ്പെടുത്തിയത്. എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. കാരണം ഒരു എഴുത്തുകാരൻ നിന്ന് സാഹിത്യകാരിലേക്ക് ഇനിയും ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുള്ളത് 3-4 ബുക്ക് എഴുതി എന്നുള്ളത് ഒരു വാസ്തവം. പക്ഷെ മറ്റതൊരു വേറൊരു ജനിച്ചു തന്നെയാണ് കേട്ടോ. ആ എഴുത്തുകാരിൽ നിന്ന് സാഹിത്യകാരിലേക്കുള്ള ഒരു പ്രൊമോഷൻ, അത് വളരെ വലിയൊരു സംഭവം വിചാരിക്കുന്നുണ്ട്. ഇത്തരത്തിലെ ഒരു ചെറിയൊരു സംഭവം ഞാൻ ഒരു 3-4 വർഷത്തിന് മുമ്പ് നമ്മുടെ സേതു സാറ്, നമ്മുടെ സാഹിത്യകാരൻ പ്രസിദ്ധയായ സേതു സാറ് ആലുവയ്ക്കടുത്താണ് താമസം. അദ്ദേഹത്തിന് വീട്ടിൽ ഞാൻ പോയിരുന്നു. ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എറണാകുളം വരെ ട്രെയിനിൽ പോയി ആലുവയിൽ നമ്മുടെ മെട്രോയിൽ ഇറങ്ങി അവിടുന്ന് ഒരു ബസ് പിടിച്ച് UC കോളേജിന്റെ മുന്നിൽ ഇറങ്ങി. ഇനി അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകണം. UC കോളേജ് തോന്നുന്നു അല്ലേ? അവിടെ അല്ല, ആലുവയിലുള്ളത് പോകണം. അപ്പൊ അവിടെ അടുത്ത് നടന്നാണോ പോകേണ്ടത്, ഓട്ടോറിക്ഷ പിടിച്ച് പോകണമെന്ന് സംശയമായിരുന്നു. അപ്പൊ ഞാൻ കണ്ട ഒരു കടയിലേക്കാരി ചോദിച്ചു, നമ്മുടെ എഴുത്തുകാരൻ സേതു സാറിന്റെ വീട്ടിലേക്ക് പോകണമെന്ന്. അയാൾ പറഞ്ഞു, ഇല്ല, അറിയില്ല, ഇങ്ങനെ ആളെ അറിയില്ല. അപ്പോ ഞങ്ങൾക്ക് ഭയങ്കര അതിശയമായി. കാരണം സേതു സാറിനെ പോലെ ഒരാളിനെ അദ്ദേഹത്തിന്റെ തട്ടകത്ത് ചെന്നിട്ട് അദ്ദേഹത്തെ അറിയില്ല പറഞ്ഞാൽ വളരെ അത്ഭുതമായിരുന്നു. അപ്പൊ എഴുത്തുകാരൻ സേതു ഒരുപാട് അവാർഡൊക്കെ കിട്ടിയുള്ള ആളാ, നിങ്ങളുടെ ഇവിടുത്തുകാരനാണല്ലോ? ഇല്ല, ഒട്ടും അറിയില്ല സാർ, വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചു, ഇവിടെ ആവില്ല. അപ്പൊ എന്റെ കൂടെ വന്ന ആള് പറഞ്ഞു, അദ്ദേഹം വലിയൊരു സാഹിത്യകാരനാണെന്ന്. ഓ, നമ്മുടെ സാഹിത്യകാരൻ സേതു സാറ്. അയാൾ വിചാരിച്ചത് ഈ ആഹാരം എഴുത്ത് എഴുത്തുകാരനാന്ന് ചോദിച്ചു. അങ്ങനെ വളരെ അടുത്ത് തന്നെയായിരുന്നു. എങ്ങനെ എനിക്ക് പോകാൻ സാധിച്ചു. അപ്പൊ നമ്മൾ വലിയ വ്യത്യാസമുണ്ട്. വെരി മച്ച്. എന്നെ ഒരുപാട് ആൾക്കാർക്ക് എന്നെ പരിചയമില്ല. ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. നീണ്ട 37 കൊല്ലം സ്റ്റേറ്റ് ബാങ്ക് ട്രാവൻകൂറിൽ ജോലിയായിരുന്നു. പല സ്ഥലത്തും കേരളത്തിനുള്ളിലും കേരളത്തിന്റെ വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ഒക്കെ ജോലി ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പൊ സാധാരണ ഈ ബാങ്കുകാരെ കുറിച്ചൊക്കെ ഒരു ജനങ്ങളുടെ ഒരു വിചാരം എന്താ വെച്ചാല് ഞങ്ങളൊക്കെ ഭയങ്കര ദുർമുഖത്തോടുകൂടി ഇരിക്കുന്നവരാണെന്നും, ആൾക്കാർ വന്നാൽ അവരുടെ മുഖത്ത് നോക്കാൻ മടിയാണെന്നും, എന്തിനും ഏതിനും പ്രശ്നങ്ങൾ മാത്രമേ പറയുള്ളൂ എന്നും, പ്രത്യേകിച്ചും ലോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 25 തവണകൾ നടത്തിക്കുമെന്നും, ലോൺ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട് തിരിച്ചു പിടിക്കാൻ വീട്ടിൽ കയറി ഇറങ്ങുമെന്നും ഇതൊക്കെയാണ് ബാങ്കുകാരെ കുറിച്ച് വിവരം. അങ്ങനെയല്ല. ഞങ്ങൾ ഒരുപാട് നർമ്മമുള്ള ആൾക്കാർ ധാരാളമുണ്ട്. ഒരുപാട് ആൾക്കാർ പലതരം പ്രതിഭകളൊക്കെ തെളിയിച്ച് ഒരുപാട് ആൾക്കാർ. ഈ പറഞ്ഞ സേതു സാറ് തന്നെ വളരെ വലിയൊരു സാഹിത്യകാരനാണ്. ഇദ്ദേഹം അല്ലാതെ തന്നെ ഉച്ചപൊട്ടിയ സാഹിത്യകാരന്മാർ സതീഷ് ബാബു പയ്യന്നൂർ, VV കുമാർ, ശിവകുമാർ അമ്പലപ്പുഴ കവിയാണ്, ഹരികൃഷ്ണൻ കർത്ത, JP തമ്പി, ഗ്രിഗറി പോൾ, ഇങ്ങനെ എത്ര ആൾക്ക്, KB പ്രസന്നകുമാർ, ഉച്ചപൊടിയല്ല ഇരുത്തം എന്ന എഴുത്തുകാരും കൊണ്ടിരുന്ന. അല്ലാണ്ട് തന്നെ ചിരിക്കുട്ടൻ, നമ്മുടെ പാട്ടുകാരൻ, ഇദ്ദേഹം അല്ലെന്നേ, നമ്മുടെ MG ശ്രീകുമാർ തൊട്ട് ഒരുപാട് എഴുത്തുകാരെ, കവികൾ എല്ലാവരും ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങൾ ഞങ്ങളുടെ ഓരോ ദിവസവും ഞങ്ങളുടെ കൂട്ടത്തിൽ പോകും കേട്ടോ. ഇതൊക്കെ നിങ്ങളെപ്പോലെയുള്ള വലിയ സാഹിത്യകാരന്മാരെ എഴുതി പിടിപ്പിക്കാനുള്ള കഴിവോ ഇതൊക്കെ ഓർത്തെടുക്കാനുള്ള കഴിവോ ഒക്കെ ഇല്ലാത്തതുകൊണ്ട് എന്താ പറ്റി വെച്ചാല് ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വന്നങ്ങ് പോകും. പക്ഷെ അപൂർവം ചില ആൾക്കാരുണ്ട് ഇതെല്ലാം ഓർത്ത് വെച്ച് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയും ഒക്കെ വെക്കാനുള്ളത്. അങ്ങനെ ഒരു 3 പേരെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. പ്രത്യേകിച്ചും ഈ നമ്മുടെ വിഷയം നമ്മുടെ തൊഴിലാളികളും തൊഴിലാളി ദിനവും മെയ് ദിനവും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ഇന്ത്യ മൊത്തമുള്ള എല്ലാ എംപ്ലോയീസിന്റെ 15,000 കൂടുതൽ എംപ്ലോയീസ് ഉണ്ട്. എല്ലാ തൊഴിലാളികളുടെയും ട്രഷററായ ചന്ദ്രു എന്ന് വിളിക്കുന്ന ചന്ദ്രശേഖരനാണ് അതിന്റെ പ്രധാന ഒരു കഥാപാത്രം.
അതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബൈപാർട്ടിയേറ്റ് സെറ്റിൽമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ കീരിയും പാമ്പും പോലെ രണ്ട് ഭാഗത്ത് നിന്ന് മാനേജ്മെന്റും തൊഴിലേക്ക് കാടിച്ച് കയറുന്ന സംവിധാനമൊക്കെ ഉള്ള സംഭവമാണ് ഈ ബൈപാർട്ടി സെറ്റിൽമെന്റ്. എല്ലാവരും ഒരു ടെൻഷനിലൊക്കെ പിടിച്ചിരിക്കുന്ന സമയമാണ്. പക്ഷെ ചന്ദ്ര അവിടെ ഉണ്ടെങ്കിൽ അയാൾ അതെല്ലാം മയപ്പെടുത്തി എല്ലാവരും സംയമനത്തോട് കൊണ്ടുപോകാൻ നല്ലൊരു കഴിവാണ്. ഇത് ഈ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ മാത്രമല്ല, നമ്മുടെ സംഭാഷണത്തിലൊക്കെ ഒരുപാടുണ്ട്. നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നു. അത് എന്റെ പ്രഭാഷണം അവസാനിച്ചത് തന്നെ ചന്ദ്രുവിന്റെ ഒരു കഥ, ചന്ദ്രു പറഞ്ഞൊരു കഥ പറഞ്ഞിട്ടാണ്. നമ്മുടെ മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ഒരു ഇല്ലാ കഥ. അദ്ദേഹം സബർമതിയിൽ പോയതും സബർമതി വൃത്തിയാക്കിയതൊക്കെ ഒരു കഥയായിരുന്നു. അത് ഒരു സന്ദർഭോചിതമായി അത് എങ്ങനെയാണ് ചന്ദ്രു അവതരിപ്പിച്ചതും ഓരോ ആൾക്കാരുടെ മുഖത്തും ചിരിവറ്റി എന്നൊക്കെയുള്ള അവരാണ്. ഇത് തെളിയിക്കാനായിട്ട്, കുറച്ചുകൂടെ തെളിയിക്കാനായിട്ട് ഒരു അദ്ദേഹത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തെ വ്യക്തി വിശേഷം എന്നൂടെ പറയാം കേട്ടോ. കഴിഞ്ഞ മാസം വരുന്ന അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം, ഒരേ ഒരു മകനേ ഉള്ളൂ, തൃശ്ശൂർ വെച്ചായിരുന്നു കല്യാണം. അപ്പം ഞാനും ഭാര്യയുമായിട്ട് തലേ ദിവസം തന്നെ പോയി. എന്റെ മരുമോന്റെ നാട് അവിടെയാണ്. അപ്പൊ അവിടെയൊക്കെ താമസിച്ച് അടുത്ത ദിവസം കല്യാണത്തിനെത്തി. അദ്ദേഹം ബ്രാഹ്മണനാണ്, തമിഴ് ബ്രാഹ്മണൻ. അത് 1.5 ദിവസം 2 ദിവസം കല്യാണമുണ്ട്. അപ്പൊ ഞങ്ങൾ 2ാം ദിവസം ആ മുഹൂർത്തം താലി കെട്ടുന്ന ദിവസമാണ് പോയത്. അപ്പോൾ സാധാരണ തമിഴ് ബ്രാഹ്മണന്റെ കല്യാണത്തിലുള്ള മാതിരി രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്രാതൽ തൊട്ട് ഉച്ചയുള്ള ഊണ് വരെ തന്ന് ഞങ്ങൾ അങ്ങോട്ട് തിന്നിച്ച് കല്യാണമൊക്കെ കണ്ട് പുകയൊക്കെ ആസ്വദിച്ച് അങ്ങനെ വിശ്രമിച്ചിരിക്കുന്ന സമയത്ത് ചന്ദ്രു 3-4 തവണ പോയിൽ ഒരു തവണ ചന്ദ്രു അടുത്ത് വന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുക, സാറേ കുറേ നേരമായില്ലേ ഇവിടെ നിന്ന് മുഷിഞ്ഞു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചന്ദ്രു നിങ്ങളുടെ മുഷിപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്റെ മുഷിപ്പൊന്നും ഒരു മുഷിപ്പും അല്ലല്ലോ. അപ്പൊ ചന്ദ്രന്റെ മറുപടി എന്താ അറിയുമോ? ഇതൊക്കെ എന്റെ കല്യാണ സാറേ, ഇതിനെ എനിക്ക് ഇടയ്ക്ക് മറിക്കൊക്കെ പോയി വിശ്രമിച്ചു. പക്ഷെ നാളെ ഞാൻ വേറൊരു കല്യാണത്തിന് പോയി. ആ കല്യാണത്തിന് ആദ്യ അവസാനം 1.5 ദിവസവും എനിക്ക് ഈ പൊടിയും പോയൊക്കെ കൊണ്ട് നിൽക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ പറയും, സ്വന്തം മോന്റെ കല്യാണം അല്ലാണ്ട് അതിൽ കൂടി എന്റെ കല്യാണത്തിന് നിൽക്കേണ്ടത്. അതെ, ഒരു 10-30 കൊല്ലം എന്റെ കല്യാണം തന്നെയാണ് പറഞ്ഞിട്ട്. ഇതുപോലെ സന്ദർഭോചിതമായിട്ട് തമാശ പറയുന്ന കഴിവുള്ള ആളായിരുന്നു ഈ ചന്ദ്രു. അദ്ദേഹം പറയാറുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് തമാശ രംഗങ്ങൾ ഓരോ നിമിഷവും ഓരോ ദിവസം കടന്നു പോകാറുണ്ട്. ഈ സുരേഷിനെയും കൃഷ്ണയും അതിലെ ജി കെ പിള്ളെ സാറേയും നടരാജ് പിള്ളയും ഡോക്ടർ ജോർജിനെ പോലെയുള്ള കഴിവെന്താ വെച്ചാല് നിങ്ങൾക്ക് അതെല്ലാം ഓർത്തെടുത്ത് അത് മറ്റൊരാൾക്ക് അതേ വികാരത്തോടുകൂടി, അതേ ലൈഫ് വെയിൽ, അതേ തമാശയോടെ തന്നെ വയ്ക്കാനുള്ള കഴിവുണ്ട്. ഞങ്ങളെ പോലെ ഓർക്കുന്ന അതില്ല. പക്ഷെ ഈ ചന്ദ്രു അതുകൊണ്ടാണ് ഞങ്ങളുടെ യൂണിയൻ നേതാവായിട്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് ഞാൻ കുറിച്ച് വെച്ചത്. ഇതുപോലെ പേരിലാണ് ഞങ്ങളുടെ ജി നീലകണ്ഠൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു കൂടെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നർമ്മ ബാങ്കിങ് ലിമിറ്റഡ്. നമ്മുടെ കൃഷ്ണ സാറായിരുന്ന പുസ്തകം പ്രകാശനം ചെയ്ത് തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്ത് അത് എല്ലാവർക്കും വളരെ 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 ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. 60ഓളം അധ്യായം ഉള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയത്. 60 അധ്യായം എന്ന് വെച്ചാല് 60 സന്ദർഭങ്ങൾ. 60 സന്ദർഭം എന്ന് വെച്ചാല് 60 കഥാനായകന്മാരുള്ള സംഭവമാണ്. അതിനകത്ത് ഒരു അധ്യായത്തിൽ ഞാനും ഉണ്ടെന്ന് കൂട്ടുകൊള്ളു കേട്ടോ. ഞാൻ പുസ്തകം എഴുതുന്നു പറഞ്ഞപ്പോ തന്നെ ഞാൻ ഒന്ന് നെഞ്ചി പടച്ചു. ഞാൻ അതിനകത്ത് ഉണ്ടാകുമെങ്കിൽ എന്നെ എങ്ങനെയായിരിക്കും ഒക്കെ ചിത്രീകരിച്ചിരിക്കുക, എന്നെ കുറിച്ച് ഒരു വാചകമായിരിക്കുമോ അതൊരു അധ്യായമായിട്ട് മുഴുവൻ ഉണ്ടാവുമോ? എന്തായാലും ഒരു അധ്യായം ഉണ്ടായിരുന്നു. പണ്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് സ്പെയർ മീ ലക്ഷ്മൺ. എന്നാൽ ലക്ഷ്മണന്റെ കുറിച്ച് പറഞ്ഞതുപോലെ എന്റെ മനസ്സിൽ നടരാജനെ കുറിച്ച് നടന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, ഡോണ്ട് സ്പെയർ മീ എന്ന്. പക്ഷെ എനിക്ക് പറയേണ്ടി വന്നില്ല, കാരണം ഒരു അധ്യായം തന്നെ അത് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. അറിയാലോ, നിങ്ങളുടെ പുസ്തകത്തിലൊക്കെ ഒരാളെ കുറിച്ച് എഴുതപ്പോ നമ്മളൊരു കാരിക്കേച്ചർ പോലെ ചില ഭാഗങ്ങളൊക്കെ വലിച്ചു നീട്ടി, ചില സ്വഭാവ വിശേഷങ്ങളൊക്കെ ഒന്നുകൂടെ വലിച്ചു ഉടച്ച് നീട്ടിയൊക്കെയാണ് അത് കാണിക്കുക. അപ്പൊ ചിലപ്പോഴെങ്കിലും വായിക്കുന്ന ആൾക്കാർ വായിക്കുമ്പോ ഈ ആരെക്കുറിച്ചാണ് എഴുതിയത് അയാൾക്ക് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ തോന്നാം. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല എന്ന് നീലേണ്ടൻ ഈ പൊതുവേദിയിൽ ഞാൻ പറയുകയാണ്. അത് നന്ദിയും കൂടെ അവതരിപ്പിക്കട്ടെ നീലേണ്ടൻ. ഇനി ഒരു പ്രധാന വ്യക്തിത്വം ഉള്ളത് ഞങ്ങളെ കാർട്ടൂണിസ്റ്റ് സതീഷ് എന്ന് വിളിക്കുന്ന സതീഷ് കെ കുമാറാണ്. സതീഷ് കുമാർ അദ്ദേഹം ഇപ്പോ കാർട്ടൂൺ അക്കാദമിയുടെ സെക്രട്ടറിയാണ്. അപ്പോ ഇങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി എന്താണെന്നറിയോ, ഞങ്ങൾ മോശക്കാരെല്ലാം കാണിക്കാറ്. ഞങ്ങൾ ബാങ്കുകാരെ മോശക്കാരൊന്നുമല്ല. ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്കുണ്ട്. ഇവർക്ക് ഞങ്ങളുടെ അഭിമാനങ്ങളാണ്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം കേട്ടോ. വിഷയം എന്താ വെച്ചാല് തൊഴിലാളികളുടെ കുറിച്ചുള്ള, തൊഴിലാളി എന്നുള്ളത് ഞാൻ അല്പം വിശാലമായ അർത്ഥത്തിൽ എടുക്കുക. തൊഴിൽ ചെയ്യുന്ന ആരും തൊഴിലാളിയാണ്. അപ്പൊ അങ്ങനെ അത് വരുമ്പോൾ ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ മുതൽ താഴെയുള്ള ആൾക്കാർ എല്ലാവരും തൊഴിലാളികളെ വെച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ കണ്ട ചില അനുഭവങ്ങൾ, അതിനകത്ത് രസകരമായി അപ്പോ എനിക്ക് തോന്നിയ, ഞാൻ ആ അനുഭവം എന്ന് പറഞ്ഞപ്പോ എന്റെ ഭാര്യ പോലും ചിരിക്കാത്ത ചില സംഭവങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്.
അത് മെയ് മാസമായതുകൊണ്ട് മെയ് ദിനമായപ്പോ മെയ് മാസത്തിന് എന്റെ അപ്പുറത്ത് മെയ് ദിനത്തിന്റെ അപ്പുറത്ത് ആലോചിച്ചപ്പോ ഈ കഴിഞ്ഞ മെയ് 1-ാം തീയതി ഒരു സംഭവം ഉണ്ടായി കേട്ടോ. അത് തൊഴിലാളി സംബന്ധിച്ചാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, നിങ്ങൾ വേണമെങ്കിൽ ആക്കി എടുത്തോളൂ. കാരണം ഒരു സംഭവം ഉണ്ടായി. അന്ന് ഞാൻ തിരുവനന്തപുരത്തെ താമസം, പൂജപ്പുര താമസം എന്ന് പറഞ്ഞു. മുടവൂർ മുകളിൽ നിന്ന് ഞാൻ പൂജപ്പുരയിലേക്ക് പോകുമ്പോ, പൂജപ്പുരയില്ല തിരുമലയ്ക്ക് പോകുമ്പോ, പൂജപ്പുര ജംഗ്ഷനിൽ എത്തിയപ്പോ എന്റെ കാർ ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് തിരിയാണ്, തിരുമലയ്ക്ക് തിരിയണം. അപ്പോ നമ്മളറിയാലോ തിരുവനന്തപുരംകാരെയും എന്തിനു വേണ്ട കേരളീയരെയും മലയാളികളെയും ഒക്കെ നമുക്കറിയാലോ, ആർക്കും സൈഡൊന്നും കൊടുക്കില്ല. ഇടത്തോട്ടൊന്നും വലത്തോട്ടൊന്നും അവിടെ നിന്ന് ഇവിടെ നിൽക്കുക, ഒരു 4 കൂടി മുക്ക 4 വശത്തും വണ്ടികൾ വന്നിട്ട് പൊഴിഞ്ഞവിടെ നിൽക്കുക. ഭാഗ്യത്തിന് അന്ന് മേദിനമായതുകൊണ്ട്, അവധി ദിവസമായതുകൊണ്ട് അധികം തിരക്കില്ലാന്ന് കൂട്ടിക്കോളൂ. എങ്കിലും ഒരു ചെറിയൊരു ജാമം, ഞാൻ വലിയ മര്യാദക്കാരനായിട്ട് വണ്ടിയൊക്കെ നിർത്തി മുമ്പിലുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് പോകാൻ സൗകര്യം കൊടുത്തോണ്ടിരുന്നപ്പോ പിറകെ ഓട്ടോറിക്ഷകളും ബൈക്കും എല്ലാം കിടന്ന് തീക്കി ഹോൺ അടിച്ചു തുടങ്ങി. എനിക്ക് ഇങ്ങോട്ട് എടുത്തേ പറ്റൂ. അപ്പോ എന്റെ മുമ്പിൽ ഒരു വണ്ടി തിരുമല ഭാഗത്തുനിന്ന് വണ്ടി ഉള്ളിലേക്ക് പോവാ. അയാളെ ചവിട്ടി നിർത്തിയിട്ട് അയാളെന്താ ഇങ്ങനെ കുരുങ്ങി. ആ കിട്ടിയ ഗ്യാപ്പിൽ ഫോണിന്റെ എന്റെ പിറകിൽ കിടക്കുന്ന തള്ളു കാരണം ഞാൻ അങ്ങോട്ട് മുമ്പെടുത്തു, കാറെടുത്ത് പോകുന്ന പോക്കില് എത്ര നല്ല ഡ്രൈവറാണ്, അയാളൊരു ടാക്സി ആയിരുന്നില്ല, എത്ര നല്ല ടാക്സി ഡ്രൈവറാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ സന്തോഷം കൈപ്പറ്റി കാണിച്ചിട്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് വലത്തോട്ട് അങ്ങ് തിരുമ്പി ഒരു 200 മീറ്റർ മുമ്പോട്ട് പോയേ ഉള്ളൂ. ഹെഡ് ഓഫീസ്, ഇപ്പൊ ലോക്കൽ ഹെഡ് ഓഫീസ് മുമ്പിലെത്തിയപ്പോ വിറയിൽ ഒരു വണ്ടി ഫോണടിച്ച് ഞാനപ്പോ സ്ലോ ചെയ്തായിട്ട് കയറിപ്പോണെന്ന് വിചാരിച്ചാണ് ഞാൻ സൈഡിലേക്ക് കൊടുത്തപ്പോ ഈ ടാക്സിക്കാരൻ വണ്ടി അവിടെ 4 കിടക്കെ കറങ്ങി തിരിച്ച് എന്റെ പിറകിലായത് വരിക. ആള് ചോദിച്ചു, എന്താ സാർ കൈ കാണിച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് താങ്ക് യു പറഞ്ഞതാണ്. അപ്പൊ അയാൾ പറയാ, അയാൾ വിചാരിച്ചത് അയാൾ എന്റെ ചീത്തയാണെന്ന് ഞാൻ കാണിച്ചാത്ര. അയാൾ അവിടെ എത്തിയപ്പോ കാലിനൊരു ചൊറി വന്നു. അയാളിങ്ങനെ കുനിഞ്ഞ് തല ചൊറിഞ്ഞപ്പോ ബ്രേക്ക് ചവിട്ടിപ്പോയി. അങ്ങനെ അബദ്ധത്തിൽ ബ്രേക്ക് ആയിപ്പോയതാണ്. അയാൾ മനഃപൂർവ്വം വിചാരിച്ചിട്ടൊന്നുമല്ല ചെയ്തത്, അങ്ങ് കടന്നുപോയി. അവസാനം ഒരു 5 മിനിറ്റ് എടുത്തു അവിടെ ഉണ്ടായ ട്രാഫിക് ജാം മാറ്റിയെടുക്കാൻ. അയാൾ പിറകെ വന്ന് അവസാനം ഒരു സോറി അയാൾ പറഞ്ഞു, ഞാൻ ഇരട്ടി സോറി ഞാനും പറഞ്ഞു അങ്ങ് പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കൈ ആംഗ്യം അത് ഈ മെയ് ഒന്നും സംഭവിച്ചില്ല. കൈ ആംഗ്യം കൊണ്ട് വരുന്ന അബദ്ധങ്ങൾ കാണിക്കുക, ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ, താങ്ക് യു എന്ന് പറഞ്ഞതേ ഉള്ളൂ. അയാൾ അത് തെറ്റായ അർത്ഥത്തിലെടുക്കും. ഇത് ആലോചിച്ചപ്പോ എന്റെ ജീവിതത്തിൽ ബാങ്കിന്റെ ഉള്ളിൽ 2 തവണ ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കൈ ആംഗ്യം കാണിച്ച സംഭവങ്ങൾ. ഒന്ന് ഏകദേശം 10-30 കൊല്ലം മുമ്പ്, പണ്ട് ഞാൻ കോഴിക്കോട് ജോലിയുള്ളപ്പോഴാണ്. കോഴിക്കോട് മെയിൻ ബ്രാഞ്ച്, ഞങ്ങളുടെ അന്നത്തെ പ്രധാന ശാഖയിലെ താഴത്തെ നിലയിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഞങ്ങളുടെ ഈ സായാഹ്ന ശാഖ, അതായത് ഈവനിങ് കൗണ്ടർ ഉണ്ടായിരുന്നു. അത് വൈകിട്ട് 4 മണിക്ക് തുടങ്ങി കൃത്യം 6:30 മണിക്ക് അടിക്കും. 2 സ്റ്റാഫ് ഉണ്ടാവും. സാധാരണ സ്ഥിരം കുറച്ച് ഇടപാടുകാർ അവിടെ വരും, അല്ലാണ്ട് ഈ വൈകിട്ട് സമയത്തും വരില്ല. പണ്ടൊക്കെ CDM എന്ന കാശ് കൊണ്ടിടാവുന്ന പെട്ടികളൊന്നും റോഡിൽ വെച്ചിട്ടില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് കച്ചവടക്കാർക്ക് വൈകിട്ടത്തെ കച്ചവട കാശുകളെ കൊണ്ടുവയ്ക്കാനുള്ള സംവിധാനമാണ് ഇത്. ഞങ്ങൾക്ക് അവിടെ ഒരു നല്ലൊരു ഇടപാടുകാരനായിരുന്നു, പേര് സോണി. പേര് സൂചിപ്പിക്കുന്ന പോലെ അയാളങ്ങ് ഗുജറാത്തുകാരനാണ്. അവര് കുറേയേറെ ഗുജറാത്തുകാര് നമ്മുടെ വടകര കോഴിക്കോട് ഭാഗത്ത് വന്ന് പ്രത്യേകിച്ച് കൊപ്ര ബിസിനസ്സും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ആളാണ് സോണി. സാമാന്യം നല്ല പണക്കാരനുമായിരുന്നു അദ്ദേഹം. ദിവസവും വൈകിട്ടുള്ള അയാളുടെ വിൽപ്പന മുഴുവൻ നമ്മുടെ ഈ സായന ശാഖയിൽ വന്ന് അടയ്ക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ അദ്ദേഹം അടയ്ക്കാൻ ദിവസവും വരുമായിരുന്നു. സ്റ്റാഫുമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു. ഒരു ദിവസം ഞാൻ വൈകിട്ട്, ഞങ്ങളുടെ സമയമൊക്കെ മെയിൻ ബ്രാഞ്ചിന്റെ സമയമൊക്കെ 5 മണിക്കാത്തിരുന്നെങ്കിലും നിങ്ങൾക്ക് അറിയുമോന്ന് അറിയില്ല, ഒരു ശരാശരി ബാങ്ക് ഓഫീസർ പോകുമ്പോൾ 8 മണി 9 മണി 10 മണിയൊക്കെ ആവും സാധാരണ കണക്കെല്ലാം തീർത്ത് പോകുമ്പോൾ. അപ്പൊ താഴത്തെ ഈവനിങ് കൗണ്ടർ 6:30 മണിക്ക് തീരും. അവര് കണക്കെല്ലാം തീർത്ത് 10 മണിക്ക് ഒരുമിച്ചാ പോവാ. താഴെ കുറച്ച് ബേളമൊക്കെ കേട്ട് ഞങ്ങളൊക്കെ കളഞ്ഞു. അടുത്ത ദിവസം രാവിലെ ആയപ്പോ ഈ മിസ്റ്റർ സോണി വന്നിട്ട് എന്റെ മുമ്പിൽ വന്നിട്ട് വലിയ വഴക്ക, വളരെ ശബ്ദ ഉറക്കൊക്കെ സംസാരിക്കുക. കാര്യം എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. അവസാനം ബാക്കി സ്റ്റാഫെല്ലാം കൂടെ ഇടപെട്ട് വന്ന് കാര്യം ചോദിച്ചപ്പോ അദ്ദേഹം പറയുക, താഴത്തെ പെൺകുട്ടിയെ ഉടനെ ഡിസ്മിസ് ചെയ്യണം. ഏത് പെൺകുട്ടിയാണ്? ഞങ്ങളുടെ ക്യാഷിൽ പെൺകുട്ടിയെ ഡിസ്മിസ് ചെയ്യണം. നമുക്കൊന്ന് വാണി കൊടുക്കാനുള്ള ശക്തി പോലും ഇല്ല എന്നുള്ള കാര്യം അന്ന് അറിയോ? പ്രത്യേകിച്ച് യൂണിയനൊക്കെ അന്ന് കൊലമുമ്പന്മാരായി നിന്ന് ആ കാലത്ത് അത് 30 കൊല്ലം മുമ്പ് വളരെ ശക്തിയായിരുന്നല്ലോ നമ്മുടെ പ്രസ്ഥാനങ്ങളെല്ലാം. അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷെ അന്ന് വളരെ കേമമായിരുന്നു, പ്രത്യേകിച്ച് ഞങ്ങളുടെ ബാങ്കിൽ. ആ സമയത്ത് ഒന്നും തൊടാൻ പോലും പറ്റില്ല. അപ്പോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ച് അവസാനം പറഞ്ഞ സാറിന് കാര്യം ക്ഷമിക്ക്, വൈകിട്ട് 4 മണിക്ക് അവിടെ ആ കുട്ടിയോടെ വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അയാൾ വൈകിട്ട് 4 മണിക്ക് കുട്ടികളെ സംസാരിച്ചില്ല. എന്താ സംഭവിക്കുന്ന അറിയോ? ഇയാള്
ഇയാളുടെ ഏറ്റവും വലിയ ബാങ്കും ഇയാളുടെ സ്വന്തം ബാങ്കും അയാളുടെ അമ്മായിയച്ഛന്റെ ബാങ്ക് പോലെ സ്വന്തമായി അയാൾ കരുതിയ ബാങ്കാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആവുന്നത്. അവിടെ എന്ത് സാധിക്കാമെന്ന് അയാൾക്ക് വിചാരിട്ടായിരുന്നു. അന്ന് വൈകിട്ട് 6:30 മണിക്ക് അയാള് ഒരു ഗുജറാത്തി സുഹൃത്തുമായിട്ട് ആ ബാങ്കിൽ വരികയാണ്. എന്തിനാണ്? ആ ഗുജറാത്തി സുഹൃത്തിന്റെ വലിയൊരു തുക 1 ലക്ഷമോ 2 ലക്ഷമോ ആയിരിക്കണം അന്ന് ഗുജറാത്തിലേക്ക് മെയിൽ ട്രാൻസ്ഫർ ആയിട്ട് അയക്കാനായിട്ട് എന്റെ ബാങ്കിലേക്ക് അയാൾ എന്റെ ബാങ്കിന്റെ സോണിയുടെ ബാങ്കിലേക്ക് സോണി കൊണ്ടുവരിക. ഈ സോണി 6:30 മണി അയാൾക്ക് 6:31, 32 അയാളെ ഗേറ്റ് ബാങ്കിന്റെ ഗേറ്റ് അപ്പോഴത്തേക്ക് അടച്ചു, ഡോർ അപ്പോഴത്തേക്ക് അടച്ചു. ഗേറ്റിൽ നിന്ന് അയാൾ ഉള്ളിലേക്ക് വരികയും ആ ക്യാഷ് അവിടെ നിന്നിട്ട് പറയുക, ഇങ്ങനെ പറയുക, ഉള്ളിലേക്ക് കയറേണ്ട പൊക്കോളൂ. ഇയാൾക്ക് ഭയങ്കര സങ്കടമായി. അയാൾക്ക് ആ പൈസ സ്വീകരിച്ചില്ല എന്നുള്ളതിന് പുറമെ ഈ സ്റ്റാഫ് ഇയാളുടെ ഈ സുഹൃത്തിനെ ഉള്ളിൽ കയറ്റില്ല എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം എന്ന് വെച്ചാല് എന്റെ ബാങ്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ അയാൾ വിളിച്ചു വന്നത്. അപ്പൊ എന്റെ ബാങ്കിൽ ഉള്ളിൽ പോലും കടത്താണ്ട് ഇറങ്ങിപ്പോന്ന് പറഞ്ഞത് അയാൾക്ക് സഹിച്ചില്ല. ഇത് കേട്ടപ്പോ ഉഷ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്, സ്റ്റാഫ് ക്ലാഷിന്റെ പേര്. അവള് ആ കുട്ടി ഇരുന്ന് ചിരിയോട് മേശപ്പുറത്തെ കയ്യെടുത്ത് കുട്ടി ഇരുന്ന് ചിരിക്കുക. ആ കുട്ടി പ്രിയാവൂ. അപ്പൊ അതാണ് കാര്യം. അതാണ് ഞാൻ ധരിച്ചത്. നിങ്ങൾക്ക് എന്റെ സോണിക്ക് എന്ത് പറ്റി? 6:30 മണി കഴിഞ്ഞ് 6:05 ആയി, 6:35 പെട്ടെന്ന് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഞാൻ ഇങ്ങോട്ട് പോകാൻ അയാളെ വിളിച്ചതാ. പെട്ടെന്ന് വിളിച്ചതാ. അയാൾ ഇങ്ങനെ എടുത്തു, ഞാൻ ഇങ്ങനെ വിളിച്ചതായാലും ഇങ്ങനെ എടുത്തു. അയാൾ ആ ദേഷ്യത്തിലായാലും മുറി ഇറങ്ങിപ്പോയി. ഞാൻ എന്താ ചെയ്യാ? സോണി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ലല്ലോ. നമ്മുടെ സോണിയല്ലേ, ഞങ്ങളുടെ പ്രധാന കസ്റ്റമർ സോണി. അങ്ങനെ അവര് തമ്മിൽ അവിടെ കൈ കൊടുത്ത് അങ്ങോട്ട് പിരിഞ്ഞു. മനസ്സിലായിരുന്നല്ലേ? വേറെ ഒരു കൈ ആംഗ്യത്തിന്റെ സംഭവം നടന്നെന്താന്നറിയോ? വർഷങ്ങൾ കഴിഞ്ഞ് ഏകദേശം 2015-16 ആയപ്പോ വേറൊരു സംഭവം ഇതേപോലെ നടന്നു. എന്താ സംഭവം എന്നറിയോ? തിരുവനന്തപുരത്താണ് നടന്നത്. അല്ല, 2006 ആ വേറെ സംവിധാനം. അന്ന് നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കൂ, ഈ വെറും കയ്യാങ്ങം കൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബാംഗ്ലൂർ 2 ദിവസം അടച്ചിടേണ്ടി വന്നു. സോറി, ഒരു ദിവസം പെൻഡ്രോൺ സ്ട്രൈക്ക് ആയിരുന്നു. അടുത്ത ദിവസം ഞങ്ങളുടെ അടുത്ത ശാഖകളിൽ നിന്നല്ല സ്റ്റാഫിനെ എല്ലാം കൂടെ വരുത്തിക്കൊണ്ട് അവർ അതിഭയങ്കരമായി ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് ഞങ്ങളുടെ അവിടെ ധർണയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്താ കാരണം എന്നറിയോ? ഞങ്ങൾക്ക് ഒരു വടക്കേ ഇന്ത്യൻ ഒരു ജനറൽ മാനേജർ ഞങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ഫർ ആയി വന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ച, അതാണ് മുമ്പിലത്തെ ആഴ്ച വന്നു. പേര് ഘടകക്കളിച്ച പേരായിരുന്നു. അതിന്റെ പേര് ഖണ്ടേൽ എന്നുള്ള പേരുമാതിരി ഒരു ബീബൽസ് ഭയങ്കര രൂപവും 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യര്. അദ്ദേഹം വന്നത് വടക്കേ ഇന്ത്യൻ കൾച്ചറുമായിട്ടാണ് വന്നത്. അവിടെ എങ്ങനെ വെച്ചാൽ എല്ലാം റാം മൂളി ഇങ്ങനെ നിൽക്കുന്ന കൾച്ചറാണ്. ദൂരെ നിന്ന് കാണുമ്പോഴേ ചാടി എഴുന്നേറ്റ് കഴുത്തിൽ കൂടെ ഹാരമൊക്കെ ഇട്ട് ഓരോ ദിവസം ഇട്ട് അങ്ങനെയൊക്കെ സ്വീകരിക്കുന്ന ചടങ്ങാണ്. ഇവിടെ നമ്മള് മലയാളികളല്ലേ ആളുകൾ. അവര് എന്താ വെച്ചാല് എത്ര ജീവനെ കണ്ടിരിക്കുന്നു എന്നാണ് അവര്. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് 2 ലിഫ്റ്റ് ഉണ്ട്. ഞങ്ങൾ എന്റെ ആവശ്യം മുകളിലേക്ക് പോകാനായിട്ട് 2 ലിഫ്റ്റ്. അതിൽ ഒരു ലിഫ്റ്റ് അദ്ദേഹം പറഞ്ഞു ഇത് GM-നും മുകളിലുള്ളവർക്ക് മാത്രം പോകാനായിട്ട് റിസർവ് ചെയ്യണം. ഞങ്ങൾ ഇവിടെ അതൊന്നും നടന്നില്ല. ചുരുക്കത്തിൽ സംഭവ ദിവസം ഞാൻ അറിയുന്നില്ല, ഞാൻ മുകളിലെ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ചെറിയ ജൂനിയർ ഓഫീസറായിട്ട് ഇരിക്കുക. അദ്ദേഹം ഉള്ളിൽ വന്നിട്ട് ലിഫ്റ്റിനകത്ത് കയറിയിട്ട് അതിനകത്ത് ഇരുന്ന പ്യൂണിനെ ഇറക്കി വിട്ടു. അതാണ് സംഭവം. അപ്പൊ തന്നെ പ്യൂൺ പോയി യൂണിയൻ നേതാവിന്റെ അടുത്ത് പറഞ്ഞു. യൂണിയൻ നേതാവ് വന്നു, അവിടെ നിന്നു, ഇംഗ്ലാബ് വിളിച്ചു, MD മുറിയുടെ മുമ്പിൽ പോയി ഇംഗ്ലാബ് വിളിച്ചു. അടുത്ത ദിവസം പെൻഡാമിക് സ്ട്രൈക്കായി. അടുത്ത ദിവസം ഞങ്ങളുടെ തിരുവനന്തപുരത്തിന്റെ സമീപത്തുള്ള സകല ബ്രാഞ്ചിൽ നിന്ന് ആൾക്കാരെ ലോറിയിൽ കൊണ്ടിറക്കി ഇംഗ്ലാബ് വിളിച്ചു. ചുരുക്കത്തിൽ അന്ന് 2-ാം ദിവസം വൈകിട്ട് നമ്മുടെ ഖണ്ടേൽവാലിന്റെ ഒരു ചെറു പ്രസംഗത്തോടു കൂടി സമരം അങ്ങ് അലസി പിരിഞ്ഞു. എന്താ സംഭവം എന്ന് വെച്ചാല് ഇതേപോലെ അത് 30 വർഷം മുമ്പ് നമ്മുടെ ഉഷാറാണി അന്ന് കോഴിക്കോട് പറഞ്ഞ അതേമാതിരി അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഞാൻ ലിഫ്റ്റിൽ നിൽക്കപ്പോ ഒരു മഹാനുഭാവി നടന്നു വരുന്ന നേരായി നടന്നു വരുന്ന കണ്ടപ്പോ നീ ഇങ്ങോട്ട് വരൂ, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞതാണ്. അല്ലാതെ അയാളെ ഞാൻ മുറി ലിഫ്റ്റിൽ നിന്ന് ഇറക്കി വിട്ടതല്ല എന്നായിരുന്നു അയാളുടെ ഭാഷ്യം. എന്തായാലും യൂണിയൻ നേതാക്കന്മാർക്കും ആ പറഞ്ഞ സ്റ്റാഫിനും ഞങ്ങളുടെ ഓഫീസർമാർക്കും എല്ലാവർക്കും മനസ്സിലായി ഇയാൾ പച്ചക്കള്ളം പറയാണ്, രക്ഷപ്പെടാൻ പറയുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എങ്കിലും അതിന് അടുത്ത വാചകം അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എന്തായാലും അദ്ദേഹത്തിന്റെ അടുത്ത വാചകം, ഞാൻ നിർവാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നു, ഐ ആം സോറി, മാപ്പ് എന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തില് ഘടോൽക്കജനായ ആ തടിമാടനായ നമ്മുടെ അദ്ദേഹത്തിന്റെ പേരെന്താ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് ഖണ്ടേൽവാൽ അദ്ദേഹത്തിന് രക്ഷപ്പെട്ടു. അതിനുശേഷം ആരും ലിഫ്റ്റില് കടന്നു നിർത്തിയില്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് സോഷ്യലിസം ഞങ്ങൾക്ക് അവിടെ വന്നു.
ഇങ്ങനെ ആ കൈയാംഗ്യം കൊണ്ട് ഞങ്ങൾക്ക് പല ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഗുണമാണെന്ന് ഞാൻ പറയും, എല്ലാവരും വടക്കേ ഇന്ത്യക്കാരും തെക്കേ ഇന്ത്യക്കാരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് സൗഹൃദത്തോടുകൂടി ജീവിക്കാൻ സാധിച്ചു. ഇനി ഞാൻ വേറെ ഒരു വിഷയം കൂടെ പറയാം കേട്ടോ. വിഷയം എന്താ വെച്ചാല് ട്രാൻസ്ഫർ വിഷയം. ഇത് ഇതിനകത്തിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ബിസിനസ്സുകാർക്കും ഇതിന്റെ വിഷമം മനസ്സിലാവില്ല. ഞങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലുള്ളവർക്കും പ്രത്യേകിച്ച് ബാങ്കിലുള്ളവർക്കും മാത്രമേ ഇതിന് വിഷമറിയൂ. ഞങ്ങൾക്ക് 3 വർഷത്തിന് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഉണ്ടെന്നുള്ള കാര്യം നിർബന്ധമാണ്. സൂര്യൻ 24 മണിക്കൂറിൽ തറയും താഴെ കിഴക്കുന്നത് പൊങ്ങി വരും എന്ന് വളരെ തീർച്ചയാണ്. ഈ 3 വർഷത്തിനുള്ളിലുള്ള ട്രാൻസ്ഫർ ഓഫീസർമാർക്ക്, ക്ലർക്കന്മാർക്ക് 5 വർഷത്തിലൊരിക്കലും അത് നിർബന്ധമാണ്. ഇത് ഞങ്ങൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആയതുകൊണ്ട് കേരളത്തിന് വെളിയിൽ ഞങ്ങൾക്ക് ബ്രാഞ്ചുകൾ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരാളുടെ ട്രാൻസ്ഫർ ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി അവർ ഡൽഹിയിൽ നിന്ന് കൽക്കട്ട ട്രാൻസ്ഫർ ചെയ്ത് കളയും. കൽക്കട്ടയിൽ നിന്ന് അടുത്ത ട്രാൻസ്ഫർ 3 വർഷം കിട്ടുന്നത് അയാൾക്ക് ചിലപ്പോൾ മുംബൈയിലായിരിക്കും, മുംബൈയിൽ അടുത്ത പൂനെ ആയിരിക്കും. ഇങ്ങനെയാണ് ഞങ്ങളുടെ ട്രാൻസ്ഫർ ഇരിക്കുന്നത്. അതുകൊണ്ട് പക്ഷെ ഞങ്ങൾക്കറിയാം ഒരു ജനിച്ചാൽ മരിക്കണം എന്നുള്ളതുമാതിരി 3 വർഷമായാൽ ട്രാൻസ്ഫർ കിട്ടുന്നുള്ള കാര്യം ഒരു നിർബന്ധമുള്ള കാര്യം എല്ലാവർക്കും അറിയാം, എല്ലാവരും സമ്മതിച്ച കാര്യമാണ്. സംഭവം എന്താ വെച്ചാല് ഒരു ദിവസം ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് ശ്യാമള, ശ്യാമള അമ്മയെ മറ്റാണ് തോന്നുന്നു, അവര് ട്രാൻസ്ഫർ ചെയ്തു. ആ ട്രാൻസ്ഫർ അവർക്ക് ക്യാൻസൽ ചെയ്യണം. ഞാനായിരുന്നു അന്ന് ജനറൽ മാനേജർ, എന്നെ കാണാമെന്ന് HR ചാർജ് ആയിരുന്നു. കണ്ടിട്ട് അവർക്ക് ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യണം. കാരണം എന്താ പറഞ്ഞെന്നറിയോ? അവർക്ക് റോഡ് മുറിച്ച് കിടക്കണം അത്രേ. അവര് തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് അറിയാം, സെക്രട്ടറിയുടെ നേരെ മുന്നില് ഒരു നമ്മുടെ ആര്യഭവൻ എന്നൊരു ഹോട്ടലുണ്ട്. അത് നാഷണൽ ബുക്ക് സ്റ്റാളിന്റെ അടുത്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതിന്റെ മുകളിൽ ആര്യഭവന്റെ മുകളിലാണ് ഞങ്ങളുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഓൾ ലേഡീസ് ബാങ്ക്, സ്ത്രീകൾ മാത്രം, പ്യൂൺ തൊട്ട് മാനേജർ വരെ ലേഡികളാണ്. അങ്ങനെ ഒരു ബ്രാഞ്ച് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിന്റെ മുകളിൽ സെക്രട്ടേറിയറ്റ് വ്യൂ ബ്രാഞ്ച് എന്നാണ് അതിന്റെ പേര്. സെക്രട്ടേറിയറ്റിന്റെ തെക്ക് ഭാഗത്ത് ഞങ്ങൾ ആനക്കച്ചേരി എന്ന് വിളിച്ച സ്ഥലത്ത് ആണ് ഞങ്ങളുടെ തിരുവനന്തപുരം, അന്നത്തെ തിരുവനന്തപുരം മെയിൻ ബ്രാഞ്ചും ഇന്നത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം സിറ്റി ബ്രാഞ്ചും നടക്കുന്ന അവിടെയാണ് ഇപ്പൊ ട്രഷറി നടക്കുന്നത്. അവിടെ ഒരു ഞങ്ങളുടെ ബ്രാഞ്ചും ഉണ്ട്. ഞങ്ങള് ഈ സെക്രട്ടേറിയറ്റ് വ്യൂ ബ്രാഞ്ചിൽ നിന്ന് ഈ ശ്യാമള അമ്മയെ ഞങ്ങള് ട്രിവാൻഡ്രം മെയിൻ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിനാണ് അവർക്ക് പ്രശ്നം. അതായത് രാമരാമു പ്രതിമയുടെ മുമ്പിലാണ് അവർ രാവിലെ ബസ് വന്ന് നിൽക്കുക. ബസ് വന്ന ഉടനെ നടന്ന് അവർക്ക് ആര്യഭവന് അടുത്തുള്ള ബ്രാഞ്ചിൽ കയറാം. ഇപ്പൊ അവർക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ആനക്കച്ചേരിയിലേക്ക് പോകണം. ഇത് അവരുടെ പ്രശ്നം. ശരിക്കും അതെന്താ ചെയ്യുക? ഇതൊരു നർമ്മമർദ്ദവും മുഹൂർത്തമല്ലെങ്കിൽ എങ്ങനെ ചെയ്യുക? പാതി ഓഫീസർമാർക്കും കോഴിക്കോട് നിന്നുള്ള ട്രാൻസ്ഫർ കണ്ണൂരുകാരന് ആലപ്പുഴയും കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്ത് നല്ലൊരു ശതമാനം മലയാളികളല്ലാത്തവർക്ക് മറ്റേ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്ന് നേരെ ഹൈദരാബാദിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്ന കാലത്താണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് ബ്രാഞ്ചിൽ നിന്ന് ഞങ്ങളുടെ ട്രിവാൻഡ്രം ട്രാൻസ്ഫർ വലിയ പ്രശ്നമായത്. അത് ഞങ്ങൾ കൊടുക്കാതിരുന്നത് അത് യൂണിയനൊക്കെ ഇഷ്യൂ ആയിരുന്നു. പക്ഷെ അവർക്ക് ട്രാൻസ്ഫർ അവസാനം അവർ ഗർഭിണിയായിരുന്നു കേട്ടോ. അതിന്റെ വെളിച്ചത്തിൽ അവസാനം ഞങ്ങൾ തോറ്റു കൊടുത്തു, അവർക്ക് ട്രാൻസ്ഫർ കൊടുത്തു. അങ്ങനെ അവർക്ക് ട്രാൻസ്ഫർ തിരിച്ചവരെ പഴയ സ്ഥലത്തിന് ട്രാൻസ്ഫർ കൊടുത്തു. ഇതാണ് ഒരു സംഭവം. ഇനി വേറെന്ത് സംഭവം എന്ന് വെച്ചാല് ഇത് ഇന്നൊന്നും തുടങ്ങിയല്ല കേട്ടോ. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉണ്ടായ കാലം തൊട്ട് തുടങ്ങി. ഇവിടെ ഇരിക്കുന്ന ബാങ്കുകാർ, മറ്റ് ബാങ്കുകൾ, കാനറ ബാങ്കിന്റെയോ ഇല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാം. ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല, അവരുടെ ബാങ്കിലൊക്കെയുള്ള പ്രശ്നം ആണെന്ന് എനിക്കറിയാം. അത് 10-40 കൊല്ലത്തിന് മുമ്പേക്കുള്ള സംഭവമാണ്. 40 കൊല്ലം എന്ന് പറയാൻ കാര്യം, 40 കൊല്ലത്തിന് മുമ്പ് ഞാൻ ആദ്യമായി ജോയിൻ ചെയ്യുന്നത് കായംകുളം ശാഖയിലാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന 2 ഓഫീസർമാരാണ് ശ്രീകുമാർ പിന്നെ ബി കൃഷ്ണൻ നായർ. ഞങ്ങൾ വൈകിട്ട് ഓഫീസിലെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് കൂടുക. അന്ന് കൂടുമ്പോഴത്തേക്ക് പലരും സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ദിവസം ശ്രീകുമാർ സാറ് കൃഷ്ണൻ നായർ സാറിനോട് ഒരു വാചകം പറഞ്ഞു. അതിനർത്ഥം എനിക്ക് അപ്പോൾ വൃത്തിയായിട്ട് മനസ്സിലായില്ല. അതിന്റെ വാക്കിന്റെ അർത്ഥം മനസ്സിലായെങ്കിലും അത് എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായി. എന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ തിരുവനന്തപുരത്തിന് ഏറ്റവും കൂടുതൽ ജോലിക്കാരുണ്ടായിരുന്നു തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നിന്ന് അടുത്തുള്ള കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ വരെയുള്ള ആൾക്കാരുടെ ജീവിത ലക്ഷ്യം എന്താ വെച്ചാല് ശനിയാഴ്ച ആവുക, രാത്രിയുള്ള ട്രെയിനിൽ തിരുവനന്തപുരത്ത് വരിക.
അതുപോലെ എറണാകുളക്കാരുടെ ജീവിത ലക്ഷ്യം എന്ന് വെച്ചാല് ആലപ്പുഴ, തൃശ്ശൂര്, ഇടുക്കിയുള്ള സ്ഥലത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുന്നതാണ് അവരുടെ ജീവിത ലക്ഷ്യം എന്നുള്ള രീതിയിലാണ് അവർ വരിക. എന്തായാലും ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ല, അതൊരു ജീവിതത്തിന്റെ ഭാഗമായി പോയി. ഇനി ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ആ കായംകുളം സാഹചര്യം ഇരുന്ന് നമ്മുടെ ശ്രീകുമാർ സാർ, കൃഷ്ണനാർ സാറിന് പറയാണ്, മറ്റന്നാളായാൽ പറയാം മറ്റന്നാൾ വീട്ടിൽ പോകാമെന്ന്. എനിക്ക് ആദ്യം പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. നോക്കിയപ്പോ ഞായറാഴ്ച രാത്രി കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ ഓടിപ്പടച്ച് വീട്ടിൽ നയിച്ച് നമ്മുടെ കായംകുളം ബ്രാഞ്ചിൽ വന്നിട്ട് വൈകിട്ടായപ്പോ എത്തിയപ്പോ പറയാ, ശ്രീകുമാർ സാറിന് പറയാ, കൃഷ്ണനാർ സാറിന് പറയാ, അയ്യോ കൃഷ്ണനാരെ, നമുക്ക് മറ്റന്നാൾ പറയാം. മറ്റന്നാൾ വെച്ചാൽ ബുധനാഴ്ചയായി, മറ്റന്നാൾ നമുക്ക് വീട്ടിൽ പോകാമെന്ന്. കാരണം വരുന്നത് സെക്കൻഡ് സാറ്റർഡേയാണ്, വെള്ളിയാഴ്ച രാത്രി നമുക്ക് വീട്ടിൽ അത് എത്രയിലെടുത്ത് പറയാം. ഇതാണ് നിങ്ങളൊരു ശരാശരി ആർട്ടിസ്റ്റന്മാരുടെ ചിന്ത. ഒരു കാര്യം കൂടെ പറയാം. ഞാനിവിടെ അവസാനം ഇട്ടേരിയപ്പോൾ സ്റ്റീഫൻ പെട്രാങ്കിയുടെ ചീഫ് ജനറൽ മാനേജറായിരുന്നു. അതിന്റെ കൂട്ടത്തില് എന്റെ പല ജോലിയുടെ കൂട്ടത്തിൽ ഒന്നാണ് ട്രാൻസ്ഫർ. എന്റെ ഒരു അടുത്ത കൂട്ടുകാരൻ, ഞാൻ സ്ഥലം പറയുന്നില്ല, ചിലപ്പോൾ ഇത് എന്റെ കൂട്ടുകാരെ കേൾക്കുകയാണെങ്കിലോ, അയാളുടെ സൗഹൃദത്തിന്റെ സകലതും ചൂഷണം ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരിക്കൽ എന്നെ വിളിക്കുക, ഹരി എനിക്ക് നിങ്ങൾ ട്രാൻസ്ഫർ എനിക്ക് ക്യാൻസൽ ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്താ മിസ്റ്റർ സയൻസോ, നിങ്ങൾ എന്തിനാണ് ഈ ഇപ്പൊ ക്യാൻസൽ ചെയ്യുന്നത്? നിങ്ങളുടെ ഒരേ ഒരു മോനേ ഉള്ളൂ, അയാളങ്ങ് ബാംഗ്ലൂരിൽ ജോലിയല്ലേ, പിന്നെ എന്താ നിങ്ങൾക്ക് എന്താ ട്രാൻസ്ഫർ എടുക്കാൻ പറ്റുമോ? അല്ല, എന്റെ അടുത്ത വീട്ടിൽ പട്ടി കുറയ്ക്കണം. അയാളുടെ കാരണം എന്തെല്ലാം കാരണങ്ങൾ പറയാ. ക്ഷമിക്കാനകത്ത് നിങ്ങളൊന്നും ക്ഷമിക്കുന്നത് പറയാൻ പാടില്ല എന്ന് എനിക്ക്. എങ്കിലും ഞങ്ങൾക്ക് ട്രാൻസ്ഫർ റിക്വസ്റ്റ് ചെയ്യുന്ന പകുതി സ്ത്രീകൾക്കും ബ്രസ്റ്റ് ക്യാൻസർ ആണ്, പകുതി ആണുങ്ങൾക്കും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ്. ഇത് സത്യമാണോ അതോ വല്ല സർട്ടിഫിക്കറ്റ് മാറ്റം വരാമെന്ന് നോക്കാനുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല, അതേവരെ ഞങ്ങൾക്കില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള നല്ല യമകുണ്ട നല്ല കലക്കൻ കാരണങ്ങൾ ഇരിക്കെ ഇയാൾ പറയാം അടുത്ത വീട്ടിൽ പട്ടി കുറയ്ക്കണമെന്ന്. ഈ കാരണം കൊണ്ട് അയാൾ എന്റെ സൗഹൃദം ചൂഷണം ചെയ്ത് അതിൽ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യിക്കുക. ഞാൻ ചോദിച്ചു, മിസ്റ്റർ സോയൻസോ, കൂട്ടുകാരന്റെ പേരെ പറയുന്നില്ല, സോയൻസോ അതെന്താ ഈ ഭാര്യ പട്ടിക്ക് കുറയ്ക്കുന്നത് ഇങ്ങനെ? അല്ല, എന്റെ ഭാര്യയ്ക്ക് രാത്രി ഉറങ്ങണമെങ്കിൽ നല്ല സൗകര്യമാണ്. ഞാനിവിടെ ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നാടൻ പട്ടികൾ കുറെ കയറി വരുന്നത്, അത് രാത്രി എടുത്ത് കുറയ്ക്കും. എന്റെ ഭാര്യയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ട്രാൻസ്ഫർ ആവാണ്ടിരുന്നാൽ രാത്രി എനിക്ക് പട്ടില്ല കല്ലിറങ്ങി ഓടിക്കാം. എന്റെ ഭാര്യയ്ക്ക് അത് പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ട്രാൻസ്ഫർ തിരിച്ചു വേണം. ഇങ്ങനെ ആൾക്കാരുണ്ട്, ചൂഷണം ചെയ്യുക എന്നുള്ള കാര്യം ഇങ്ങനെയുണ്ട്. അപ്പോ ഇങ്ങനെ ഒരുപാട് രസകരമായ സംഭവങ്ങളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഇങ്ങനെ പറയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടോ? എനിക്ക് എത്ര സമയം ഉണ്ടെന്നറിയില്ല. സുരേഷ് സർ, നിർത്തണോ തുടരണോ? ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തണം സർ. എന്താ സാർ? ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. പറയൂ സാർ, പറയൂ. അല്ല സാറ് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. സാറിന്റെ ഒരു ശരി, ആ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ. ആ ഒരു കാര്യം എന്താ വെച്ചാല്, ഞങ്ങൾക്ക് ഉള്ള രണ്ടാമത്തെ വലിയ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു സംഭവമാണ് ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞത്. പ്രൊമോഷന് വേണ്ടിയുള്ള ഇന്റർവ്യൂ. അത് ഞങ്ങൾക്ക് വളരെ ബീഭത്സമായ ഞങ്ങൾക്കൊരു പ്രശ്നമാണ്. ഞങ്ങൾക്ക് വളരെ പ്രശ്നമാണ്. അതിന് കാരണം എന്താ വെച്ചാല്, ഞങ്ങൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലെ അല്ല ഞങ്ങളുടെ ട്രാൻസ്ഫർ. നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഓഫീസിൽ ജോയിൻ ചെയ്യപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇടയ്ക്ക് ആരും ചത്തുപോയില്ലെങ്കിൽ നിങ്ങൾ റിട്ടയർ ചെയ്തപ്പോൾ ഏത് ഗ്രേഡിൽ എത്തി നിങ്ങൾക്കറിയാം. എങ്ങനെയൊക്കെയാണ് ട്രാൻസ്ഫർ, ആരൊക്കെ പോകണം, ഇതെല്ലാം തുടക്കത്തിൽ ഞാൻ നോക്കി വെക്കും. ഞങ്ങൾക്ക് അത് പറ്റില്ല. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, അതുകൊണ്ട് എന്നെക്കാട്ടും എന്നെക്കാട്ടും പ്രായമായ ഒരുപാട് ആൾക്കാരുടെ മുകളിൽ നിൽക്കാൻ പറ്റും എന്റെ സീനിയർ. കാരണം അവിടെ ഇന്റർവ്യൂ, ഓരോ പ്രൊമോഷണൽ ഇന്റർവ്യൂ വളരെ സീരിയസ് ആണ്. ഞങ്ങളുടെ പെർഫോമൻസ്, ഞങ്ങളുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്, ഞങ്ങളുടെ പരീക്ഷ ഉണ്ടെങ്കിൽ പരീക്ഷ, പിന്നെ ഞങ്ങളുടെ ഇന്റർവ്യൂവിന് വളരെ. അപ്പൊ ഇന്റർവ്യൂവിന് ആൾക്കാർ വരുമ്പോൾ വളരെ അവർ ടെൻഷനൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. കാരണം ഇന്റർവ്യൂവിന് കിട്ടിയില്ലെങ്കിൽ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് എപ്പോഴും അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണുള്ളത്. ഞാൻ രണ്ട് ഉദാഹരണം മാത്രം പറയാം, രണ്ട് എക്സാമ്പിൾ പറയാം നല്ല ഉദാഹരണമായിട്ട്. ഒന്ന് നല്ല രസമല്ല. ഒന്ന്, ഞാൻ കേരള ഫിനാൻസ് കോർപ്പറേഷൻ KFCയിലെ ഡയറക്ടറായിരുന്നു. അവിടെ എനിക്കിപ്പോ അവിടുത്തെ തൊഴിലാളികളെ എടുക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. ഈ ഇന്റർവ്യൂ നടത്തപ്പോഴത്തേക്ക് നല്ല രസം കേട്ടോ. ഈ വരുന്നതിലെ ഒരു 90% എന്ന് പറയാൻ ശരിയായില്ല, ഒരു 50% ആൾക്കാരെങ്കിലും ഇന്റർവ്യൂ നാട്ടിൽ വരുമ്പോ ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത് സെക്രട്ടറിയേറ്റിൽ, ഇല്ലെങ്കിൽ വേണ്ട ഒരു പ്രൈവറ്റ് കമ്പനി, അല്ലെങ്കിൽ SDFC, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയില, എന്തിനാ അത് കളഞ്ഞിട്ട് നിങ്ങൾ ഈ KFCയിൽ വന്നത് എന്ന് ചോദിക്കുമ്പോ ഒരു 50% ആൾക്കാരെങ്കിലും പറയുന്ന മറുപടി എന്താണെന്നറിയൂ? സാറേ,
എൻ്റെ ജീവിത ലക്ഷ്യം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ജനിച്ചിട്ടപ്പോൾ തന്നെ എൻ്റെ അച്ഛനും അമ്മയും തീരുമാനിച്ചു ഇവന് സർക്കാർ ഉദ്യോഗം വേണമെന്ന്. അങ്ങനെ പരസ്യം കണ്ട് ഞാൻ അപ്ലൈ ചെയ്തു. ആരെങ്കിലും ഇയാൾക്ക് ജോലി കൊടുക്കുമോ? ഇങ്ങനെ പച്ചക്കള്ളം പറയുന്ന ആള് ഇയാളെ സെക്രട്ടറി പ്രൈവറ്റ് കമ്പനിയിലും ബാങ്കിലും ഒക്കെ പോയിരുന്ന രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്ത് STFC-യിലേക്ക് പോയിരുന്നവരെ ഞെക്കി പിഴിഞ്ഞെടുക്കും 8 മണി 10 മണി വരെ. അത് പറ്റില്ല. ഇവിടെ വിചാരം KFC-യിലൊക്കെ വന്ന വിചാരം 5 മണിയാകുമ്പോൾ പൊടിയും തട്ടി വീട്ടിൽ പോകുന്ന KFC-യിലുള്ളവർക്ക് അറിയാം. അവർ രാത്രി 8 മണി 9 മണി 10 മണിക്കൊക്കെ പോകാന്ന്. അത്രയ്ക്ക് അധ്വാനം ചെയ്യാമെന്ന് അവർക്കത് കഴിഞ്ഞവർക്ക് അറിയും. പക്ഷെ വെളിയിലുള്ള ഇമേജ് എങ്ങനെയാണ്? അപ്പോ ഇങ്ങനെയുള്ള ആൾക്കാരുടെ എല്ലാം വിചാരം. അതുകൊണ്ട് ഇങ്ങനെ ഓരോ തവണ പറയപ്പെടും ഞാൻ പൊട്ടിച്ചിരിക്കാറുണ്ട്. അവർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. എങ്കിലും മേശപ്പുറത്ത് ചിലപ്പോഴെങ്കിലും കാരണം പ്രതീക്ഷിക്കുന്ന ചോദ്യം തന്നെ ഉത്തരം തന്നെ അവർ വരാറുണ്ട്. പിന്നെ ഒരു നല്ലൊരു സീരിയസ് കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇത് തമാശയല്ല, ഇത് നിങ്ങളെടുത്ത് എനിക്ക് ഷെയർ ചെയ്യണം കേട്ടോ. ആൾക്കാരുടെ സംയോജിതമായ മറുപടി. ഞാൻ ഇന്റർവ്യൂവിലേക്ക് ഇന്റർവ്യൂവിലേക്ക് ഒരു പയ്യൻ കടന്നു. സ്കെയിൽ 3 to 4 ആണ്. അതായത് വലിയ സീനിയർ ജോലിയല്ല, താഴ്ന്ന ജോലിയല്ല, മിഡിൽ ലെവൽ ജോലിയാണ്. അതിൽ വരുമ്പോൾ അയാളുടെ കഴുത്തില് ടൈ കെട്ടിയിരുന്നു. സാധാരണ ഈ സ്കെയിൽ 3 to 4 വരുന്നവരാരും ടൈ കെട്ടാറില്ല. ഇത് കണ്ട ഉടനെ ഞങ്ങളുടെ കൂടെ ഇരുന്ന ജനറൽ മാനേജർ അദ്ദേഹത്തിന് ക്രമീകരി അത് എങ്ങനെ ഒന്ന് വലിച്ച താഴെ ഇടണം. അയാൾക്ക് ടൈ ഇട്ടിട്ട് വന്നത് ഇഷ്ടമില്ല. ആ ഉടനെ ഇയാൾക്ക് ചോദിച്ചു, ആ ടൈ ഒന്ന് അഴിച്ചിട്ട് ടൈ ഒന്ന് കെട്ടിത്തരൂ. ആരാണെങ്കിലും അപ്പൊ കിറങ്ങി വീഴും. നാച്ചുറലി എല്ലാവർക്കും അറിയാം, ഒരു സ്കെയിൽ 3-ലുള്ള ഒരു ഓഫീസർ തീർച്ചയായിട്ടും ടൈ കെട്ടി പരിചയമുള്ള ആളാവില്ല എന്നറിയാം. അപ്പൊ ടൈ അഴിച്ചാൽ അതിന് തിരിച്ച് കെട്ടാൻ പറ്റുമെന്ന കാര്യം അയാൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഞങ്ങൾ എല്ലാവരെയും അത്ഭുത പരതന്ത്രമാക്കിക്കൊണ്ട് അയാളുടെ മറുപടി എന്താണെന്നറിയോ? എനിക്ക് കെട്ടാൻ അറിയില്ല സർ. ആ കെട്ടാൻ അറിയില്ലാത്ത എന്തിനാ ഈ വാലിക്കൂടി കെട്ടിയത്? അപ്പൊ അയാളുടെ മറുപടി എന്താണെന്നറിയോ? സർ, എന്റെ കല്യാണത്തിന് ഞാൻ ഉടുപ്പിടാതെയാണ് ഞാൻ പങ്കെടുത്തത്. കാരണം ആ കല്യാണത്തിന് ചെല്ലപ്പോ പൂജാരിയുടെ മുമ്പിൽ ഷർട്ട് ഇടാതെ വേണം ഇരിക്കാൻ. അതുപോലെ ആ ചടങ്ങിന് യോജിച്ച രീതിയിലുള്ള വേഷമാണ് ധരിച്ചത്. ഇത് നിങ്ങളെപ്പോലെ വലിയ മാന്യ വ്യക്തിയിലിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് തുല്യമായി വരണമെങ്കിൽ ടൈ കെട്ടിക്കൊണ്ട് പോകണമെന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു. ആ സുഹൃത്ത് എനിക്ക് കെട്ടിത്തന്നു. ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാനായിട്ട് ഞാൻ കെട്ടിത്തന്നു. ഞാൻ സാർ തെറ്റാണെന്ന് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അഴിച്ചു മാറ്റാം, പക്ഷെ തിരിച്ചു കെട്ടില്ല സാർ. എത്ര മനോഹരമായ ഉത്തരവാദികൾ പറഞ്ഞു നോക്കൂ, സന്ദർഭോദ്യോഗമായ ഉത്തരവാദികൾ പറഞ്ഞു നോക്കൂ. അങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് ഒരുപാടുണ്ട് കേട്ടോ. ഇനി കുറേയേറെ സന്ദർഭങ്ങളുണ്ട്. അത് എത്രയും എങ്കിലും എടുത്ത് പറയാൻ സമ്മതിച്ചു തന്ന സുരേഷ് സാറിനും ഇത് കേട്ടിരുന്ന ചിലരുടെ മുഖത്തൊക്കെ മുഖം കാണാൻ മുഖത്തൊക്കെ ചെറിയ പുഞ്ചിരിയുണ്ട് കേട്ടോ. ഇത് മതി, ധാരാളം. ഞാൻ കൃതാർത്ഥനായി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ വളരെ നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും മേദിനാശംസകൾ. ദിനം കഴിഞ്ഞു പോയെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓഫീസിലെ നർമ്മ മുഹൂർത്തങ്ങൾ പങ്കുവച്ച EK ഹരികുമാർ സാറിന് നർമ്മകേരളിയുടെ നന്ദി അറിയിക്കുകയാണ്. ഇനി ചിരിയരങ്ങിലേക്ക് കടക്കുന്നു. ചിരിയരങ്ങിൽ ആദ്യം ശ്രീ GK പിള്ള സാർ. ഓക്കെ, ഏവർക്കും സ്നേഹ നമസ്കാരം. കേൾക്കാമല്ലോ സുരേഷ് അല്ലേ? എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഹരികുമാർ സാറ് സർവീസ് ഫലിതങ്ങള് സീരിയസുമായിട്ട് കുറെ നേരം സംസാരിച്ചു. നമ്മള് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ പ്രകാരം തൊഴിലാളി എന്നുള്ള സങ്കല്പം ഇന്ത്യൻ പ്രസിഡന്റ് മുതൽ താഴോട്ടുള്ള എല്ലാവരും തൊഴിലാളികളാണ്. അതായത് നമ്മളുടെ പ്രയത്നം കൊടുത്ത് പ്രതിഫലം വാങ്ങുന്ന ആരൊക്കെയാണോ അവരെല്ലാം തൊഴിലാളികളാണ്. പക്ഷെ ചെയ്യുന്ന ജോലിക്ക് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റ് മുതൽ താഴേക്കുള്ളവരെല്ലാം തൊഴിലാളികളാണ്. അതായത് നമ്മളുടെ അധ്വാനം കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്ന എല്ലാ ആളുകളും. അപ്പോ അത് ഹരികുമാർ സാർ ഒന്ന് പ്രത്യേകം തിരുത്തണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. പിന്നെ നമ്മൾ തൊഴിലാളികൾ അല്ലെങ്കിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഫലിതങ്ങളാണ് ഇന്നിവിടെ പറയുന്നത്. ഞാൻ പറയാൻ പോകുന്നത് 1-2 അനുഭവ മുഹൂർത്തങ്ങളാണ്. ഞാൻ ജോലി ചെയ്തത് കൊച്ചിൻ പോർട്ടിലും തുടർന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിലുമായിരുന്നു. കൊച്ചിൻ പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ 11 മേജർ പോർട്ടുകളിൽ പ്രധാനപ്പെട്ട ഒരു പോർട്ടാണ് കൊച്ചിൻ പോർട്ട്. കേരളത്തിൽ ഒരു മേജർ പോർട്ടേ ഉള്ളൂ, അത് കൊച്ചിയാണ്. അപ്പൊ അവിടെ മെക്കാനിക്കൽ വിഭാഗത്തിലായിരുന്നു ഞാൻ സർവീസിൽ കയറുന്നത്. അപ്പോ ഈ അടുത്ത് ഞാൻ സർവീസിൽ നിന്ന്
2009 കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് ഡെപ്യൂട്ടേഷൻ പോകുന്നതിന് മുമ്പുള്ള ഒരു സംഭവമാണ്. ഒരു ചെറുപ്പക്കാരനായ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അദ്ദേഹം ജോലിയിൽ വന്നു. വളരെ ചുറുചുറുക്ക് ആയ ചെറുപ്പക്കാരൻ. അദ്ദേഹം ഈ ജോലി കിട്ടിയത് തന്നെ ഒരു കേന്ദ്ര ഗവൺമെന്റ് സർവീസുകളിൽ സംവരണം ഉള്ള വ്യവസ്ഥയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ തന്നെയും തരക്കേടില്ലാത്ത സമ്പന്നമായ ഒരു തറവാട്ടിലെയാണ്. അപ്പൊ കുറെ വർഷങ്ങളായിട്ട് പുള്ളി ഒരു ബുള്ളറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അത് ആ വർഷങ്ങൾ പഴക്കമുള്ള ബുള്ളറ്റാണ്. ഈ വാഹനപ്രേമികള് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി അത് കൊടുക്കാതെ വളരെ കണ്ണിലുണ്ണിയ പോലെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ഇദ്ദേഹം ഈ ആനുവൽ ലീവ് എന്നൊക്കെ പറയുന്നുണ്ടാവുമല്ലോ, സർവീസിലുള്ളവർക്ക് മനസ്സിലാവും. ലീവ് എന്നൊക്കെ പറയും. അതൊരു വർഷം 33 ലീവ് ആയിരുന്നു പോർട്ട് സർവീസിലുള്ളവർക്ക്. ഇദ്ദേഹം ഈ ലീവൊന്നും എടുക്കില്ല. കാരണം ഈ ജോലി സ്ഥലത്ത് വന്ന് ജോലി ആസ്വദിക്കുന്ന ഒരു സ്വഭാവക്കാരനും കൂടാണ്. അപ്പോ അതുകൊണ്ട് ലീവ് 360 ലീവിൽ കൂടുതൽ നമുക്ക് ശേഖരിക്കാനും പറ്റില്ല. അത് കഴിഞ്ഞാൽ 360 മുകളിലുള്ളത് ലാപ്സായി പോകും. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് എൻകാഷ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ എല്ലാ സർവീസിലും ഉണ്ട്. ചിലപ്പോൾ സംസ്ഥാന സർക്കാർ അത് മരവിപ്പിച്ചിട്ടുണ്ടാവും. കേന്ദ്ര ഗവൺമെന്റ് സർവീസുകളിലൊക്കെ ഇപ്പോഴും നിർബാധം തുടരുന്നുണ്ട്. അതിന് 7 ദിവസം നമ്മൾ ലീവ് എടുക്കണം. ബാക്കി നിലവിലുള്ള 360 നേരെ പകുതി നമുക്ക് കാഷായി കിട്ടുകയും 7 ദിവസത്തെ ലീവ് എടുക്കുകയും വേണം. അങ്ങനെ 7 ദിവസത്തെ ലീവ് കഴിഞ്ഞ് അദ്ദേഹം പതിവ് പോലെ രാവിലെ 7:30 ഓഫീസിൽ കയറാനായിട്ട് വരുമ്പോ പുള്ളി സാധാരണ ബുള്ളറ്റ് ഓടിച്ച് ഗേറ്റിലേക്ക് കയറി അങ്ങനെ പോരുകയാണ്. ആ ദിവസം വന്നപ്പം ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. പുള്ളി പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല. സാധാരണ ഉള്ളതുപോലെ വരുന്ന സ്പീഡിൽ തന്നെ ബുള്ളറ്റ് ഓടിച്ചു വന്ന് ഫ്രണ്ടിൽ വന്നപ്പോഴാണ് ഗേറ്റ് അടഞ്ഞു കിടക്കുന്നത്. പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഗേറ്റ് പുള്ളി കാലുകൊണ്ട് തന്നെ ഒറ്റ തള്ളു കൊടുത്തു. ഈ ഗേറ്റ് ഒരു സ്റ്റോപ്പർ ബാക്കി വെച്ചിട്ടുണ്ട്. ആ സ്റ്റോപ്പറെ ചെന്ന് ഇടിച്ചിട്ട് തിരിച്ച് റിട്ടേൺ വന്നിട്ട് പുള്ളിയുടെ അന്നന്ന് ഹെൽമെറ്റ് നിർബന്ധമല്ല, പുള്ളിയുടെ ഈ ഫ്രണ്ടിലേക്ക് ഇടിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് സെക്യൂരിറ്റിക്കാരൻ, അതായത് അങ്ങനെ ചെയ്യാൻ കാരണം സെക്യൂരിറ്റിയുടെ എണ്ണം വെട്ടിക്കുറച്ചു, ഗേറ്റ് കീപ്പർമാരുടെ എണ്ണം വെട്ടിക്കുറച്ചപ്പോ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇയാള് ഈ തൊഴിലാളികൾ പഞ്ച് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. ഒരു കാർഡ് ഒരു മെഷീനിനകത്തേക്ക് ഇടും, ഒരു ലിവർ പിടിച്ചെടുക്കും. അത് ഓട്ടോമാറ്റിക് ഒന്നും അല്ലായിരുന്നു. ഇത് കൃത്രിമം ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി ആ സെക്യൂരിറ്റി അവിടത്തേക്ക് മാറി നിൽക്കുകയായിരുന്നു. അതിന് ഗേറ്റ് സാധാരണ ബൈക്കുള്ളവര് ഒക്കെ വളരെ കുറവായതുകൊണ്ട് കാൽനടക്കാരായിട്ട് വരുന്നവർ തന്നെ തുറന്ന് കയറുമല്ലോ എന്ന് കരുതിയാണ് പുള്ളി അങ്ങനെ ചെയ്തത്. പക്ഷെ ഈ ലീവ് കഴിഞ്ഞ് വന്ന ആള് ഈ മാറ്റം ശ്രദ്ധിക്കപ്പെട്ടില്ല. അതൊരു സ്റ്റോപ്പറിൽ ചെന്ന് ഇടിച്ചിട്ട് തിരിച്ചു വന്നു. ഇതൊരു ഭയങ്കര ഷോക്കായി ഈ എയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം അതിന്റെ ഒരു ഫീലിംഗ് മനസ്സിലുണ്ടായിരുന്നു, ഒരു ദേഷ്യവും എല്ലാം കൂടെ. അങ്ങനെ നേരെ ഓഫീസിലേക്ക് പോയി. അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഒരു ഫോൺ വരികയാണ് അദ്ദേഹത്തിന്. ലാൻഡ് ഫോണിൽ ഫോൺ വന്നു. ഫോൺ അദ്ദേഹം റിങ് ചെയ്തപ്പോ ഉടനെ എടുത്തു. അപ്പൊ ഫോണിന്റെ ആ തലയിൽ നിന്ന് ഞാൻ ദുര്യോധന എന്നാ പറയുന്നത്. അതായത് ഫോൺ ഈ എടുത്തപ്പോ മറുതലയിൽ നിന്ന് പറയുകയാണ് ഞാൻ ദുര്യോധനാണ്. അപ്പൊ അദ്ദേഹം ഈ പറയാ നീ ദുര്യോധനാണെങ്കിൽ ഞാൻ ഭീമനാടാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഫോൺ കട്ട് ചെയ്തത്. ഇത് നടന്ന സംഭവം. ഞാനൊരു നർമ്മകഥയിൽ ഇത് സൂചിപ്പിക്കാൻ വേണ്ടിയാ ഞാനൊരു ഓർമ്മക്കുറിപ്പുകളുണ്ട്, സർവീസ് മാറ്ററുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓർമ്മക്കുറിപ്പുകളുണ്ട്, അതിലേക്ക് എഴുതാനും ഉദ്ദേശിക്കുന്നുണ്ട്. എന്ന് കട്ട് ചെയ്തപ്പോ കുറെ കഴിഞ്ഞപ്പം ഒരു പ്യൂൺ വരികയാണ് നേരിട്ട്. വന്നപ്പോ ഇയാൾ തിളച്ചുകൊണ്ടിരിക്കുക. കാരണം ഗേറ്റിലുണ്ടായ സംഭവം, അത് കഴിഞ്ഞ് ഫോണിൽ കൂടെ ഈ ദുര്യോധന്റെ കാര്യവും പറയുന്നു. അത് തിളച്ചുകൊണ്ടിരിക്കുക. അയാൾക്ക് ഇരുന്നിട്ട് വിറയിൽ വരികയാണ്. അപ്പൊ പ്യൂൺ വന്നപ്പോ പറഞ്ഞു, സാറേ ദുര്യോധനൻ വിളിച്ചിട്ട് സാറ് ഭീമനാന്നും പറഞ്ഞ് കട്ട് ചെയ്തല്ല, എന്താ സംഭവം എന്ന് ചോദിച്ചു. പിന്നെ എന്നെ ഒരുത്തൻ ഫോൺ ചെയ്തിട്ട് ദുര്യോധനാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇത് വെറുതെ ഇരിക്കണോ, ഞാൻ ഭീമനാണെന്ന് പറഞ്ഞു. സാറേ അത് നമ്മുടെ പുതിയതായിട്ട് ഓഫീസിൽ വന്ന ക്ലാർക്കാ, സാറിന്റെ എന്താ ലീവിന്റെ കാര്യം പറയുന്നതിന് വേണ്ടി വിളിച്ചതെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഈ ഓഫീസിൽ പുതിയ ക്ലാർക്ക് ട്രാൻസ്ഫർ ആയി വന്നത് പുള്ളി അറിയുന്നില്ല. അപ്പൊ ഈ ഭീമൻ എന്ന് പറയുന്നത് ക്ലാർക്ക്, അതാണ് ഇങ്ങനെക്ക് അറിയാമെന്നുള്ള ധാരണയാണ് ആ ക്ലാർക്ക് ഞാൻ ഭീമനാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ TN ജയചന്ദ്രൻ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ കേരള സെക്രട്ടേറിയറ്റിലെ IAS ഓഫീസറായിരുന്നു. അദ്ദേഹത്തിന്റെ അനിയൻ ജയചന്ദ്രൻ PR
ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിട്ട് റിട്ടയർഡ് ചെയ്തു. അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ നിന്ന് കൊച്ചിൻ പോർട്ടിന്റെ ചെയർമാനായി വന്നു. ഒരു 3 വർഷക്കാലം അദ്ദേഹം ചെയർമാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വന്ന വരെയും ഓരോരോ ചെയർമാൻ മാറി വരുമ്പോ മാറി വരുന്ന ഒരു 1-2 മാസം ഭയങ്കര സ്ട്രിക്റ്റും മിന്നൽ പരിശോധനയും വേഷം മാറി വരികയൊക്കെ ചെയ്യും. അപ്പൊ ഇതുപോലെ ഈ അവിടെ ഒരു ഹാർബർ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് പോർട്ടിന്റെ വാഹനങ്ങളും ജലവാഹനങ്ങൾ റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്പാണ്. കപ്പലുകളുമൊക്കെ ഈ ഹാർബർ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ആ വർക്ക്ഷോപ്പ് ഇപ്പൊ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയറിംഗ് യാർഡായിട്ട് മാറിയിട്ടുണ്ട്. അത് പ്രധാനമന്ത്രി 2-3 മാസത്തിന് മുമ്പ് വന്ന് ഉദ്ഘാടനം ചെയ്തതൊക്കെ. അപ്പൊ ആ യാർഡിലേക്ക് വരുന്നതിന് ഗേറ്റിന്റെ, നേരത്തെ പറഞ്ഞ ഗേറ്റിന്റെ കുറെ ദൂരെ വണ്ടി കൊണ്ടിട്ട്, എന്ന് വെച്ചാൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഫ്ലാഷ് ആവും. ചെയർമാൻ വരുന്നു, മിന്നൽ പരിശോധനയ്ക്ക് വരുന്നു, ഫ്ലാഷ് ആവും. അതിന് കുറെ ദൂരെ ഈ ജയചന്ദ്രൻ വണ്ടി കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് റെയിൻകോട്ട് ഇട്ടിട്ട് പുള്ളി നടന്നു വരിക. ഗേറ്റിന്റെ അടുത്ത് വന്നപ്പോ അവർക്കും പുതിയ ആളായതുകൊണ്ട് ആർക്കും അറിയില്ല. അപ്പൊ ഗേറ്റിന്റെ അടുത്ത് വന്നത് സെക്രട്ടറിയുടെ ചെയർമാനാന്ന് പറഞ്ഞപ്പോ കേരളക്കടത്ത് വിട്ടു. അങ്ങനെ ഓരോ സ്ഥലത്ത് വരുമ്പോ ആള് ശ്രദ്ധിക്കുക. ഈ റെയിൻകോട്ട് പതിവില്ലാതെ ഒരു റെയിൻകോട്ട്, ആളെ തിരിച്ചറിയാനാണ് ഇടുന്നത്. റെയിൻകോട്ട് ഇട്ട് വരുന്ന ആള് അത് നമ്മളെ പറ്റിക്കാനാണോ തൊഴിലാളികൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഈ കൃത്യനിഷ്ഠത പാലിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പുള്ളി അങ്ങനെ വർക്ക്ഷോപ്പിൽ കൂടെ നടന്നപ്പോ ഒരു വാഹനത്തിന്റെ, അത് ഡോക്ക് എന്ന് പറയും, ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നതിനകത്ത് വെൽഡിങ് നടക്കുകയാണ്. വെൽഡിങ് തൊഴിലാളികളാണ്. അവര് രാവിലെ ഈ സ്റ്റോറിൽ നിന്ന് പേരെഴുതി കൊടുത്ത് വെൽഡിങ് ഉപകരണങ്ങൾ, വെൽഡ് ചെയ്യാനുള്ള റാഡ്, ഇലക്ട്രോണിക് യാർഡ് ഒക്കെ മേടിച്ചുകൊണ്ട് പോകും. അത് മൊത്തം കത്തിക്കണം എന്നുള്ളതാണ്. ഈ കൊണ്ടുപോകുന്ന യാർഡ്, ഇലക്ട്രിക് യാർഡ് വെൽഡ് ചെയ്ത് കത്തിക്കണം. ഇദ്ദേഹം ഇങ്ങനെ ചെക്കപ്പിന് വന്നപ്പം അതിലൊരു കാതികൻ ഉണ്ടായിരുന്നു, കഥാപ്രസംഗക്കാരനാണ്. പേരുകേട്ട ഒരു കഥാപ്രസംഗന്റെ അച്ഛനായിരുന്നു. ഇപ്പോഴും കഥാപ്രസംഗ രംഗത്തുള്ള ഒരാ പേരുകേട്ട കാതികന്റെ അച്ഛനാണ്. അയാളും കാതികനായിരുന്നു. ഈ കാതികൻ, വെൽഡറായ ആ കാതികൻ പാട്ടും പാടിക്കൊണ്ട് ഓരോ ഇലക്ട്രോഡ് എടുക്കും. വെൽഡിങ് റോഡ്, അതായത് വെൽഡ് ചെയ്യുമ്പോൾ ഉരുകി ഒട്ടുന്ന സാധനം എടുക്കും. ഹാമർ വെച്ചൊരു അടിക്കും. പാട്ടും പാടുന്നുണ്ട്, കഥാപ്രസംഗത്തിന്റെ പാട്ടും പാടും. ഇതെടുത്ത് അടിക്കും, അങ്ങോട്ട് കളയും. ഇതെടുക്കും, അടിക്കും, കളയും. ചെയർമാൻ ഇതിങ്ങനെ വിസിറ്റ് ചെയ്ത് വന്നപ്പം കലാകാരനാണ്, കണ്ടോ അയാളുടെ തൊഴിൽ കണ്ടോ, നല്ലോണം ആത്മാർത്ഥതയുള്ള. അദ്ദേഹം പോയി. ഈ തിരിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് നശിപ്പിക്കുകയാണെന്നുള്ളത് ചെയർമാൻ മനസ്സിലായില്ല. അദ്ദേഹം അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഫംഗ്ഷൻ അവിടെ വന്നു. അവിടുത്തെ ഒരു വലിയ ലൈബ്രറിയുടെ ഹാളിൽ, അതിന്റെ ലൈബ്രറിയനും ഞാൻ തന്നെയാണ്. ഞാൻ സർവീസ് ചെയ്യുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് ഡെപ്യൂട്ടേഷൻ പോകുന്നവരെ ഓണററിയൽ ലൈബ്രറിയൻ ഞാനായിരുന്നു. ആ ഹാളിൽ ഞങ്ങൾ നടത്തിയ ഒരു ഫംഗ്ഷനിൽ അദ്ദേഹം അവിടെ വന്നപ്പോ ആദ്യം അദ്ദേഹം പ്രസംഗിക്കുന്നത് കലാകാരന്മാരും എഴുത്തുകാരുമായ തൊഴിലാളികള് മറ്റുള്ള തൊഴിലാളികളെക്കാൾ കൂടുതൽ ആത്മാർത്ഥമായി ജോലി ചെയ്യും. ഞാൻ അന്ന് വിസിറ്റിങ്ങിന് വന്നപ്പോ ഒരു കാര്യം കഥാപ്രസംഗം പറഞ്ഞുകൊണ്ട് നല്ലോണം പണിയുകയാണ് എന്ന് അവിടെ പ്രസംഗിച്ചു. പക്ഷെ അത് നശിപ്പിക്കുകയാണെന്ന് അദ്ദേഹം മനസ്സിലായില്ല. പിന്നെ വേറെ 3 വർഷവും 4 വർഷവും ഒക്കെയാണ് ഈ ടോപ്പിലുള്ള ഓഫീസേഴ്സ്, എഞ്ചിനീയേഴ്സ് ആണ് കൂടുതൽ. അവർക്ക് ഒരു സെക്ഷനിൽ നിന്ന് വേറെ സെക്ഷനിലേക്ക് ട്രാൻസ്ഫർ ഓട്ടോമാറ്റിക് ഉണ്ടാവും. അങ്ങനെ ട്രാൻസ്ഫർ ആയി വന്ന ഒരു എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ കീഴിലുള്ള തൊഴിലാളികളെ വിളിച്ച് പരിചയപ്പെടാൻ വിളിച്ചു. അപ്പോ പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ അവിടെ എന്തൊക്കെ സൗകര്യം വേണം എന്നുള്ള ഒരു അന്വേഷണം അദ്ദേഹം നടത്തി. അപ്പൊ ഓരോരുത്തരെ വിളിക്കുന്നത്. ആ വിളിക്കുന്നതിനകത്ത് മോൾ ഉദ്യോഗസ്ഥന്റെ, അതായത് അദ്ദേഹത്തിന്റെ മുകളിൽ വരുന്ന ആളിന്റെ മുകളിലുള്ള ആളെ കുറിച്ചും ഒക്കെ പരാതി പറയാം. അതുകൊണ്ടാണ് ഓരോരുത്തരെ വിളിക്കുന്നത് പറഞ്ഞത്. അദ്ദേഹം ബെന്നി എന്ന് പേരുള്ള, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് കുഴപ്പമില്ല എന്നുള്ള ഒരാളുടെ ഊഴമായി അദ്ദേഹം ചെന്നപ്പോ ഇരിക്കാൻ പറഞ്ഞിരുന്നു. കുടിക്കാൻ വേണോ എന്ന് ചോദിച്ചു. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ പെട്ടെന്നൊരു സന്തോഷം വന്നേ. ഇത് എന്റെ സ്വഭാവം എങ്ങനെ ഇദ്ദേഹം മനസ്സിലാക്കി. അപ്പോ ഇയാളെങ്കിൽ തപ്പുന്ന കണ്ടപ്പം, അല്ല കുടിക്കാൻ, അല്ല സാറ് വിസ്കി ഉണ്ടെങ്കിൽ മതി, ഇന്നലെ ഞാൻ ഈ റമ്മടിച്ചിട്ട് തലവേദന ഇപ്പോഴും മാറിയില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു അതല്ല, കുടിക്കാൻ വെള്ളം വേണോന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ബെന്നി തന്നെ ബാബു പോൾ ചെയർമാൻ ഇരിക്കാനായിട്ടിരിക്കുന്ന കാര്യം, നമ്മുടെ ഹാസ്യത്തിന്റെ നിഘണ്ടു എഴുതിയ ബാബു പോൾ കേട്ടിട്ടുണ്ടാവും. സെക്രട്ടറി, സ്റ്റേറ്റിൽ നിന്ന് ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർഡ് ചെയ്ത ബാബു പോൾ. അദ്ദേഹം നിര്യാതനായി 2 വർഷം കഴിഞ്ഞിരിക്കുന്നുണ്ടോ, 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. നല്ല ഒരു വനിത
കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം കൊച്ചിൻ പോർട്ടിൽ ചെയർമാനായി വന്നത് അവിടുത്തെ കലാകാരന്മാർക്കും എഴുത്തുകാർക്കും വളരെ കൂടുതൽ പ്രോത്സാഹനമായിരുന്നു. അദ്ദേഹം ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് പുകവലിക്ക് നിയന്ത്രണമൊക്കെ വന്ന് ഇപ്പൊ ആരും പുകവലിക്കൊന്നുമില്ല, പൊതുസ്ഥലങ്ങളിൽ പുകവലിയൊന്നുമില്ല. അതൊരു നിയമം വന്നതുകൊണ്ടാണ്. സെക്രട്ടേറിയറ്റിൽ നമ്മുടെ അസംബ്ലിയിൽ നിയമം വന്നതുകൊണ്ടാണ്. അന്ന് അദ്ദേഹം ചെയർമാനായി വരുന്ന സമയത്ത് ഒരു നിയമവുമില്ല. പുകവലി ഫാക്ടറിക്കുള്ളിലും പുകവലിക്കും, ഓഫീസിനുള്ളിലും ഒക്കെ പുകവലിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇദ്ദേഹം നല്ലൊരു ചെയിൻ സ്മോക്കർ ആയിരുന്നു ബാബുപോൾ. അത് പലർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇദ്ദേഹം ഈ പോർട്ടിൽ ജോലിക്ക് വരുന്നത് തന്നെ സ്റ്റേറ്റ് കാറിലാണ് ജോയിൻ ചെയ്യാനായിട്ട് വരുന്നിങ്ങനെ മട്ടാഞ്ചേരി പാലം കഴിഞ്ഞിങ്ങനെ ഐലൻഡിലേക്ക് വരുമ്പോ ഹാർബർ വർക്ക്സ് എന്നെഴുതി വെച്ചേക്കുന്ന ഒരു സ്ഥലം കണ്ടു. അദ്ദേഹം ഇങ്ങനെ പോയി ഓഫീസിൽ പോയി ഒപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ ലൈബ്രറി ഹാളിൽ അദ്ദേഹത്തിന് ഔദ്യോഗികമായ ഒരു സ്വീകരണം അറേഞ്ച് ചെയ്തപ്പോൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നതാണല്ലോ. അവിടെ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഞാനിങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് വന്നപ്പോൾ ഇവിടെ അപ്പുറത്ത് പോർട്ട് വർക്ക്സ് എന്നും പറഞ്ഞൊരു ബോർഡ് കണ്ട്. എൻ്റെ ധാരണ ഇവിടെ മാത്രമേ വർക്ക് നടക്കുന്നുള്ളൂ എന്നാണ്. അതൊരു ഡിപ്പാർട്ട്മെന്റിന്റെ എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ അദ്ദേഹം എന്തായാലും ഇവിടെ മാത്രമേ ജോലി നടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അദ്ദേഹം പുകവലി ഓഫീസിനുള്ളിലും ഫാക്ടറിക്കുള്ളിലും അതുപോലുള്ള വർക്ക് സൈറ്റിലും പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവന്നു. അങ്ങനെ വലിക്കണമെന്നുള്ളവർക്ക് ഒരു പെട്ടെന്നാണ് അദ്ദേഹം നടപടിയെടുക്കുന്നതിന് വളരെ കർക്കശക്കാരനാണ്. അദ്ദേഹം പെട്ടെന്ന് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ വലിക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക് പ്രത്യേക ഒരു ബൂത്ത് പോലെ ഉണ്ടാക്കി കൊടുക്കുക, അതിന് പുറത്തേക്ക് പോകാനും ഒക്കെ അങ്ങനെ നിയന്ത്രണമായി. ഇതിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയർമാനെ തിരക്കി ആള് ഒരു ട്രേഡ് യൂണിയൻ, ഞാനും ഒരു ട്രേഡ് യൂണിയൻ ഭാരവാഹിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പം ചെയർമാനെ കാണില്ല. തപ്പി ചെന്നപ്പം ചെയർമാൻ മാറി നിന്ന് ഈ ബൂത്തിനകത്ത് നിന്ന് ഓർഡർ ഇട്ട് ചെയർമാൻ തന്നെ പുക വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഹാസ്യവേദിയുടെ ഒരു മാസികയ്ക്ക് ഞാൻ എഴുതിയിട്ടുണ്ടത്. അപ്പൊ ഈ ബാബുപോള് നല്ലൊരു തമാശക്കാരനാണ് ഞാൻ നേരത്തെ പറഞ്ഞുള്ളത്. ഇദ്ദേഹം ഇന്നിപ്പോ പോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ആധുനിക സംവിധാനങ്ങളും അദ്ദേഹം കൊണ്ടുവന്നതാണ്. അതൊന്നും വിസ്മരിച്ചുകൂടാ. അദ്ദേഹം ഇത് പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജപ്പാനിൽ പോയി പോർട്ടിന്റെ ചെലവിൽ തന്നെ ജപ്പാനിൽ പഠിക്കാനായിട്ട് പോയി. ഒരു ദിവസം അങ്ങനെ ജപ്പാനിലുള്ള സമയത്ത് നിയോൺ പട്ടണത്തിലൂടെ സന്ധ്യ എന്ന് പറഞ്ഞ ഒരു രാത്രിയായി നടന്നു പോവുകയാണ്. ഒറ്റയ്ക്ക് നടന്നു പോയപ്പോ പുള്ളി ഒരു പൊതുവേദിയിൽ പറഞ്ഞതാണ് പോർട്ടിന്റെ. നടന്നു പോയപ്പോ ഒരു ദൂരെ കാണുന്ന ഒരു കാഴ്ച അദ്ദേഹം പറയുകയുണ്ടായി. രോമാവൃതമായ ഒരു ഭാഗത്തു നിന്ന് നീണ്ടുവരേണ്ട ഒരു സാധനം പുറപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? രോമാവൃതമായ ഭാഗത്തു നിന്ന് നീണ്ടുവരേണ്ട ഒരു സാധനം പുറപ്പെട്ടു. അറ്റം ചുമന്നിരിക്കുന്നു. ഞങ്ങൾ കേൾവിക്കാരെയൊക്കെ ഒരു വല്ലാത്ത അശ്ലീല ഭാഗത്തേക്ക് നമ്മളെ കൊണ്ടുപോയി. ഞാൻ നടന്ന് അടുത്ത് ചെന്നപ്പോ ഒരു താടിക്കാരൻ സിഗരറ്റ് വലിക്കുകയാണ്. ചുരുട്ട് വലിക്കുകയാണെന്നാ പറയുന്നത്. സിഗരറ്റ് അല്ല, ചുരുട്ട് വലിക്കുകയാണ്. താടിക്കാരൻ രോമാവൃതം നീണ്ടുവരേണ്ട സാധനം അറ്റത്ത് തീ. ഇത് പറഞ്ഞിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടാ പറയാം. നമ്മളെയൊക്കെ ഒരു വല്ലാത്ത അശ്ലീല രീതിയിലേക്ക് പുള്ളി കൊണ്ടുപോയി. അങ്ങനെ പറഞ്ഞു. ഇങ്ങേര് ഒരു സഞ്ചാരപ്രിയനുമാണ്. പോർട്ടിന്റെ വാഹനങ്ങൾ ഉപയോഗിക്കില്ല. എവിടെങ്കിലും ചുറ്റുവട്ടം പോവുകയാണെങ്കിൽ നടന്നേ പോവുള്ളൂ. അങ്ങനെ എറണാകുളത്തേക്ക് പോകുന്നു. ഐലൻഡിൽ നിന്ന് തന്നെ പോർട്ടിന്റെ പേരിൽ നിന്ന് തന്നെ പ്രൈവറ്റ് ബസ് ഉണ്ട്. ഒരു ബസ്സിൽ കയറി ഇങ്ങനെ പോകുന്ന സമയത്ത് ഓരോരുത്തരും ഇറങ്ങേണ്ട സ്റ്റോപ്പിന്റെ പേര് പറഞ്ഞ് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഒരാള് പറഞ്ഞ് ദീപ എന്ന് പറഞ്ഞിട്ട്, ഒരു ലേഡിയാണ്, ദീപ എന്ന് പറഞ്ഞ് പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങി. തൊട്ടപ്പുറത്ത് ആള് നിന്നപ്പോ ഒരു പറഞ്ഞു മേനക എന്നും പറഞ്ഞ് പൈസ കൊടുത്തു. ബാബുപോള് സാറിന്റെ അടുത്ത് വന്നപ്പം ഇദ്ദേഹം പൈസ കൊടുത്തിട്ട് പറഞ്ഞ് ബാബുപോളെന്ന് പറഞ്ഞു. അപ്പൊ കണ്ടക്ടർ ഇങ്ങനെ നോക്കിയിട്ട് അത് സാറിന് എവിടെ ഇറങ്ങണ്ട? അല്ല, അവരുടെ പേര് പറഞ്ഞു, ദീപ എന്ന് പറഞ്ഞു. ഇവര് മേനക എന്ന് പറഞ്ഞു. ഞാൻ എന്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞു. അല്ല സാറേ, അതൊക്കെ ഓരോ ബസ് സ്റ്റോപ്പിന്റെ പേരാന്ന് പറഞ്ഞു. ഈ ബാബുപോള് അങ്ങനെ തന്നെ വൈറ്റിലേക്ക് പോകുന്നുണ്ട്. വൈറ്റിലേക്ക് ഒരു ദിവസം ഇങ്ങനെ പോയി. അപ്പൊ ബസ്സുകാരെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, വൈറ്റിലുണ്ടോ എന്ന്. അപ്പൊ ബാബുപോള് സാറ് പെട്ടെന്ന് ഇവരുടെ കൃത്യനിഷ്ഠതയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു പോയി. വലിയൊരു റോഡിന് ഒരു കട്ടറോ അല്ലെങ്കിൽ ഒരു
ഹംബോ വരാൻ പോവുകയാണ്, വയറ്റിലുള്ളവർക്ക് അപകടം ഉണ്ടാവും, അതാണ് ഈ വയറ്റിലുണ്ടോ എന്ന് വിളിച്ചു പറയുന്നതെന്ന് അദ്ദേഹം ചിന്തിച്ച്. പക്ഷെ എന്താ, വയറ്റിലേക്ക് ആളിറങ്ങാനുണ്ടോന്ന് ഈ ചെക്കർ വിളിച്ചു ചോദിക്കുന്നത്, വയറ്റിലുണ്ടോ എന്ന്. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ബാവക്കോട് ഈ പുകവലി നിയന്ത്രണം ഏർപ്പെടുത്തിയ സമയത്ത് വളരെ വിജിലൻസ് CISF സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ വിജിലൻസുകാരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓർഡർ തെറ്റിക്കുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ കഥാപാത്രമായ ഈ ബെന്നിയെ എടുത്തു പറയാൻ കാരണം അദ്ദേഹം വളരെ സവിശേഷമുള്ള ഒരാളാണ്. ആ ബെന്നി ഈ നോർത്ത് എൻഡ് എന്ന ഐലൻഡിന്റെ വടക്കേ അറ്റമാണ് നോർത്ത് എൻഡ്. അവിടെയാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് ഉള്ളത്. അവിടെ ഒരു ആവശ്യത്തിന് വന്നു. പോകുന്ന വഴിക്ക് ഇയാൾ ഒരു ചെയിൻ സ്മോക്കറാ ഈ ബെന്നി. നമ്മുടെ ബാവുപ്പോളും ചെയിൻ സ്മോക്കർ ആയിരുന്നു. അദ്ദേഹം പലപ്പോഴും ഏലക്ക വായിലിട്ടുകൊണ്ട് നടക്കും. നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പറയും ഏല ശീലവാക്കൂ എന്ന ഏലം ബോർഡിന്റെ പരസ്യം ഉണ്ടായിരുന്നു ആ കാലത്ത്. അന്ന് ഏലം ബോർഡായി, ഇപ്പൊ സ്പൈസസ് ബോർഡായി. ഏലം ബോർഡിന്റെ പരസ്യമുണ്ട്, ഏലം ശീലമാക്കൂ എന്ന്. അതുപോലെ ഞാൻ ശീലവാക്ക, പോവലിക്കാൻ തോന്നുമ്പോൾ ഞാൻ ഈ ഏലക്കയിട്ട് വായിലിട്ട് ചവയ്ക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബെന്നി നോർത്തിന്റെ ഓഫീസിൽ ഒരു ആവശ്യത്തിന് വന്നപ്പം ഗേറ്റിന് ഇയാൾ വലിച്ചുണ്ടാവുന്നത്, വലിച്ചവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചു വരയ്ക്കുക. ഈ ബഹുനില കെട്ടിടത്തിലൊക്കെ നോക്കി. ഇപ്പൊ ഒരാൾ അടുത്ത് വന്നു, തോളത്ത് തട്ടി പരിചയപ്പെട്ടു. എന്താ നിങ്ങളുടെ പേരെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ബെന്നി സെക്ഷനിലെ വർക്ക് ചെയ്യുന്ന പറഞ്ഞു. വീട് എവിടെ അതും പറഞ്ഞു. അതെല്ലാം പുള്ളി നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്, ഇത് നോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ മനസ്സിൽ ഫീഡ് ചെയ്യുക. അതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ വിജിലൻസുകാരനാണ്, പുകവലിക്കുന്നത് ഒരു ഓഫീസ് പെർമിഷൻ പരിസരത്ത് പുകവലിക്കുന്നവരെ നോട്ട് ചെയ്യാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്ന വിജിലൻസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ അതും ഒരു തൊഴിലാളി ഫലിതമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമായിരുന്നു എന്ന്. അപ്പൊ ഈ ഷിപ്പിന്റെ നിരവധി പൈപ്പുകളുണ്ട്. അതൊക്കെ അഴിച്ചിട്ട് തുരുമ്പ് മാറ്റിയിട്ട് റീവെൽഡ് ചെയ്ത് പെയിന്റ് ചെയ്ത് പിടിപ്പിക്കും. അപ്പോൾ അതിന് നിയോഗിച്ച ഒരു തൊഴിലാളി അശോകൻ എന്നാണ് അയാളുടെ പേര് പറഞ്ഞാൽ അവരന്ന് ഈ ഗ്രൂപ്പ് വരാൻ പറ്റില്ലാത്തത് കൊണ്ട് അയാൾ എക്സ് സർവീസ്മാൻ ആയിരുന്നു. സർവീസിൽ നിന്ന് റിട്ടയർഡ് ചെയ്തതിന് ശേഷം വീണ്ടും ജോലിക്കുള്ള സമയമുള്ളത് കൊണ്ട് പോർട്ടിൽ കിട്ടിയതാണ്. അപ്പൊ അദ്ദേഹത്തെ ഇതുപോലുള്ള പൈപ്പ് പോസ്റ്റ് ഓഫീസ് റെഡ് പെയിന്റ് എന്ന് പറയും. അതായത് പോസ്റ്റ് ഓഫീസിന്റെ ബോക്സിൽ അടിച്ചിരിക്കുന്ന കളർ, അതാണ് പ്യൂർ റെഡ് എന്ന് പറയുന്നത്. ഓരോ കളർ ഐഡന്റിഫിക്കേഷൻ ഉണ്ട് ഓരോ പൈപ്പിനും. ആ പൈപ്പ് ഈ നിറത്തിൽ പോകുന്ന പൈപ്പിനകത്തൂടെ പോകുന്നത് ഇന്ന ദ്രാവകം എന്നൊക്കെ തിരിച്ചറിയാനാണ് കളർ ഐഡന്റിഫിക്കേഷൻ. അപ്പൊ ഈ പ്യൂർ റെഡ് പൈപ്പ് അടിക്കണം. അത് വേണമെങ്കിൽ ഞാനായിട്ട് കൂട്ടിക്കോളൂ. ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ഏൽപ്പിക്കുന്ന ആള് ഈ PO അടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞു. ഈ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ വൈകിട്ട് 1 മണിക്കൂറൊക്കെ പെർമിഷൻ അനുവാദത്തോടു കൂടി പോകാം. അതിന് നമ്മളൊരു സ്ലിപ്പ് എഴുതി ഒപ്പിട്ട് കൊടുക്കും. ഗേറ്റിൽ അത് കാണിക്കുമ്പോൾ അവർ വിടും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇയാൾക്ക് ഈ അടിക്കുന്ന അശോകന് അന്ന് ഒന്ന് വീട്ടിൽ 1 മണിക്കൂർ നേരത്തെ പോകണം എന്നൊരാഗ്രഹം വന്നു. ഇങ്ങനെ വന്നു, പെർമിഷൻ ചോദിച്ചു. ആട്ടെ, എത്ര അടിച്ചു? അശോകൻ എത്ര? ഞാൻ 2 അടിച്ചു. ഇത്ര സമയമായിട്ട് 2 അടിച്ചോളൂ? അല്ല സാറേ, മാസാവസാനം ആയില്ലേ, 2-ന് പൈസ ഉണ്ടായുള്ളൂ. അതായത് ഇന്റർവൽ സമയത്ത് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം, തോമ്പടിയിലൊക്കെ പോകാം. അവിടെ തൊട്ടടുത്ത് ബാറുണ്ട്. ഈ ഐലൻഡിൽ തന്നെ വടക്കേറ്റം തെക്കേറ്റം ബാറുണ്ട്. അപ്പൊ ഇയാള് മാസം അവസാനം ആയതുകൊണ്ട് പൈസ കുറവായതുകൊണ്ട് 2 വീശിയുള്ളൂ. മദ്യം കടിച്ച കാര്യം പുള്ളി പറഞ്ഞു. ഞാൻ ചോദിച്ചത് പൈപ്പ് അടിച്ച കാര്യമാണ്. എത്ര പൈപ്പ് അടിച്ചതെന്ന് ചോദിച്ചത്. പുള്ളി പറഞ്ഞു ഞാൻ 2 അടിച്ചുള്ളൂ, അത് പൈസ കുറവായതുകൊണ്ടാണ്. അല്ല, ഞാൻ ചോദിച്ചതേ നിങ്ങൾ അതടിച്ചതല്ല, പൈപ്പ് എത്ര അടിച്ചു എന്ന്. അതോ സാറെന്നെ ഏൽപ്പിച്ചെത്ര ഞാൻ അടിച്ചു. ഇങ്ങനെ നിരവധി ഫലിതങ്ങൾ നമുക്ക് പറയാറുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർക്ക് കൂടെ അവസരം വേണം എന്നുള്ളത് കൊണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. വേണമെങ്കിൽ പിന്നീട് സമയം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആവാം. നമസ്കാരം. ശ്രീ GK പിള്ള സാറിന് നർമ്മകേരിയുടെ നന്ദി അറിയിക്കുകയാണ്. ശ്രീ AS ജോബി എത്തിയിട്ടുണ്ടോ? AS ജോബി കയറിയോ? പ്രദേശമൊക്കെ സംസാരിക്കാമോ ജോബി? ഞാൻ സംസാരിക്കാം. ക്ഷമിക്കണം, അതിനു മുമ്പ് ഒരു അഭ്യർത്ഥനയുണ്ട്. ഞാൻ ഷൂട്ടിങ്ങിലാണ്. ഇപ്പൊ ഒരു ചെറിയൊരു സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, സീരിയലിലാണ്. അപ്പൊ താഴെ നടക്കുകയാണ്, ഞാൻ മുകളിലോട്ട് കയറി ഇന്ന് സംസാരിക്കുകയാണ്. അതിന്റെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ അവിടെ നിന്ന് ഓടി വന്നതാണ്.
ഇല്ല, ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. സംസാരിച്ചോട്ടെ, DK സാർ സംസാരിച്ച് കേൾക്കാൻ പറ്റിയത് എന്തെല്ലാം പറഞ്ഞില്ല. എന്തായാലും തൊഴിലാളികളുടെ മാസമാണല്ലോ, തൊഴിലാളി ചിരികളാണ് കൂടുതലും വരുന്നത്. ഞാൻ ഈ തൊഴിലാളി മാസം കഴിഞ്ഞ മെയ്യിലായിരുന്നു എന്റെയും റിട്ടയർമെന്റ്. അപ്പൊ ഞാൻ റിട്ടയർ ചെയ്യാനായിട്ട് എന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു ഈ സമയത്ത് റിട്ടയർ ചെയ്യാനായിട്ട്. അപ്പൊ ചെയർമാൻ എന്റെ ഓഫീസിലാണ്, ഞാൻ റിട്ടയർ ചെയ്യുന്നത് കാണാനായിരുന്നു അദ്ദേഹം വന്നത്. അപ്പൊ അതിന്റെ ഉദ്ഘാടനവും അദ്ദേഹം തന്നെയായിരുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ജോബി പെൻഷൻ പറ്റുകയാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇത്ര വേഗം ഞാൻ പിന്നെ ചെയർമാൻ ആയപ്പോ തന്നെ ജോബി പെൻഷൻ പറ്റുകയാണോ? നമുക്ക് പെൻഷൻ നിലവിലായില്ല, അത് ആയിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്റെ മറുപടി പ്രസംഗത്തിന് പറഞ്ഞു, ഞാൻ സാറ് പെൻഷനായി എന്ന് പറഞ്ഞു, പെൻഷനാക്കി എന്നുള്ളതാണ്. പെൻഷൻ പറ്റിയെന്നല്ല, പെൻഷൻ പറ്റി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പെൻഷൻ പറ്റിച്ച് എന്ന് പറയുന്നതായിരിക്കും ശരി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതിന് ഞാൻ അദ്ദേഹത്തിനോട് ഒരു മറുപടി പറഞ്ഞത്. പിന്നെ കാണുമ്പോഴും അദ്ദേഹം സൂചിപ്പിക്കും, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് അന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. പിന്നെ ഓഫീസ് പരിതങ്ങളിൽ എനിക്ക് പറ്റിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. കേൾക്കാമല്ലോ അല്ലേ? ഒരിക്കലേ സംസാരിക്കുന്നില്ലാത്തവരൊന്ന് മ്യൂട്ട് ചെയ്യണേ. പറഞ്ഞോട്ടെ. ഒരിക്കലേ ഒരു പ്രോഗ്രാം കൊല്ലത്താണ്. അപ്പോ 5 മണിക്ക് ശേഷമാണ്. അപ്പോ മാനസൻ എന്ന് പറഞ്ഞ അടുത്തൊരു കൂട്ടുകാരനാണ്. അപ്പൊ മാനസന് എന്നെ കൊണ്ടുപോകണം. അപ്പൊ വഴുതക്കാട് ഓഫീസിലായിരുന്നു. അപ്പൊ നേരത്തെ കൊണ്ടുപോകണമെങ്കിൽ 3 മണിക്ക് മുമ്പ് തന്നെ അവിടെ നിന്ന് ഇറങ്ങണം. ഒരു 2:30 ആയപ്പോ അദ്ദേഹം വന്നു. പക്ഷെ മാനേജർ ഇപ്പം ചൂടനാണ്. അപ്പൊ എങ്ങനെ പറഞ്ഞു പോവും എന്നുള്ളത് അറിയില്ല. കാരണം പറഞ്ഞാൽ വിടില്ല. കാരണം ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ഡസനിൽ തന്നെയായി ഈ മാസത്തിൽ നിന്ന്. അപ്പൊ എന്ത് പറഞ്ഞു പോകും എന്നുള്ളത് അറിയില്ല. അപ്പം അദ്ദേഹത്തിന്റെ എന്റെ പേരെ മാടൻ എന്നാണ്. കണ്ടാലൊരു മാട് പോലെ തന്നെയാണ്. അപ്പൊ അദ്ദേഹം കാണുമ്പോഴേ നമ്മൾ ചോദിക്കാൻ തോന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ പൈസ മുങ്ങാം, ഒരു നാരങ്ങയുള്ള ചായ കുടിക്കാൻ പോകുന്ന എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ മുങ്ങാം എന്ന് പറഞ്ഞു. 2:30 ആയപ്പോഴത്തേക്ക് മാനസൻ വന്നിനി എന്നെ കൊണ്ട് വിളിച്ചപ്പോ ഞാൻ പതുക്കെ സ്കക്കി ഇറങ്ങി പോകുന്നതിനിടയിൽ ഈ ക്യാബിനകത്തിരുന്നുകൊണ്ട് അദ്ദേഹം കണ്ടു. ക്യാബിൻ വഴിയാണ് പോകാൻ. അപ്പൊ കണ്ണാടി കൂട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ വേണം പോകാൻ. എന്നെ കൈകെട്ടി വിളിച്ച് എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. ഇദ്ദേഹത്തിന്റെ ഈ മാടനെ പോലിരിക്കുകയല്ലേ, ഇദ്ദേഹത്തിന്റെ ഈ രൂപവും ഇദ്ദേഹത്തിന്റെ ഈ ചോദ്യമൊക്കെ കേട്ടപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു, കൊല്ലം വരെ പോയിട്ടാ പറഞ്ഞു. ഇപ്പൊ കൊല്ലം വരെ പോയിട്ടാ വരുന്ന ോട്ട് കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഉള്ളത് കാര്യം പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അറ്റൻഷൻ ഒക്കൂട്ടിട്ട് നീ കൊല്ലത്ത് പോയി എന്തെങ്കിലും അവിടെ ഒരു സംഭവിച്ചാൽ ഞാനാണ് ഉത്തരം പറയേണ്ടത്. അകത്തോട്ട് കയറി ഇരിക്കാൻ പറഞ്ഞു. 5 മണിക്ക് ശേഷം പോയാൽ മതി. ചെന്നിരുന്നു. അങ്ങ് ദൂരം ചെന്നിരുന്നിട്ട് ഞാൻ എന്ത് പറയും? പതുക്കെ മാനസനെ വിളിക്കാനായിട്ട് അന്ന് ഈ മാനസൻ എന്ന് ഈ മൊബൈലിലെടുത്ത് വിളിച്ചത് മാനേജറെന്നായി. വന്നത് മാനേജറാണ്. ഞാൻ എടുത്തു വെച്ചോടം പറഞ്ഞു, ആ മാടം വിടുന്നില്ലടേ. അപ്പൊ ഇദ്ദേഹമാണ് കേൾക്കുന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ വിടുന്നില്ലേ. അപ്പൊ എന്നിട്ട് ഞാൻ വെച്ചോട് നോക്കിയപ്പോഴത്തേക്ക് അദ്ദേഹം ചിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ നോക്കി പല്ലിലേക്ക് കേട്ടോണ്ടിരിക്കുകയാണ്. അവിടെ ഫോൺ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം എന്നെയാണ് ഞാൻ പറയുന്നതാണ് അദ്ദേഹം കേൾക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇഞ്ചിക്കുന്ന ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ എന്നാ അടുത്ത ഡയലോഗ്. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു, അങ്ങനെ കാറ് അവിടെ കിടപ്പുണ്ട്, ഇന്ന കാറാണ്, അതൊന്ന് പഞ്ചറാക്കിയിട്ട് ഇങ്ങേരിന്നൊന്ന് പോണത് കാണണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ചിരി ഫോണിലൂടെ വന്നു. നോക്കിയപ്പോ അയ്യോ നാനാരുടെ ചിരിയാണല്ലോ. നോക്കിയപ്പോ ഡേ ജോബി നീ വാ, പിന്നെ അത്രയേ ഉള്ളൂ. ഞാൻ സോറി സാർ റോങ് നമ്പർ എന്ന് പറഞ്ഞു വെച്ച് പിന്നത്തെ അവസ്ഥ ആലോചിക്കാമല്ലോ. അങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് ഞാൻ ഓർമ്മ വരികയാണ്. പിന്നെ ഒരിക്കല് ഒരു അസിസ്റ്റന്റ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ റിട്ടയറായി പോവുകയാണ്. റിട്ടയറായി പോകുന്ന അന്നത്തെ ദിവസം അന്ന് MD-യും വരുന്നുണ്ട്. അന്ന് MD ട്രിവാൻഡ്രത്തുള്ളതുകൊണ്ട് അദ്ദേഹം നമ്മുടെ ബ്രാഞ്ചിലോട്ട് കയറുന്നുണ്ട്. ഫംഗ്ഷൻ വളരെ MD-യും കൂടെ വരുന്നതുകൊണ്ട് വളരെ വിപുലമാണ്.
വളരെ വിപുലമാക്കി. സാധാരണ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവസാനം ഒരു ആഘോഷം ഉണ്ടാകും. കാരണം ആഘോഷത്തിന് ഏറ്റവും തൽപരനായിരുന്നു മാനേജർ. അതൊരു കുപ്പിയിലൊക്കെ അവസാനിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിൽ വളരെ തൽപരനായിരുന്നു മാനേജർ. അപ്പൊ അതെല്ലാം നമ്മുടെ ഒരു ആഘോഷ കമ്മിറ്റി തന്നെ ഉണ്ട്. ആഘോഷ കമ്മിറ്റിയുടെ ആഘോഷ കമ്മിറ്റി എന്നാണ് ഒരാളെ വിളിക്കുന്നത്. അതിലെ ഒരു പ്രധാന കക്ഷിയാണ്. അതേ കാര്യങ്ങളൊക്കെ ശരിയാക്കിയൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതേ ദിവസം എനിക്കൊരു ഷൂട്ടിങ് ഏഷ്യാനെറ്റിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഒരു മണിക്കൂർ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ MD ക്കാണെങ്കിൽ എന്നെ വലിയ കാര്യമാണ്, വന്നുള്ളത് എന്നെ അന്വേഷിക്കുമെന്ന് എനിക്കറിയാം. വന്നാൽ നിന്നെ അന്വേഷിക്കുള്ളൂ, കാരണം മാനേജറിനെക്കാൾ എൻ്റെ വലിയ കാര്യമല്ല, സ്നേഹമായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് വരും. പക്ഷെ അവിടെ പോയപ്പോ ഒരു മഴ വല്ലാതെ വന്നു. അപ്പൊ ഷൂട്ടിങ് നീണ്ടു പോവുകയാണ്. സമയത്തിന് തന്നെ ഈ ഇതും തുടങ്ങി. MDയും കറക്റ്റായിട്ട് എത്തി. അപ്പോൾ ഫംഗ്ഷൻ തുടങ്ങി. എല്ലാവരും MDയും അടുത്ത മാനേജറും ഒക്കെ ഇരിക്കുകയാണ്. അപ്പോ ഞാൻ വരുന്നില്ല. എന്നെ കാണാത്തതുകൊണ്ട് ഇദ്ദേഹം എത്തി നോക്കി എന്നെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഇവൻ എവിടെ ഇതാണ് കാണിക്കുന്നത്? ഈ സ്മോൾ, ഞാൻ സ്മോൾ ആയതുകൊണ്ട് സ്മോൾ കാണിക്കുകയാണ്. എവിടെ വരാൻ പറഞ്ഞു. ഇപ്പൊ യുവമാർ വിചാരിച്ച് മറ്റേ സ്മോൾ എടുത്തോണ്ട് വരാനാണ്. ഇവിടെന്ന് MDയുടെ മുമ്പേ പിടിച്ചു നിൽക്കാനാണ്. നല്ല മഴയുവാണല്ലോ. അപ്പൊ മനസ്സിലായി. അങ്ങനെ ചോദിക്കും, ഇപ്പൊ ഈ സമയത്താണോ ചോദിച്ചത്? ഇപ്പൊ എന്ത് ചെയ്യും? ഉടനെ ഒരു കരിക്കില് രണ്ടെണ്ണം എടുത്തു. ഒരു MDക്ക് ഒരെണ്ണം എടുത്തു, മറ്റേതിനകത്ത് ഇവനും എല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന്. അപ്പൊ മാറിപ്പോയ അതിനേക്കാൾ ആപത്താണ്. ഇതും വൈറ്റ് സംഭവം തന്നെ കൊടുത്തു. ഇദ്ദേഹം ഒരു ഇറക്കിറക്കും. ഇയാൾക്ക് മനസ്സിലായി ഇന്നതാണ് സാധനം. ഹ്യൂമർക്ക് ഇടയിലാണ് കൊണ്ടുവരാക്കേണ്ട, വേറെ അങ്ങനെ വെല്ലുവിളിക്കാൻ ഇദ്ദേഹം പെട്ടെന്ന് അകത്താക്കി ഉണ്ടാതിരിക്കുകയാണ്. പിന്നെയും നോക്കുന്നു, എന്നെ കാണാനില്ല. പിന്നെയും എവിടെ ഇത് കാണിക്കുകയാണ്. അങ്ങനെ പിന്നെയും ചോദിക്കില്ല. എന്ത് ഈ സമയത്ത് തന്നെ ചുരുക്കം പറഞ്ഞ എന്നെ ചോദിക്കുന്നതിനനുസരിച്ച് ഇവരിത് കൊടുത്തോണ്ട് വരും. കുറെ കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു. എല്ലാരും പൊക്കഴിഞ്ഞു. ഇവർ താടിക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോ മേശപ്പുറത്ത് മാനേജർ ഈ അവസ്ഥയിൽ കിടക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് ഓർമ്മ വന്നു. ഈ ചിരികളുടെ, അപ്പൊ തൊഴിലാളികളുടെ ചിരികളെ പറ്റി പറയുമ്പോ എനിക്ക് പെട്ടെന്ന് ഞാൻ തന്നെ ആലോചിച്ചപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ നാരായണത്ത് ഭ്രാന്തനായിരുന്നു. ഒരുപക്ഷെ ആദ്യത്തെ ചിരി അതായിരിക്കും. തൊഴിൽ ചെയ്ത് അധ്വാനിച്ച് കൂട്ടി കൊണ്ടുവന്നിട്ട് ഇത് തള്ളിയിട്ടിട്ട് ഇതൊന്നും അല്ലടേ എന്ന് പറഞ്ഞുള്ള ഒരു പരിഹാസ ചിരിയുണ്ടല്ലോ, നാരായണ ഭ്രാന്തന്റെ ഒരു ചിരി. തൊഴിലാളിയുടെ ചിരി പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ ഒരു ചിരിയാണ്. അതുപോലെ തന്നെ ഈ അതുപോലെ അധ്വാനിച്ച് കൊണ്ടുവന്ന ഒരു സംഭവം എനിക്ക് പെട്ടെന്ന് ഓർമ്മ, തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം എത്രയോ വർഷം കൊണ്ട് അധ്വാനിച്ച, അദ്ദേഹത്തിന്റെ അധ്വാനം കുറെ അധ്വാനിച്ച് കൂട്ടിയ എന്താണ് അതിന് പറയുന്നത് എന്താണ്, ലൈബ്രറി ഇലക്ട്രിക് ബൾബ് ഇലക്ട്രിക് ബൾബ് ലബോറട്ടറി. ഈ ബൾബ് കണ്ടുപിടിച്ചതാണ് അദ്ദേഹം. ബൾബ് എന്നുള്ളതല്ല, പല കാരണം ഇദ്ദേഹം കണ്ടുപിടിച്ച ഒരുപാട് എത്രയോ വർഷം, 10-30 വർഷം ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം അവസാനം ഒരിക്കൽ ഇത് കത്തുകയാണ്. ഈ പരീക്ഷണശാല, ലൈബ്രറി, ലബോറട്ടറി, ഈ പരീക്ഷണശാല കത്തുകയാണ്. ഇത് കത്തി ഇങ്ങനെ നിൽക്കുന്ന ഇദ്ദേഹം കാണുകയാണ്. ഇദ്ദേഹം അന്താളിച്ച് നിൽക്കുമ്പോ കൂടെ ഉണ്ടാകുന്ന സഹപ്രവർത്തനോട് പറഞ്ഞു, പെട്ടെന്ന് നിന്ന് ഭാര്യയെ വിളിച്ചുകൊണ്ട് വരാം. അപ്പൊ ഇവരെന്തം വിട്ടു, ഭാര്യ വന്നാൽ അണയ്ക്കാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ, പെട്ടെന്ന് എന്തെങ്കിലും മാർഗം ഇല്ല. ഭാര്യ ഇങ്ങനെ ഇത്രയും കൂടുതൽ കത്തി കൊണ്ടിരിക്കുന്ന ഒരു സംഭവം കണ്ടിട്ടില്ല. ഭാര്യയെ കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം അത്രയും നാരായണത്ത് ഭ്രാന്തനെ പോലെ അത്രയും ഒരു തമാശയായിട്ട് അത് കണ്ടു എന്നുള്ളതാണ് അതിന്റെ ഒരു ചിരി ഓർമ്മ വരുന്നത്. പിന്നെ എന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ ഈ നമ്മുടെ വർക്കിന് തന്നെ ഹാർഡ് വർക്ക് കൊണ്ട് സ്മാർട്ട് വർക്ക് കൊണ്ടല്ല. എന്താണ് ഹാർഡ് വർക്ക്, എന്താണ് സ്മാർട്ട് വർക്ക്? ഞാൻ പണ്ട് പ്രൊഡക്റ്റിലേക്ക് പഠിച്ചിരുന്നപ്പോ അക്കൗണ്ടൻസി ആയിരുന്നു. അക്കൗണ്ടൻസിക്ക് ടാലി ചെയ്യാനായിട്ട്, ബാലൻസ് ടാലി ചെയ്യാനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ച് ഇരുമ്പോ തന്നെ ആൻസർ ചെയ്ത് കാണിക്കുന്ന രവി എന്ന് പറഞ്ഞൊരു വിഷയം. ഇവൻ ഒരു രക്ഷയില്ല, ഭയങ്കര സ്പീഡാണ്, ഭയങ്കര കാണിക്കും.
അപ്പൊ അവനെ ഇങ്ങനെ പെട്ട് മണ്ടന്മാരെന്ന് പറഞ്ഞ് നമ്മളെ മുദ്ര കുത്തിയിട്ട് ഇവരെ എപ്പോഴും പോയിട്ടുള്ള ഒരു പതിവുണ്ട്. അവസാനം ഇതിനൊരു തടങ്ങ് ഇടണമല്ലോ, ഇത് പണി കെട്ടണമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ഒരു ഇത് കണ്ടുപിടിച്ചു. ഈ ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനെ ആരെങ്കിലും വിളിക്കും, അങ്ങോട്ട് മാറുമ്പോൾ ഞാൻ 0 ഏതെങ്കിലും ഒന്നിട്ടം കഴിക്കും. ഇവൻ ഒരിക്കലും ജാതിയാവുന്നില്ല. ഇവന്റെ പേപ്പറിൽ ഏതെങ്കിലും ഒരു സംഖ്യയിൽ ഞാൻ ഒരു 0 കൂടെ കേൾക്കും. ഇവൻ ജാതിയാകുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹാർഡ് വർക്ക് എന്താണ്, സ്മാർട്ട് വർക്ക് എന്താണ്. അത്തരമൊരു സ്മാർട്ട് വേലയെ കാണിച്ചിട്ടാണ് ഞങ്ങള് അവനേക്കാളും മുമ്പേ എത്തിയിരുന്നത് എന്നുള്ളൊരു സംഭവം ഞാൻ ഓർമ്മ വരുന്നത്. പിന്നെ തൊഴിലാളികളുടെ സംഭവങ്ങൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഞാനൊരു അഭിനേതാവായ ഒരു സിനിമാക്കാരനെന്നുള്ള നിലയിൽ എനിക്ക് ഓർമ്മ വരുന്നത് എപ്പോഴും ചാർലി ചാപ്ലിന്റെ അദ്ദേഹത്തിന്റെ ഒട്ടുമുക്കാൽ സിനിമയും തൊഴിലാളികളുടെ അവസ്ഥകളെ കുറിച്ചാണ് അദ്ദേഹം കാണിക്കുന്നത്. ഏത് സിനിമയെന്നറിയില്ല, എനിക്കൊരിക്കലും ഞാൻ കണ്ട സിനിമയില് ഒരു ഇയാളിങ്ങനെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ലോറി തടി കൊണ്ടുപോവുകയാണ്. തടിയുടെ ബാക്കിൽ ഒരു ചുവന്ന കൊടി, അപായ കൊടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇയാൾ നടന്നു പോയി കൊടി തറയിൽ വീണു. അപ്പൊ ഇദ്ദേഹം ഓടി ചെന്ന് കൊടി എടുത്തിട്ട് ഈ ലോറിയുടെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓടുകയാണ്, ഇത് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട്, കൊണ്ടുവന്ന് അതിൽ വെക്കാനായിട്ട്. അപ്പൊ ഓടിയപ്പോ ഒരു വളവ് തിരിഞ്ഞ് ലോറി അങ്ങ് പോയി. ലോറിയെ കണ്ടില്ല. ഇയാൾ ഈ കൊടിയെ പിടിച്ചോണ്ട് ഇങ്ങനെ നോക്കുകയാണ്, ചുറ്റും നോക്കി പതുക്കെ നടക്കുകയാണ്, എവിടെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു വലിയൊരു ജാഥ വരുന്നുണ്ട്, ഇതുപോലെ ചുവന്ന കൊടിയും പിടിച്ചൊരു വലിയ ജാഥ വരുന്നുണ്ട്. ഈ ജാഥയിൽ കൂടെ ഇയാൾ ഫ്രണ്ടിലായി ഇയാൾ ഈ കൊടിയും പൊക്കി പിടിച്ചുകൊണ്ട് ലോറി അന്വേഷിച്ച് പോകുന്ന അദ്ദേഹത്തിന് ജാഥയുടെ ഫ്രണ്ടിലായി നേതാവായിട്ട് കൊണ്ടുപോവുകയാണ്. അവസാനം പോലീസ് പിടിച്ച് നേതാവിനെ തന്നെ ആദ്യമായി ചാടിക്കയറി പിടിച്ചു കൊണ്ടുവന്ന് അകത്താക്കുന്ന ഒരു അവസ്ഥ. അത് തൊഴിലാളികളുടെ ഒരു അവസ്ഥ ഇത്രയും രസകരമായിട്ട് കാണിച്ച ഒരു സംഭവം ഞാൻ ഓർത്തു. അതുപോലെ മോഡേൺ ടൈംസിൽ അതും എനിക്കിങ്ങനെ ഓർമ്മയുണ്ട്. മോഡേൺ ടൈംസിൽ അദ്ദേഹം ഈ മോഡേൺ ടൈം ഈ ഒരു കാലം ഇങ്ങനെ വന്ന് ആഹാരം മുതലാളിമാർക്ക് കൊടുക്കാൻ, ആഹാരം ഈ ഉരുട്ടി കഴിക്കാൻ, എടുത്ത് കഴിക്കാൻ പോലും അതിന് തന്നെ ഒരു പരിഹാരം മെഷീനിലൂടെ കാണുകയാണ്. അപ്പോ ഇതൊക്കെ വന്നിട്ട് തിന്നുന്ന ഒരു ഈ ആഹാരം വരും, ഇത് തിന്നുന്ന ഒരു മെഷീനെ കണ്ടുപിടിച്ചു. അപ്പൊ ആ മെഷീന് പരീക്ഷിക്കുന്നത് ഇദ്ദേഹത്തിനെയാണ്. മറ്റേ ലൈക്ക എന്ന് പറഞ്ഞ പട്ടിയാണല്ലോ ബോർഡിൽ ശൂന്യാഴ്ചത്തെ കയറ്റി വിട്ടത്. അതുപോലെ ഇയാളെ കയറ്റി പരീക്ഷിക്കുന്ന ഒരു രസകരമായ ഒരു സംഭവമാണ്. ഇയാൾ ഇതെല്ലാം തെറ്റുമ്പോ ഈ അടിയാണ്, ഇയാൾക്ക് ഈ അടി തെറ്റുമ്പോഴുള്ള അവസ്ഥകൾ അങ്ങനെ രസകരമായ സംഭവം. അതുപോലെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ ജോലി ചെയ്ത് ഇയാളെ ഒരു പലതരം സ്ക്രൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ സ്ക്രൂവിനെ മുറുക്കുന്ന ഒരു സാധനം, ഇങ്ങനെ മുറുക്കി വിടുന്ന ഒരു സാധനമാണ് ഇയാള് ചെയ്യുന്നതിനാണ്. അപ്പൊ ഈ മുറുക്കി അപ്പൊ ഇതിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഓരോ ഇതും ഇയാളിങ്ങനെ സ്പാനർ വെച്ചിട്ട് മുറുക്കി, 2 സ്പാനർ എന്റെ കയ്യിലുണ്ട്, മുറുക്കി ഇങ്ങനെ വിടുന്നതാണ്. അങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കഴുത്ത് തുറഞ്ഞാൽ പോകും. പിന്നെ അങ്ങനെ ചെയ്ത് വരുന്ന ആ സ്പീഡും, പിന്നെ ഇത് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴും അദ്ദേഹം ഇറങ്ങി പോകുന്ന എങ്ങനെയാണ് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ജോലി പോലും അതുപോലെ ആയിപ്പോയി എന്ന് പറഞ്ഞൊക്കെ കാണിക്കുന്ന രസകരമായ. അതുപോലെ ഒരു സ്ത്രീ പോകുമ്പോ അവരുടെ ബസ്സിലുള്ള 2 ബട്ടൺ ഇങ്ങനെ വെച്ചു, ഇത് കണ്ടോണ്ട് ഇയാൾ ഇത് കൊണ്ട് ഓടുക. കാരണം ഇവിടെ കണ്ടാലും ഇത് പിടിച്ച് തിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള രസകരമായ സംഭവങ്ങളും തൊഴിലാളികളെ തന്നെ അദ്ദേഹം ഇത്രയും രസകരമായ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു പിന്നെ തൊഴിലാളികളുടെ ഒരു റിക്രൂട്ട്മെന്റ് സ്ഥലം. അപ്പൊ ഇങ്ങനെ ഇയാൾ ഇതിനകത്ത് പെട്ടുപോയി ഇങ്ങനെ വന്നാൽ ഗേറ്റിൽ തള്ളി പോകണം. അപ്പൊ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവരൊക്കെ അങ്ങ് കിടക്കുകയാണ്. ഇയാൾ എങ്ങനെയോ ഇതുകൊണ്ട് അടുത്താകുമ്പോഴത്തേക്ക് അദ്ദേഹത്തോടു കൂടി അത് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം അതിനകത്താകുന്നു. അപ്പൊ ഒരു ചെറിയ ഗേറ്റിലൂടെ ഇത്രയും ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, അകത്തോട്ട് പോകാൻ അടുത്ത കട്ടിയാളെ കാണിക്കുന്നത് ഒരു പന്നിക്കൂടിനകത്ത് പന്നിക്ക് ആഹാരം വെച്ചിരിക്കുകയാണ്. ഈ പന്നികൾ ഈ അകത്ത് കയറി ആഹാരം കഴിക്കാൻ വേണ്ടി ഒരു പന്നി അങ്ങോട്ട് പോയി ഇതിനെ പിടിച്ച് മാറ്റി അടുത്ത പന്നി വരും, അതിനെ പിടിച്ച് മാറ്റി ആ ഒരു പന്നിക്കൂടും ഇതുമായിട്ട് തൊഴിലാളികൾ ആയിട്ടുള്ള ഒരു സംഭവം അദ്ദേഹം ഭയങ്കര രസകരമായിട്ട് അതൊക്കെ നമുക്ക് ഇന്നും ചിന്തിപ്പിക്കുന്നതാണ്. എത്രയോ വർഷങ്ങളായി പിന്നെ ഇദ്ദേഹത്തിന്റെ സംഭവങ്ങൾ അതും എനിക്ക് ഓർമ്മ വരുന്നു. പിന്നെ വിളികൾ വരുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇപ്പോ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സുഭദ്രം സീരിയലിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു തൊഴിലെന്ന് പറയുമ്പോൾ അവസാനം ഇതിന് പെൻഷൻ, നേരത്തെ പെൻഷൻ പറ്റി എന്ന് പറഞ്ഞതുപോലെ ഇതിന് പെൻഷൻ ഇല്ല, മരിക്കുന്നവരെയും അഭിനയിക്കാം. അപ്പൊ എന്റെ അഭിനയം ഞാൻ തുടരട്ടെ. എല്ലാവർക്കും നന്ദി. ഞാൻ പോകുകയാണ്. ഒരുപാട് സന്തോഷം.
എൻ്റെ കൂട്ടുകാർ ഒരു കണ്ടോണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു അവരോട് 2-3 കഴിയുമ്പോൾ എനിക്ക് ഫ്രീ വരുമ്പോൾ ഞാൻ ഓടി വരും. അപ്പോഴൊന്ന് ഇവിടെ കൂട്ടുകാർ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. തിരക്കിനിടയിലും കുറച്ച് സമയം കണ്ടെത്തി നർമ്മകേളിയോട് സഹകരിച്ച ശ്രീ KS ജോബിക്കും സുഹൃത്തിനും നന്ദി അറിയിക്കുകയാണ്. അടുത്തത് ഡോക്ടർ എൻ സുന്ദരേശൻ സാർ. സുന്ദരേശൻ സാർ. ഓക്കെ. ഹലോ ഹലോ, കേൾക്കാം. നമസ്കാരം. ഹലോ ഹലോ, കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ ഈ ഇന്നത്തെ നർമ്മകേരളിയുടെ വിഷയമായി സുരേഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് തൊഴിലാളികളുടെ ചിരി എന്നുള്ള സാധനം. ഈ തൊഴിലാളികളുടെ ചിരി എന്നത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രസിദ്ധമായ ഒരു കവിതയാണ്, ഒരു കൂലിപ്പണിക്കാരന്റെ ചിരി. ആ കൂലിപ്പണിക്കാരന്റെ ചിരി എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഹാസ്യമൊന്നുമില്ല, വലുതുമില്ല, പക്ഷെ ഒരു ചിരിയുണ്ട്. ആ ചിരി ഒരു ദാർശനികമായ തലത്തിലുള്ള ഒരു ചിരിയാണ്, ഒരു ഫിലോസോഫിക്കൽ തലത്തിലുള്ള ചിരിയാണ്. ഒന്ന് രണ്ട് അതിലെ ഉദാഹരണം പറഞ്ഞാൽ, ഈ ഒരു റോഡ് പണിക്കാരനാണ്, ഒരു ടാറ് ചിടിയൊക്കെ ചെയ്യുന്ന ഒരു പണിക്കാരനാണ്. ഈ പണിക്കാരൻ ഒരു ദിവസം നോക്കുമ്പോൾ ഒരു സമരത്തിന്റെ മുന്നിൽ കൊടിയും പിടിച്ച് റോഡിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ കവി കാണുമ്പോൾ ഒരു വലിയ സമരം നയിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ എന്തിനാണ്, ഭരണത്തിന് വേണ്ടിയാണോ ഈ സമരം എന്ന് കവി ചോദിക്കുമ്പോൾ ഈ പണിക്കാരൻ പറയുകയാണ്, അല്ല, കർക്കിടക വറുതിക്ക് കൂലി കൂട്ടിത്തരാൻ ഇത്തിരി മിരട്ടണം കുഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഒരു ചിരി ചിരിച്ചിട്ട് ഇയാൾ പോവുകയാണ്. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇയാളെ വേറൊരു സ്ഥലത്ത് വെച്ച് കാണുന്നുണ്ട്. അവിടെ കവി കാണുന്നത് മറ്റൊരു വേഷത്തിലാണ്. അതായത് വേറെ ഒരിക്കൽ ഇങ്ങൾക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥലത്താണ്. ഒരു ദിനം മാലയും കരിമുണ്ടുമായി നീ ശരണം വിളിച്ചു കൊണ്ടെത്തി. അപ്പൊ കവിക്ക് ദേഷ്യം വന്നിട്ട് പറയാണ്, കവി പറഞ്ഞു, കലി കയറി ഞാൻ ചൊല്ലി, ഇത് നിനക്ക് പറ്റിയൊരു പണിയല്ല ചെയ്യേണ്ടത്. നിന്നെ സഹായിക്കാനായിട്ട് ഒരു ശക്തിയും വരുന്നില്ല, നിന്റെ മുക്തിക്ക് നീ മാത്രമാണ് തുണ എന്ന് പറഞ്ഞിട്ടും ഈ കൂലിപ്പണിക്കാരൻ ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ, അയാൾ വേറൊന്നും ചെയ്തില്ല. ഈ ചിരിയുടെ പൊരുൾ എന്താണെന്ന് കവിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയിട്ടില്ല ഇതുവരെ. ഞാൻ പറയുന്നുണ്ട്, നിന്റെ ഈ ചിരിയുടെ പൊരുൾ ഒരു പുസ്തകത്തിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒരു പുസ്തകത്തിലും സങ്കീർണമാണ് ഈ ചിരിയുടെ പൊരുൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് കൂലിപ്പണിക്കാരന്റെ ചിരി എന്നതിനെ കുറിച്ചുള്ളത്. അതിൽ ഹാസ്യമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു തൊഴിലാളിയാണ്. അപ്പം പണ്ട് ഞാൻ എഴുതിയൊരു ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ സ്റ്റെത്ത് തൊഴിലാളി എന്നുള്ളതായിരുന്നു. നമ്മൾ ചെത്തു തൊഴിലാളികളെ പോലെ തന്നെ സ്റ്റെത്ത് കൊണ്ട് പണിയെടുക്കുന്നതാണ് സ്റ്റെത്ത് തൊഴിലാളികൾ. സ്റ്റെത്ത് തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പറഞ്ഞ് ഞാനൊരിക്കൽ ഒരു ലേഖനം എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഡോക്ടറെ കാണാൻ വരുന്ന രോഗികളുമായിട്ടുള്ള ഒരു സംസാരം, ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം, ചെറിയ സംസാരം. അപ്പോൾ ഒരു രോഗി പെട്ടെന്ന് എൻ്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ, ഞാൻ ആഞ്ഞ് നടക്കുമ്പോൾ എനിക്ക് നെഞ്ഞിനൊരു വേദന. എന്നാൽ ഞാൻ ഉടനെ പറയും, എന്നാൽ ഒരു ആൻജിയോഗ്രാം നമുക്കങ്ങ് ചെയ്തേക്കാം. ആഞ്ഞ് നടക്കുമ്പോൾ നെഞ്ഞിനൊരു വേദന, ഉടനെ ഒരു ആൻജിയോഗ്രാം അങ്ങ് ചെയ്തേക്കാം. ഈ ക്ലൈമറ്റിക് വേരിയേഷൻ, ഈ ക്ലൈമറ്റ് കൊണ്ട് ഒരുപാട് അസുഖങ്ങളുണ്ടാകുന്നത് നമ്മൾ വിചാരിക്കുന്ന ഈ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതൊക്കെ അറിയാമോ എന്ന് വിചാരിക്കും. പക്ഷെ അവർക്കാണ് കൂടുതൽ അറിയാവുന്നത്. ഈ തൊണ്ടയ്ക്ക് എന്താ ഒരു കിരികിരിപ്പെന്ന് നോക്കും, അത് ക്ലൈമറ്റിന്റെയാണ്. അല്ല, എന്തോ ഒരു ചെറിയൊരു അസുഖം പറയുക, അതൊക്കെ ക്ലൈമറ്റിന്റെയാണ്, അത് ആഗോള താപനത്തിന്റെയാണ്. അപ്പൊ അവര് സംസാരിക്കുന്നത് തന്നെ, രോഗികൾ പോലും സംസാരിക്കുന്നത് ചൂടാണെന്ന് അങ്ങനെയല്ല പറയുന്നത്, ഇത് ആഗോള താപനത്തിന്റെയാണ്. ഒരു രോഗി വന്നിട്ട് പറയുകയുണ്ടായി, ഇവിടെ എന്തൊരു ആഗോള താപനമാണ്, ഇവിടെ AC ഇല്ലേ, ചൂടുണ്ടോന്നല്ല ചോദിക്കുന്നത്, ആഗോള താപനമാണ്. നമ്മൾ ഈ അമ്മൂമ്മമാരൊക്കെ പിള്ളേരോട് പറയുന്നത് പനി വരുമ്പോൾ ഇത് മുട്ടേപ്പനിയാണെന്ന് പറയും, കളിയാക്കാനായിട്ട്. അപ്പൊ ഒരു രോഗി വന്നിട്ട് പറഞ്ഞു, എനിക്ക് മുട്ടേപ്പനിയാണ്. ഞാൻ
പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുട്ടിപ്പായിട്ട് അങ്ങ് പ്രാർത്ഥിക്കാം, ഈ പനി പോകുമോ എന്ന് നോക്കാം പറഞ്ഞിട്ട്. ഒരാൾ വന്നിട്ട് പറഞ്ഞ ഡോക്ടറെ ചെവി തീരെ കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി, ഭാര്യ പറയുമ്പോൾ എന്റെ ചെവി കേൾക്കാത്തതെന്ന്. അത് തന്നെ കമ്പിളിപ്പുതപ്പ് എന്ന് പറയുന്നുണ്ടായി. വേറൊരു രോഗി പറഞ്ഞാൽ ഡോക്ടറെ തീരെ ബാലൻസ് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രായമൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് ബാലൻസ് കുറവൊക്കെ വരാൻ സാധ്യതയുണ്ട് നടക്കുമ്പോഴൊക്കെ. ഡോക്ടറെ അതല്ല, എനിക്ക് ബാങ്കിൽ ബാലൻസ് ഇല്ല മറുപടി പറച്ചത്. വേറൊരു രോഗി പറഞ്ഞു ഡോക്ടറെ എനിക്ക് കാലിന് ഭയങ്കര ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ധൈര്യമായിട്ട് ചൊറിയണം, 3rd ഗിയറിലിട്ട് നിങ്ങൾ ചൊറിയണം, അതാണ് ചൊറി പോകാനുള്ള ഏറ്റവും നല്ല മാർഗം. മറ്റൊരു രോഗി ചോദിച്ചു ഡോക്ടറെ ഈ ബസ്സിന്റെ ബോർഡ് വായിക്കാൻ പറ്റാത്തത് തിമിരം കൊണ്ടാണ്. ഞാൻ പറഞ്ഞു അത് തിമിരം കൊണ്ടൊന്നുമില്ല, അത് എഴുത്ത് വായിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടാണ്, അത് വേറെ കുഴപ്പമൊന്നുമില്ല. വേറൊരു രോഗി പറഞ്ഞു ഡോക്ടറെ എനിക്ക് വല്ലാത്ത പേടി. എന്തിനാ? അത് ഉറങ്ങി കിടക്കുമ്പോൾ തട്ടിപ്പോകുമോ എന്നൊരു പേടിയാണ്. ഉറങ്ങിപ്പോവും, കിടക്കുമ്പോൾ തട്ടിപ്പോകും, അത് നല്ലൊരു കാര്യം. അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം എന്നുള്ളത് അതിന് ഡോക്ടറെ ആരോടും പറയാതെ പെട്ടെന്ന് അങ്ങനെ ഉറക്കത്തിലൊക്കെ പോകുന്നത് അത് മോശമായ കാര്യം. ഡോക്ടറെ ഈ സംശയം ഒരു രോഗമാണ്. എന്താ സംശയമുണ്ടോ? അല്ല, അത് ഈ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സംശയിക്കുന്നതല്ലേ സംശയ രോഗം എന്ന് പറയുന്നത്. അതാണോ സംശയം? അപ്പൊ എനിക്കും സംശയമായി, എനിക്കും സംശയമുണ്ടല്ലോ, എന്താ ചെയ്യുന്നത്? വേറെ ഒരു രോഗിയും ചോദിച്ചു ഡോക്ടറെ ഈ ചെയിൻ സ്മോക്കിംഗ് നിർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ പറഞ്ഞ വഴിയുണ്ടല്ലോ, ആ ചെയിൻ പിടിച്ച് വലിച്ചാൽ മതി. നമ്മൾ ട്രെയിൻ വരെ ചെയിൻ വലിച്ച് നിർത്തും, പിന്നെയാണ് ചെയിൻ സ്മോക്കിംഗ് നിർത്തുന്നത്. വേറൊരു രോഗിയും പറഞ്ഞു ഡോക്ടറെ വയറ്റിനകത്ത് വല്ലാത്തൊരു സഞ്ചാരം, എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നമുക്ക് സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് റെഫർ ചെയ്യാം, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഇങ്ങനെ കുറെ കൊച്ചു ഫലിതങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ അനുവദിച്ചതിൽ സന്തോഷം. നന്ദി, നമസ്കാരം. ഡോക്ടർ എൻ സുന്ദരേശ് സാറിന് നർമ്മകേരിയുടെ നന്ദി അറിയിക്കുകയാണ്. അടുത്തത് ഡോക്ടർ എസ് ഡി അനിൽകുമാറാണ്. ഹലോ, ഞാൻ ഡോക്ടർ എസ് ഡി അനിൽകുമാർ. കേൾക്കുന്നുണ്ടല്ലോ? ഞാനൊരു ഇപ്പൊ തൊഴിലാളി ദിനമാണല്ലോ, തൊഴിലാളി ദിനമായിട്ട് ബന്ധപ്പെട്ട് ഒരു സറ്റയറായിട്ടുള്ള കഥ വായിക്കാം. ഒരു തൊഴിലാളിയെ കുറിച്ചുള്ള കഥയാണ്. എലി ഒരു തൊഴിലാളിയാണല്ലോ, അതായത് ഗണപതിയുടെ വാഹനമാണ് എലി. അപ്പം പുള്ളി ഗണപതിയെ കൊണ്ട് നടക്കുന്ന ഒരു തൊഴിലാളിയാണ്, ചുമൺ തൊഴിലാളി കൂടിയാണ്. അപ്പം എലി എന്നുള്ള കഥയാണ് വായിക്കുന്നത്. എന്റെ 2020 ഇറങ്ങിയ മാസ്ക് എന്നുള്ള കഥാസംഹാരത്തിലെ കഥയാണ് എലി. ക്ലൈമാക്സിൽ കഥ തുടങ്ങുന്നു. അതിജീവനത്തിന്റെ പോരാട്ടത്തിൽ ഒരു കപ്പപ്പൂളിനായി മോഹിച്ച വിശക്കുന്ന വയറുള്ള എലി അധികാരത്തിന്റെ എലിവെല്ലിൽ തടവിലാക്കപ്പെട്ടു. കപ്പപ്പൂളിൽ വിശപ്പാറ്റി തിരിഞ്ഞു നോക്കിയ എലി ഗണപതിയുടെ കുടവയറുമായി ഒരു മധ്യവയസ്കനെ കണ്ടു. അയാളുടെ തിളങ്ങുന്ന കണ്ണുകൾ ഒരു ഇരയെ കിട്ടിയതിൽ സന്തോഷിച്ചു. അയാളുടെ നെഞ്ചിൻ കൂടിൽ കർണനെ ജയിച്ച അർജുനൻ തേര് തെളിച്ചു. അയാളുടെ കൊമ്പൻ മീശ വെടി പറയുന്ന ഒരു പട്ടാളക്കാരന്റെ ഈണത്തിൽ ഇളകി. അയാളുടെ പല്ലുകൾ വന്യമായ ഒരു ചിരിയിലേക്ക് ചാഞ്ഞു വീണു. കർമ്മവും ജ്ഞാനവും ബോധ്യവും അയാളിലേക്ക് തിരശ്ശീലിലെ ഷാജി കൈലാസ് സിനിമ പോലെ ഫ്രെയിമുകളായി. വിചാരണ തീർന്ന ഒരു കോടതി പോലെ അയാൾ മരണം വരെ കൊല്ലുക എന്ന അസാധാരണ വിധി പ്രഖ്യാപിച്ചു. അസാധാരണ ജനാധിപത്യത്തിൽ അയാൾ എലിയെ നോക്കി ചോദിച്ചു, മിസ്റ്റർ എലി, താങ്കൾ ചെയ്ത കുറ്റം എന്താണെന്ന് അറിയാമോ? ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് എനിക്കറിയില്ല മിസ്റ്റർ മനുഷ്യ. ഞാൻ എന്തെങ്കിലും ശരികൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് എന്റെ അന്വേഷണം. താങ്കൾ എന്റെ വിശ്വാസത്തിന്റെ അടിവേരുകൾ തോണ്ടിയെടുത്തു. എനിക്ക് തോണ്ടിയെടുക്കാവുന്ന വേരുകളെ താങ്കൾ വിശ്വസിച്ചതല്ലേ തെറ്റ്. എനിക്ക് തോണ്ടിയെടുക്കാവുന്ന വേരുകളെ താങ്കൾ വിശ്വസിച്ചതല്ലേ തെറ്റ്. താങ്കൾ എന്റെ സ്വപ്നത്തിന്റെ വർണ്ണക്കുടകൾ കരണ്ടിയെടുത്തു. താങ്കളുടെ സ്വപ്നം പോലും ഇത്ര ദുർബലമായത് എന്റെ കുറ്റമോ? ഒരു സ്വപ്നം പോലും സൂക്ഷിക്കാനാവാത്തത് എന്റെ തെറ്റോ? താങ്കൾ എന്റെ കിടക്കയുടെ അടിയിൽ തുള വീഴ്ത്തി. സ്വന്തം കിടപ്പൂറി ഭദ്രമാക്കാൻ കഴിയാത്ത മനുഷ്യൻ ഒരു വിഡ്ഢിയല്ലേ? താങ്കൾ എന്റെ കരുതലുകളെ കവർന്നു നിന്നു. സൂക്ഷിക്കാൻ കഴിയാത്തവയെ കരുതലുകൾ എന്ന് വിളിക്കുവാൻ മനുഷ്യനെ കഴിയൂ. എന്റെ ചോദ്യങ്ങളെ പരിഹസിക്കുന്ന അങ്ങയെ ഞാൻ മരണശിക്ഷയ്ക്ക് വിധിക്കുന്നു. നീ കുമ്പിടുന്ന ശക്തിയുടെ വാഹനം ഞാൻ. എന്നെ കൊല്ലുന്നതിലൂടെ നിന്റെ ഉള്ളിൽ തുടക്കങ്ങൾ പിഴയ്ക്കുന്നു. വിശ്വാസത്തെക്കാൾ ശക്തം അനുഭവം. എന്നിട്ടും നീ ഒരു ജന്മം ഏത്തമിട്ടത് നിന്റെ യജമാനെ ഭയന്നു. എന്തിന്? എന്റെ മോഹങ്ങൾ മുടക്കാതിരിക്കാൻ. എന്നിട്ട് ഡ്രൈവറെ വിട്ട് മോഹങ്ങൾ കരണ്ടു. എന്റെ കൊല ഏകതന്ത്രനുള്ള മുന്നറിയിപ്പ്. അപ്പോൾ താങ്കളുടെ നെറ്റിയിലെ കറുത്ത കുറി എന്റെ സുരക്ഷ. കൊള്ളാം, ഒരു കൈ കൊണ്ട് തല്ല്, മറു കൈ കൊണ്ട് തലോടൽ. അതാണ് മതേതര സങ്കല്പം. മനുഷ്യ, അങ്ങയുടെ ധർമ്മം നടക്കട്ടെ. ഒരു ചോദ്യം, എങ്ങനെ മരിക്കണം?
വിശന്ന ഒരു പൂച്ചയുടെ കൊതിയുള്ള നാവിനെ രസിപ്പിച്ച് ഭരിക്കണം. വിശന്ന ഒരു പൂച്ചയുടെ കൊതിയുള്ള നാവിനെ രസിപ്പിച്ച് മരിക്കണം. പൂച്ചക്കൂട്ടിലെറിയട്ടെ, പൂച്ചയുമായി ഓടിക്കളിച്ച് തളർന്ന് തോറ്റു മരിക്കണം. നീ ജയിച്ച് രക്ഷപ്പെട്ടാലോ? തൂക്കുകയർ പൊട്ടിയാൽ പിന്നെ തൂക്കാറില്ലല്ലോ. അത് ശരിയാവില്ല. എന്തുകൊണ്ട്? നീ എന്നെ തിരിച്ചറിയുന്നതിന് മോചനം കിട്ടിയാൽ സിംഹാസനങ്ങൾ കരണ്ട് തീർക്കപ്പെടും, മാളികൾ തുരന്നു തകർക്കപ്പെടും. അത് ശരിയാവില്ല. എന്തുകൊണ്ട്? നീ എന്നെ തിരിച്ചറിയുന്നതിന് മോചനം കിട്ടിയാൽ സിംഹാസനങ്ങൾ കരണ്ട് തീർക്കപ്പെടും, മാളികൾ തുരന്നു തകർക്കപ്പെടും. എന്നെ കൊന്നാൽ നിന്റെ സിംഹാസനവും മാളിയും രക്ഷപ്പെടുമോ? എല്ലാ എലികളെയും ഞാൻ കൊല്ലും. അപ്പോൾ നിന്റെ ദൈവം ഒടുക്കം ഞാൻ തന്നെ എന്റെ ദൈവമാകും. അന്ന് ഒരു എലി എന്റെ വാഹനവും. എലിപ്പത്തായം കണ്ണീരിൽ മുക്കിയെടുത്ത് ഒരു എലി ചത്തു. ഈ എലികൾ പിടിക്കാൻ വാട്ടക്കപ്പയിട്ട എലിവില്ലുകൾ മുക്കിക്കൊല്ലാൻ കണ്ണീർ തടാകങ്ങളും. ഈ എലികളും പോരാട്ടത്തിന്റെ രക്തസാക്ഷികൾ, കണ്ണീരിൽ മുങ്ങിച്ചത്ത യഥാർത്ഥ പ്രജകൾ. ഇങ്ങനെ ഒരു കഥയാണ്. ഇതിൽ ഹാസ്യമുണ്ടോ എന്നറിയത്തില്ല. ഇങ്ങനെയുള്ള നല്ല സത്യമാണ്, നല്ല ആക്ഷേപഹാസ്യമാണ്. ഓക്കെ, എന്തായാലും പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷം. ഞാൻ MBBS പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ഒരു മെഡിക്കൽ സറ്റയറാണ്. അതായത് ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് MBBS പഠിച്ചത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് MBBS ജോയിൻ ചെയ്യുമ്പോൾ അധ്യാപകർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രോഗിയുടെ വിവരങ്ങൾ, അതായത് രോഗവിവരം രോഗിയുടെ രോഗി പറയുന്ന വേർഡ്സിൽ എഴുതണമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് എഴുതുന്നത്. ആലപ്പുഴ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രോഗികളും പറയുന്ന നമ്മൾ ഏത് രോഗി വിളിച്ചാലും പറയും എന്താണ് അസുഖം, ഒരു നീരിളക്കമാണെന്ന് പറയും. നീരിളക്കം അങ്ങനെയാണ് പഴയ കാലത്ത് ഞാൻ ആലപ്പുഴ പഠിക്കുന്ന സമയത്ത് പറയുന്നത്. നീരിളക്കം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ രോഗി വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്നത് എന്താണ് ബുദ്ധിമുട്ട്? ഒരു നീരിളക്കമാണ് ഡോക്ടർ. അപ്പൊ എവിടെയൊക്കെയാണ് നീരിളക്കം? ശരീരം മൊത്തം നീരിളക്കമാണ്. അപ്പൊ ഈ ആലപ്പുഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഫൈലേറിയാസ് വളരെ, അതായത് മന്ത് രോഗം വളരെ കൂടുതലാണ്. അപ്പൊ കാലിലൊക്കെ എല്ലാവർക്കും നീര് കാണും. അങ്ങനെ വളരെ കൂടുതലുള്ള സമയമായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. അപ്പൊ എല്ലാവരും ഈ വേദനയെ നീരിളക്കം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ MBBS സ്റ്റുഡന്റ് വളരെ ബുദ്ധിമുട്ടായി. കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ നീരിളക്കം ആണ് രോഗി പറയുന്നത്. അപ്പൊ രോഗിയുടെ അതേ വേർഡ്സിൽ എഴുതണമെന്നുള്ളതാണല്ലോ. പക്ഷെ ഇത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. അപ്പം പുള്ളി കുറെ നേരം ആലോചിച്ചു, നീരിളക്കം എന്നാണ് എഴുതേണ്ടത്, എങ്ങനെ എഴുതാൻ പറ്റും എന്ന് ആലോചിച്ചു. അപ്പൊ പുള്ളിക്ക് ഒരു കുറച്ചു നേരം കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു മറുപടി കിട്ടി. നീരെന്ന് പറഞ്ഞാൽ എന്താണ്? നീര്, വെള്ളം. ഇളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് ഫോൾ ഓഫ് വെള്ളം. പുള്ളി എഴുതിയാണ് പേഷ്യൻസ് കംപ്ലൈൻസ് ഓഫ് വാട്ടർഫോൾ ഓൾ ഓവർ ദ ബോഡി. ഇങ്ങനെ ഒരു തമാശ ഉണ്ട്. അപ്പൊ ഞാൻ AJ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സംഭവം ഉണ്ടായി. അതായത് നമ്മുടെ ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു, ഓർത്തോ OP നിൽക്കുന്ന അറ്റൻഡർ. OPയിലാണ് നിൽക്കുന്നത്, OP എന്നാണ് പറയുന്നത്, ഓർത്തോ OP നിൽക്കുന്ന അറ്റൻഡറാണ്. അപ്പൊ പുള്ളിക്ക് വലിയ വിവരങ്ങളൊന്നുമില്ല, കാര്യങ്ങൾ വിവരമൊന്നുമില്ല. അപ്പം ഒരു ദിവസം പുള്ളിയോട് നമ്മുടെ നേഴ്സ് കൊണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾ ROP ചെയ്യണമെന്ന് പറഞ്ഞു. ROP ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളി പുതിയ ഉഴപ്പനായ ഒരാളാണ്. ROP. അപ്പം പുള്ളി നോക്കിയപ്പം ഒരു OP തന്നെ നിൽക്കാൻ ബുദ്ധിമുട്ട്, പിന്നാണ് ROP നിൽക്കണമെന്ന് പറയുന്നത്. പുള്ളി പറഞ്ഞു എനിക്ക് ഒരു OP നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്, പിന്നെ നിങ്ങൾ പറയുന്ന ROP. ROPയുടെ ഫുൾ ഫോം അറിയാമല്ലോ, റിമൂവൽ ഓഫ് പ്ലാസ്റ്റർ എന്നാണ് ROP. അതായത് പ്ലാസ്റ്റർ കട്ടിക്കാനാണ് നേഴ്സ് കൊണ്ട് പറഞ്ഞത്. പക്ഷെ ഇദ്ദേഹം വിചാരിച്ചത് ROP, അതായത് ROP നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരു OP നിൽക്കുന്ന പക്ഷേ ബുദ്ധിമുട്ടാണ്, പിന്നെ ROPയിൽ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ചെറിയ തമാശകളേ ഉള്ളൂ. ഞാൻ ഈ തമാശ വലുതായിട്ട് പറയുന്ന ഒരാളല്ല. ഒരു ബ്ലാക്ക് ഹ്യൂമറാണ് എൻ്റെ കഥകളിലും ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നൈർമല്യം കൊണ്ട് തമാശ പറയാൻ പറ്റിയ ആളല്ല. തമാശ വളരെ കുറച്ച് ക്രൂരമായിട്ട് മനുഷ്യന്റെ തമാശകളെ ക്രൂരമായി കാണുന്ന ദൈവത്തെ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത്. കാരണം ദൈവമാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ ഹാസ്യകാരൻ. കാരണം മനുഷ്യന്റെ ഈ വേദനകളും ദുഃഖങ്ങളും ഒക്കെ കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവം. മനുഷ്യൻ സൃഷ്ടിച്ചു തന്നെ ഏറ്റവും വലിയ ഹാസ്യമാണ് മനുഷ്യന്റെ സൃഷ്ടി തന്നെ. ഉദാഹരണമായിട്ട് നമ്മളിപ്പോ ഒരു കുട്ടി ജനിക്കുന്നു, കുട്ടിയോട് എന്താ പറയുന്നത്? ആഹാരമൊക്കെ കൊടുക്കുന്നു, നീ വളർന്നു വരണം. എല്ലാവരും വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. വളർന്നു നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? വളർന്നോളം നമ്മുടെ മരണത്തിലോട്ടാണ് പോകുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് തന്നെ നമ്മളെ മരണത്തിലോട്ടുള്ള വളർത്തലാണ് ഈ നമ്മളെല്ലാരും ചെയ്യുന്നത്. നമ്മളെ വളർത്തി നമ്മൾ മരണത്തിലോട്ട് കൊണ്ടുപോവുകയാണ്. മനുഷ്യനേക്കാൾ അല്ല പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെക്കാൾ ഏറ്റവും ഹാസ്യകരമായ, ഏറ്റവും ഹാസ്യമുണ്ടാക്കുന്ന രൂപം വേറെ ഒന്നുമില്ല. പ്രകൃതി തന്നെ ഒരു ഹാസ്യമാണ്. നമ്മളോട് ഉള്ള ഒരു ക്രൂരമായ ഹാസ്യമാണ് പ്രകൃതി. അപ്പൊ ആ ഹാസ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് ഈ പ്രപഞ്ച ശക്തി തന്നെ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ എഴുത്തുകളും അങ്ങനെയാണ്. എന്തായാലും എന്നെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിന് ഞാൻ എല്ലാവരോടും നന്ദിയും സ്നേഹവും പറയുകയാണ്. നന്ദി, നമസ്കാരം. ശ്രീ SP അനിൽകുമാറിന് നർമ്മകേരളിയുടെ നന്ദി അറിയിക്കുകയാണ്. അടുത്ത ശ്രീ കൃഷ്ണ പൂജപ്പുരം സംസാരിക്കും. സുരേഷൻ, ഞാൻ അടുത്ത തവണ സംസാരിക്കാം.
അടുത്ത തവണ സംസാരിക്കാം, ശ്രോതാവായിട്ടിരിക്കാം. നല്ല മനോഹരമായിട്ടുള്ള ഭാഷകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. അടിപൊളി. അടുത്ത തവണ വേറൊന്നുമല്ല, എനിക്ക് ഞാൻ കുറച്ച് തിരക്കിന്റെ ഇടയിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് ഞാൻ അടുത്ത തവണ പറയാം, എല്ലാം കേട്ടോണ്ടിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറെ കൊണ്ടല്ല, ഇതിലൂടെ സംസാരിക്കുമ്പോൾ ചില ക്ലാരിറ്റി കുറവ് പോലെ എനിക്ക് തോന്നും. അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും ഫലിതങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഹരികുമാർ സാറിൽ തുടങ്ങി ഡോക്ടറിൽ അവസാനിപ്പിച്ച എല്ലാവരും വളരെ മനോഹരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നടക്കട്ടെ, ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കാം. ഓക്കെ. അപ്പോ നമ്മുടെ കൃഷ്ണ പൂജപ്പുര ഇപ്പോ തൽക്കാലം സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് വാർത്തകൾ, എന്നെ ആകർഷിച്ച ഒന്ന് രണ്ട് വാർത്തകൾ പറയാമെന്ന് വിചാരിക്കുകയാണ്. ഇത് പിന്നെ ഓരോരുത്തർ തങ്ങളുടെ അനുഭവമായിട്ടോ അല്ലെങ്കിൽ വാർത്തയായിട്ടോ കണ്ടതാണ്. അതിൽ ഒരു കൗതുകവും നർമ്മവും ഉള്ളതായിട്ട് തോന്നിയത് കൊണ്ട് അതൊന്ന് പങ്കുവയ്ക്കുന്നു. ഇഗ്നേഷ്യസ് എന്ന പേരുള്ള ഒരാൾ എഴുതിയിരുന്ന ഒരു കുറിപ്പാണ്. അദ്ദേഹം ഒരു ലൈബ്രറി, സർക്കാർ ലൈബ്രറിയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ ജോയിൻ ചെയ്യാൻ പോയപ്പോൾ ഉണ്ടായ ഒരു കാഴ്ചയാണ് അദ്ദേഹം പറയുന്നത്. അത് നമ്മൾ തൊഴിലാളികളുടെ ചിരി എന്ന് പറയുമ്പോൾ അക്കൂട്ടത്തിൽ വരാവുന്നതാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ എല്ലാവരും തൊഴിലാളികൾ തന്നെയാണ്. ഇവിടെ അദ്ദേഹം ജോയിൻ ചെയ്യാനായിട്ട് പോകുമ്പോ അവിടുത്തെ ആ ലൈബ്രറിയിലെ പ്രധാനി എന്ന് പറയുന്ന ലൈബ്രറി തന്നെ എത്തുന്നത് 11 മണിക്കാണ്. അദ്ദേഹം ആദ്യ ദിവസം 10 മണിക്ക് ലൈബ്രറിയിൽ എത്തുന്നു. ജോയിൻ ചെയ്യുന്ന ദിവസമായിരുന്നു കൃത്യസമയത്ത് എത്തുന്നു. പക്ഷെ ജോയിൻ ചെയ്യിക്കേണ്ട ആളെത്തുന്നത് 11 മണിക്കാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതൊരു കാത്തു നിൽക്കേണ്ടതായിട്ട് വരുന്നു. ഒരു 12 മണിയായപ്പോൾ മറ്റൊരാൾ ബാഗിൽ തൂക്കി വരുന്നു. അയാൾ നേരെ വന്നിട്ട് പിന്നിൽ റെഫറൻസ് വിഭാഗത്തിന്റെ അങ്ങോട്ട് പോകുന്നു. അവിടെ കയ്യില്ലാത്ത 5-6 കസേരകൾ നിരത്തിക്കുന്നു. ബാഗൊക്കെ ഒരറ്റത്ത് കൊണ്ട് വെച്ചിട്ട് ആ കസേരകളിൽ നീണ്ടു നിവർന്നങ്ങ് കിടക്കുകയാണ്. അപ്പോ ഇദ്ദേഹം ചോദിച്ചു, അതാരാണ്? അതിവിടുത്തെ പ്യൂണാണ്. അല്ല, അദ്ദേഹത്തിന് മറ്റു ഡ്യൂട്ടി ഒന്നുമില്ലേ? അല്ല, അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞു വരുന്നതാണ്. പുള്ളിക്ക് ഒരു തട്ടുകടയുണ്ട്. പുള്ളി തട്ടുകട നടത്തിയിട്ട് രാവിലെ ആ ജോലി കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇന്നലെ രാത്രി മുഴുവനും പുള്ളി അതിന്റെ പിന്നിലായിരുന്നു, ഉറങ്ങിയിട്ടില്ല. അവിടെ ഒരു 8-10 തൊഴിലാളികളുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ അവിടെ പുള്ളി മുതലാളിയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ തൊഴിലാളിയായിട്ട് നിൽക്കുകയാണ്. ഇനി യൂണിയന്റെ ചില പ്രവർത്തനങ്ങളുണ്ട്, അതിന് മാത്രമാണ് പുള്ളി എഴുന്നേൽക്കുന്നത്. അപ്പോ ഇയാൾ ചോദിച്ചു, അങ്ങോട്ട് ആളുകളൊന്നും വരാറില്ല. അത് റെഫറൻസ് ഏരിയയാണ്, വലുതായിട്ട് പിള്ളേരൊന്നും പോകാറില്ല. അതിൽ നിന്ന് ഏറ്റവും വലിയ പുസ്തകമാണ്, റെഫറൻസ് ഗ്രന്ഥമാണ് അദ്ദേഹം തലയിണയായിട്ട് വച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വളരെ മനോഹരമായ ഒരു കാര്യം അടുത്ത് വായിക്കാനിടയായി. അപ്പൊ അതിൽ എനിക്ക് അതിശയമായിട്ട് തോന്നിയത്, അയാൾ ഒരു സമയത്ത് എല്ലാ ദിവസവും അതിന്റെ ഒരു പാർട്ട് അദ്ദേഹം മുതലാളിയാണ്, പിന്നെ തൊഴിലാളിയാണ്, പിന്നെ കുറെ സമയം വിശ്രമിക്കുന്നു. ആ വിശ്രമിക്കുന്ന വേളയാണ് യഥാർത്ഥത്തിൽ സർക്കാർ ശമ്പളം കൊടുക്കുന്നത് എന്നുള്ളത്. നമ്മൾ തൊഴിലാളികളെ കുറിച്ച് പറയുമ്പോൾ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന് പറയാറുണ്ട്. ഈ പാവത്തിനെ സംബന്ധിച്ച് ആ വിനോദം പോലും കിട്ടുന്നില്ല എന്നുള്ള ഒരവസ്ഥ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ജോലിയും വിശ്രമവും മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് അത് കേട്ടപ്പോൾ തോന്നിയത്. ഇത്തരം തൊഴിലാളി മുതലാളിമാർ അപൂർവമായെങ്കിലും ചിലപ്പോൾ ഉണ്ടായേക്കും. ഇത് ഒരാളുടെ അനുഭവക്കുറിപ്പായിട്ട് കണ്ടതാണ്. മറ്റൊരു വാർത്തയെ അടുത്ത് കണ്ടത്, കേരളത്തിനകത്ത് തന്നെ ഒരിടത്ത് അതിഥി തൊഴിലാളികൾ സമരം ചെയ്യുന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, ഇവിടുത്തെ ചില തൊഴിലാളികളെ ജോലിക്ക് വെച്ചു എന്നുള്ളതാണ് കാരണം. നമ്മുടെ നാട്ടിലെ തൊഴിലാളികളെ ജോലിക്ക് വെച്ചത് അതിഥി തൊഴിലാളികൾ സമരം ചെയ്യുക, ആ നിലയിലോട്ട് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ തിരിച്ചാണ് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ കാര്യം മാറിപ്പോകുന്നു എന്നുള്ളതാണ്.
അത് നിങ്ങളൊക്കെ കണ്ടിരിക്കും. അടുത്തൊരു ഫലിതം, ഒരാൾ പോയി അമ്പലത്തിൽ പിന്നെ ദൈവത്തോട് സങ്കടം പറയുകയാണ്. ദൈവമേ, എവിടെ നോക്കിയാലും ഈ അതിഥി തൊഴിലാളികൾ, ബംഗാളികൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും. ഒരു 10 വർഷം കഴിയുമ്പോൾ നമുക്ക് പിന്നെ എന്താ, ഒരു കാര്യത്തിനും നമ്മുടെ നാട്ടുകാരെ കിട്ടാത്ത ഒരവസ്ഥ വരുമല്ലോ. അതുകൊണ്ട് എന്താണ് ഒരു മാർഗം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പ്രാർത്ഥിക്കുകയാണ്. അതിന് എന്തെങ്കിലും ഒരു അർത്ഥം ഒന്ന് മാറിക്കിട്ടാൻ എന്തെങ്കിലും ഒരു വഴിപാട് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ബംഗാളിയായ പൂജാരി ഇറങ്ങി വന്ന് ഇയാൾക്ക് പ്രസാദം കൊടുക്കുകയാണ്. അവിടെ ബംഗാളിയായ പൂജാരിയെയാണ് കാണുന്നത് എന്നുള്ള ഒരു ഫലിതവും ഈ അടുത്ത കാലത്ത് ഇതുപോലെ കാണാൻ ഇടയായി എന്നുള്ളത്. മറ്റൊന്ന്, കർണാടകത്തിൽ നിന്നുള്ള ഒരു വാർത്ത ഇടയ്ക്ക് കണ്ടതാണ്. ഒരു കർഷക തൊഴിലാളി, കൃഷിയിടം, കർഷക തൊഴിലാളിയല്ല, അയാൾ കർഷകൻ തന്നെയാണ്, കർഷകൻ തൊഴിലാളിയും കൂടെ ആകുന്നുണ്ട്. അയാൾ തൊഴിലെടുക്കുന്ന ആള് കൂടിയാണ്. അപ്പൊ അയാള് ഈ എന്താണ്, തന്റെ കൃഷിയിടത്തിൽ കണ്ണു പറ്റാതിരിക്കാൻ, കരിങ്കണ്ണെന്നൊക്കെ പറയും, അതിനുവേണ്ടി ഓരോ കോലങ്ങളെ കെട്ടി നിർത്തുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ പലരും. അപ്പൊ ഇയാള് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു രീതി അവലംബിച്ചതാണ് വാർത്തയാണ്. കോലമൊന്നും കെട്ടി നിർത്തിയില്ല, അവിടെ കണ്ണു പറ്റാതിരിക്കുക, റോഡ് സൈഡിലാണ്. അതുകൊണ്ട് പോകുന്ന ഒരു യാത്രക്കാരൊക്കെ ഇയാളുടെ കൃഷിയിടം അത് വിളഞ്ഞുണ്ടാക്കുമ്പോൾ, വെള്ളരിയും മറ്റ് പച്ചക്കറികളും വിളഞ്ഞുണ്ടാക്കുമ്പോൾ അതിൽ കണ്ണു വയ്ക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഇയാൾ അയാളുടെ തോട്ടത്തിന് മുമ്പിലായിട്ട് ഒരു ഫ്ലക്സ് സ്ഥാപിച്ചു എന്നാണ്. സണ്ണി ലിയോണിന്റെ ഫ്ലക്സ് ആണ്. അതിനുശേഷം ആരും തന്നെ ഇയാളുടെ കൃഷിയിടത്തിലേക്ക് അവരുടെ നോട്ടം പോകാറില്ല എന്നാണ് ആ വാർത്തയിൽ കണ്ടത്. അപ്പൊ ഇങ്ങനെ പുതിയ പുതിയ വാർത്തകൾ നമ്മൾ പലതിനും കാണുന്നുണ്ട്. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. യൂട്യൂബ് തൊഴിലാളികൾ എന്ന് ഒരുപാടുണ്ട്. യൂട്യൂബിൽ അവരും തൊഴിലാളികൾ തന്നെയാണ്. യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ട് എന്റെ വ്യൂസ് കൂട്ടാനും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും ഒക്കെ നോക്കിയിരിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. നമ്മളുമൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അപ്പോ അങ്ങനെയുള്ള ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതാണ്. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് ആ വീഡിയോയിൽ: 1 മാസം കൊണ്ട് 1 മില്യൺ വ്യൂസ് കിട്ടാനുള്ള മാർഗങ്ങൾ. ഇതാണ് ആ വീഡിയോയുടെ ടൈറ്റിൽ. വെറും ഒരു മാസം കൊണ്ട് 1 മില്യൺ വ്യൂസ് കിട്ടാൻ ഉള്ള മാർഗങ്ങളാണ് ആ വീഡിയോയിൽ ആ യൂട്യൂബുകാരൻ പറയുന്നത്. പക്ഷെ അതിന്റെ രസം എന്ന് പറയുന്നത്, എന്റെ നർമ്മം എന്ന് പറയുന്നത്, ആ വീഡിയോയുടെ താഴേക്ക് നോക്കിയപ്പോ ആ വീഡിയോ ഇട്ടിട്ട് 1 വർഷം കഴിഞ്ഞു. 1 വർഷം കൊണ്ട് അതിന് കിട്ടിയത് വെറും 61 വ്യൂസാണ്. 61 പേരെ ആ വീഡിയോ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരാളാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ വ്യൂസ് കൂട്ടാൻ പോകുന്നത് എന്ന്. അപ്പൊ അത് ഒരു യൂട്യൂബ് തൊഴിലാളിയുടെ ഒരു ദയനീയമായ അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. തൽക്കാലം ഇവിടെ നിർത്താം. അടുത്തത് നമ്മുടെ ശ്രീ വിജയനാഥ് വിപൻസിക ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം സംസാരിക്കും. ശ്രീ വിജയനാഥ് വിപൻസിക അദ്ദേഹം ഉണ്ടായിരുന്നു. രാജീവ് എത്തിയിട്ടുണ്ടോ? രാജീവ്, പ്രഭാകരൻ സാർ, പ്രഭാകരൻ സാറില്ലേ? ഉണ്ട്, പ്രത്യേകം പറയാനൊന്നുമില്ല, കേട്ടോണ്ടിരിക്കാം. ഇന്ന് എല്ലാവരും കേൾവിക്കാരായിട്ട് മാറുകയാണല്ലേ. നമ്മുടെ അദ്ദേഹം ഉണ്ടായിരുന്നു, വിജയനാഥ് വിപൻസികയിൽ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ കണ്ടു. അദ്ദേഹം ചിലപ്പോ ജി.കെ. പിള്ള സാർ എന്തെങ്കിലും കൂടെ പറയുന്നോ? ജി.കെ. പിള്ള സാർ എന്തെങ്കിലും പറയുന്നോ കൂടുതൽ? ഇതിനകത്ത് ലൈനിലൊരു ജോർജ് മരങ്ങോലി ഉണ്ട്, പുള്ളി ഒന്ന് വിളിച്ചു നോക്കിയേ. അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് പറഞ്ഞില്ല. പുള്ളി ലൈനിലേക്ക് ഒന്ന് ചോദിച്ചോ. ജോർജ് സാറ് പറഞ്ഞു സംസാരിക്കുന്നോ?
മറ്റാരെങ്കിലും സംസാരിക്കാനുണ്ടോ? പ്രേക്ഷകരിൽ ആരെങ്കിലും സംസാരിക്കുന്നു? പറയുന്നുണ്ടോ? ചെറിയ ഒന്ന് രണ്ട് തമാശകള് എല്ലാ പ്രിയ നർമ്മവേദി അംഗങ്ങൾക്കും നമസ്കാരം. ലളിതം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. കുട്ടിക്കാലത്ത് ചെറിയൊരു തമാശയെല്ലാം കേട്ടാല് അല്ലെ കണ്ടാല് ഒരുപാട് ചിരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. പൊതുവെ ക്ലാസ്സിലെ ഒരു ചിരി കൊടുക്കാന്ന് പറയുമായിരുന്നു. പിന്നെ ക്ലാസ്സില് മിക്കപ്പോഴും എനിക്ക് മുൻബെഞ്ചിൽ ഇരിക്കാൻ ഇഷ്ടമല്ല. കാരണം കുറച്ച് നടുക്കുള്ളതോ അല്ലെ ബാക്കിലുള്ളതോ ബെഞ്ചിൽ ഇരിക്കാൻ ഇഷ്ടമല്ല. എന്താ വെച്ചാൽ എനിക്ക് മാഷ് പഠിപ്പിച്ച് ഒന്ന് തിരിഞ്ഞിരുന്ന് എഴുതുമ്പോൾ ആ സമയം നോക്കി എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ വികൃതി ഒപ്പിക്കാൻ നല്ലൊരു തമാശ പറഞ്ഞു അടുത്തിരുന്നവരോട്. അപ്പൊ അവരും ഞാനും കൂടി ചിരിക്കും. മാഷ് തിരിഞ്ഞ് എഴുത്ത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവര് ചിരിക്കുന്നുണ്ട്, ഞാൻ ചിരിക്കാണ്ട് നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ കൂട്ടുകാർക്ക് വലിയ ഇഷ്ടമാണ് ഞങ്ങള് ഒന്നിച്ചിരുന്ന് ചിരിക്കും പറയുന്നത്. അതൊരു രസം. അല്ലാണ്ട് ക്ലാസ്സിന് കേൾക്കുന്നതിന് തടസ്സം വരുന്ന രീതിയിൽ അങ്ങനെ തമാശ പറയുകയില്ല. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് പഠിക്കുന്ന കുട്ടിയാണെന്നുള്ള ഇതിൽ എന്നെ പിടിച്ച് മുൻബെഞ്ചിൽ കൊണ്ടിരിക്കും. കാരണം ഓഫീസറെല്ലാം വന്ന് ചോദ്യം ചെയ്യുമ്പം ആദ്യം കുട്ടിയോട് മിക്കവാറും ചോദിക്കും. അപ്പൊ ഒരു ഉത്തരം പറയണല്ലോ എന്ന് വെച്ചിട്ട് മാഷ് പറയും, നീ മുമ്പിൽ വന്നിരിക്കുന്നു. അപ്പൊ പിന്നെ എനിക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടലാണ്. കാരണം നല്ല കുട്ടിയായിട്ട് അനങ്ങാണ്ടിരിക്കണല്ലോ. അപ്പൊ ഞാൻ മിക്കപ്പോഴും ബാക്കിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. അതായത് MBBS സ്റ്റുഡന്റ് ആവാൻ ഇഷ്ടം, മെമ്പർ ഓഫ് ബാക്ക് ബെഞ്ച് സ്റ്റുഡന്റ്. അപ്പൊ എന്റെ ഔദ്യോഗിക ജീവിതത്തില് ഞാൻ ഗവൺമെന്റ് ഗാന്ധി സ്മാരക UP സ്കൂളിൽ ജോലി ചേർന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു 21 വയസ്സോ മറ്റും ആയിട്ടില്ല. ഞാനും എന്റെ അടുത്ത സുഹൃത്ത് ഒരു ടീച്ചറും കൂടി സ്കൂളിൽ നിന്ന് വൈകുന്നേരം ഇറങ്ങി വരുന്നു. ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. പക്ഷെ ടീച്ചർ ഇറങ്ങുമ്പോൾ തന്നെ കമിഴ്ന്നടിച്ചു വീണ് ശരിക്കും സാഷ്ടാംഗം നമസ്കരിക്കുന്ന പോലെ തന്നെ കമിഴ്ന്ന് വീഴുക ചെയ്തത്. പക്ഷെ ടീച്ചർക്ക് വലിയ വേദനയൊന്നും പറ്റിയില്ല. ടീച്ചർ ചിരിക്കാൻ തുടങ്ങി കിടന്നെടുത്തുനിന്ന്. പിന്നെ ഈ ലഞ്ച് ബോക്സ് പാറൊക്കെ അടിച്ചുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ടായി. അപ്പൊ കുന്നിന്റെ മേലെയാണ് സ്കൂള്, താഴെ കുറെ ഷോപ്പ് ഉണ്ട്. അപ്പൊ അവരിൽ ഈ ഒച്ച എടുത്ത് ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ ടീച്ചർ ചിരിക്കുന്നു. എനിക്കാണെങ്കിൽ ടീച്ചറെ പിടിച്ചെണീപ്പിക്കണം എന്നില്ല ആ ഒരു ബോധം എനിക്ക് പെട്ടെന്ന് ആ സമയത്തില്ല. ഞാനും ചിരിച്ചങ്ങ് മരിക്കുമെന്ന് ഈ ഒരു അവസ്ഥ കണ്ടിട്ട്. അവസാനം 1-2 ആള് വന്ന് അവരെ പിടിച്ചെണീപ്പിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവരും കൂടി എന്നെ ചീത്ത പറഞ്ഞു. അപ്പൊ അവര് അവസാനം പറഞ്ഞതെന്ന് വെച്ചാൽ വീണാ ചിരിക്കുന്നവര് ബന്ധുക്കളാണ്, അതുകൊണ്ട് ടീച്ചർ ചിരിച്ചു. അങ്ങനെ ചിരിക്കുന്ന ചില സമയത്ത് ചിരി എനിക്ക് വിഷമായിട്ട് തോന്നിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഞങ്ങള് സ്കൂളിന്റെ അടുത്തൊരു ചായക്കടയുണ്ട്. ചായക്കടയില് ഒരു അച്ഛനും 2 മക്കളും നല്ല അധ്വാനിച്ച് ജീവിക്കുന്നവര്, നല്ല ഡീസന്റ് മനുഷ്യന്മാര്. ഈ അച്ഛൻ പറയുന്ന പോലെയാണ് 2 മക്കളും കാര്യങ്ങളെല്ലാം ചെയ്യുക. പക്ഷെ അവര് അധികം ഇങ്ങനെ ദൂർത്തടിച്ച് ജീവിക്കുന്നവരൊന്നുമല്ല, മണ്ണില് അധ്വാനിച്ച് നല്ല മക്കളായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പൊ അയാൾ എപ്പോഴും ഇങ്ങനെ കയ്യിൽ എടുത്തിട്ടാണ് ഞങ്ങൾ കാണല്. ഷർട്ട് ഇട്ടിട്ട് കണ്ടിട്ടേ ഇല്ല. ഒരു 2-3 വർഷം ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങള് സ്കൂളിന്റെ അടുത്ത് എത്തിയാൽ ചിലപ്പോൾ വെള്ളം കുടിക്കാൻ ആ കടയിൽ നിന്ന് കയറും. അപ്പൊ ഞങ്ങൾ പിന്നെ സൈഡിലെ മുൻഭാഗത്ത് കുറെ ആൾ ചായ കുടിക്കാനിരിക്കും. പിന്നെ ഞങ്ങള് ടീച്ചർമാർ സൈഡിലൂടെ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഭാഗത്ത് നിന്നിട്ട് വാതിൽ നിന്ന് മുട്ടി അയാൾ വന്ന് നോക്കും. ഇപ്പൊ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അയാൾ വെള്ളം കൊണ്ടുതരും. ഞങ്ങളെ മുഖത്ത് നോക്കൂല, പിന്നിലേക്ക് ഇങ്ങനെ നീട്ടിയിട്ടാണ് വെള്ളം തരുക. ഇത്രയും ഒരു നാണാണ് അയാൾക്ക് ഞങ്ങളെ മുഖത്ത് നോക്കാൻ. അങ്ങനെ ഒരു നല്ലൊരു ആളാണ്. അപ്പൊ അയാൾ ഒരിക്കൽ പോലും ചെരുപ്പിട്ടിട്ടും കണ്ടിട്ടില്ല, ഷർട്ട് ഇട്ടിട്ടും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ അയാളെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിന്റെ മുറ്റത്തൂടി പോകുമ്പോൾ അന്ന് അയാൾ ചെരുപ്പൊന്നും ഇട്ടിട്ടുണ്ടായില്ല. പക്ഷെ അങ്ങനെയില്ല ഒരാളാ. പിന്നെ കല്യാണം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വഴിയിൽ നിന്ന് കണ്ടു. അപ്പൊ ഇയാള് ബനിയൻ ഇട്ടിട്ടുണ്ട്, ഒരു വെള്ള ബനിയൻ. അപ്പൊ ഷർട്ടിന്റെ അടിയിലിടുന്ന ബനിയൻ. അപ്പൊ ഇയാളെ കാണുമ്പോൾ തന്നെ എന്റെ കൂടെയും എന്റെ കൂട്ടത്തിൽ ഒരു ടീച്ചറുണ്ട്, അവരും ഭയങ്കരമായിട്ട് ചിരിക്കുന്നതാണ്. അയാളെ ദൂരേനെ കാണുന്നത് ആ ടീച്ചർക്ക് അങ്ങ് ചിരി വന്നു. ടീച്ചർ ചിരിക്കാൻ തുടങ്ങി. നടക്കാനും പറ്റില്ല, ടീച്ചറുടെ നിന്ന് ചിരിക്കലായി വായും പറ്റിയിട്ട്. അപ്പൊ ഇത് കണ്ടുകൊണ്ടത് ഞാനും ചിരിക്കാൻ. ഞങ്ങൾ 2 ആളും കൂടി വഴിയിൽ നിന്ന് ചിരിക്കും. ഇതെന്താണെന്ന് അയാൾക്കറിയില്ല. അയാൾ ഞങ്ങളെ മുന്നിലൂടെ എങ്ങനെയോ നടന്നങ്ങ് പോകും. പക്ഷേ അങ്ങനെ ചിരി ചിലപ്പോ വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നിയ സന്ദർഭം ഉണ്ട് എന്ന് പറഞ്ഞതാണ്. പിന്നെ ഓർമ്മ വരുന്ന തളിപ്പറമ്പ് കോർപ്പറേഷനിലെ ക്യാൻറ്റീനിൽ ജോലി ചെയ്യുന്ന ഒരു ഔസേപ്പച്ചൻ ഉണ്ടായിരുന്നു. നല്ല പ്രായമുള്ള ഒരാളാണ്. അപ്പൊ ഞങ്ങൾ കോളേജ് കഴിഞ്ഞിട്ട് പോകുന്നത് ഒരു വൈകുന്നേരം ഒരു 5:30 ആ സമയത്ത്. അപ്പൊ അവര് ചില ദിവസം ആ ബസ്സിലുണ്ടാവും. എനിക്ക് പോകേണ്ടത് നടുവിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ദേശാത്മക റൂട്ടാണ്.
ഇപ്പൊ സ്റ്റേറ്റ് ബസ്സിൽ ഞങ്ങൾ കയറിയിരുന്നാല് കയറിയിരുന്ന് ബസ് പുറപ്പെടാൻ പറഞ്ഞ ഒരു 5 മിനിറ്റ് കഴിയുന്നിട്ട് ഇയാൾ തമാശ പറയാൻ തുടങ്ങും. അറിയുന്ന ആരും വേണമെന്നില്ല, ആരും ചിരിക്കണം എന്നില്ല, അയാൾ ബാക്കിൽ ഇരുന്നിട്ട് തമാശ ഒരുപാട് ഇങ്ങനെ പറയുകയൊക്കെ, ഇറങ്ങുന്നവരെയും പറയും. പിന്നെ നമുക്ക് ആ പ്രായമുള്ളൊരു മനുഷ്യനാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു ദിവസം ഇങ്ങനെ കയറിയപ്പോ പ്രിൻസ് ബസ് നടുവിൽ വഴി എന്ന് പറയുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ബസ് ഉള്ളതായിട്ട് എനിക്കറിയില്ല. നടുവിൽ വഴി പോകുന്ന ബസ്സാകുമ്പോൾ എനിക്ക് കയറാലോ. കുറെ കഴിഞ്ഞ അയാൾ പ്രിൻസ് ബസ്, അതിന് പിന്നിലും ബാക്കിലും അങ്ങനെ 2 ഡോറില്ല, നടുക്ക് മാത്രമേ ഒരു ഡോറുള്ളൂ. അതുകൊണ്ട് അയാൾ അങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പം പറഞ്ഞു ഒരു വലിയ പണക്കാരനാണ്. അപ്പൊ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു, എല്ലാരും കേട്ടിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നു. അയാളെ വീട് നമ്മൾ വരുന്ന വഴിക്ക് കാണും. പിന്നെ ഈ മനുഷ്യനെ നമ്മൾ കണ്ടിട്ട് നമുക്കറിയാം, കാരണം പറയാം, അല്ലെങ്കിൽ ആ ഒരു വേഷത്തിലൊക്കെ വൈകുന്നേരം ഉണ്ടല്ലോ. കുറച്ച് കഴിയുമ്പോൾ പറയും, ഭാര്യന്റെ അച്ഛൻ വലിയൊരു കല്ലിന്റെ പണയില് പണിയെടുക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് അയാൾ അങ്ങനെ. പിന്നെ ടാഗോർ വിദ്യാനികേതന്റെ അടുത്ത് ബസ് എത്തുമ്പോ അയാള് ടാഗോർ വെഡിയ നീ ഖേദിക്കുന്നു. അപ്പൊ ആ പേരിനെ ഇതുപോലെ തമാശയാക്കിയിട്ട് പറയും. ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് തമാശകൾ ഉണ്ടായിട്ടുണ്ട്. അതിലെന്റെ മനസ്സിൽ തട്ടിയ ഒരു തമാശ, 4ാം ക്ലാസ്സിൽ ഒരു സർവേ കൊടുത്തു, മുത്തശ്ശിമാരുടെ കാലത്ത് ഉള്ള വസ്ത്രധാരണം എങ്ങനെയായിരുന്നു. വസ്ത്രരംഗത്തെല്ലാം നമുക്കുണ്ടായ പുരോഗതി പറയാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. കുട്ടികളോട് നാളെ മുത്തശ്ശിയോട് ചോദിച്ചിട്ടല്ല മുത്തശ്ശനോട് ചോദിച്ച് എഴുതി കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഇങ്ങനെ കൊണ്ടുവന്ന് ആ പ്രോജക്റ്റ് ഓരോ കുട്ടികളെ നോക്കി വരുമ്പോ ഒരു അധ്യാപകന്റെ മോളാണ്. ആ കുട്ടി എഴുതി കൊണ്ടുവന്ന് നോക്കുമ്പോ സയൻസ് ടീച്ചർക്ക് പിരാന്താണ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഞാനിത് കണ്ടപ്പോ പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടി, പിന്നെ ഞാൻ ചിരിച്ചു. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ എഴുതിയെന്ന്. ഞാൻ അച്ഛമ്മയോട് ചോദിച്ചപ്പോ ടീച്ചർ പറഞ്ഞിട്ടാണ്, അമ്മമ്മ പറഞ്ഞതാന്ന് പറയുമ്പോ നിന്റെ ടീച്ചർക്ക് പ്രാന്താണെന്നാണ് അമ്മമ്മ എനിക്ക് തന്നത്. അപ്പൊ അത് ആ കുട്ടി എഴുതി വെച്ചു. പിന്നെ ഞാൻ ഈ കുട്ടീന്റെ അച്ഛനെ കണ്ടപ്പോ ഞാൻ ചിരിച്ചോണ്ട് ഞാൻ പറഞ്ഞു, മോളിങ്ങനെ എഴുതിക്കൊണ്ടെന്നു. അപ്പൊ അയാൾ ചിരിച്ചു. എത്ര കാര്യമായിട്ട് ആ കുട്ടി ആ ഉത്തരം എഴുതിക്കൊണ്ടെന്നത് അവരറിയില്ല. പക്ഷെ പോയി ചോദിച്ചപ്പോ അമ്മ പറയുന്നത് അയാൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ പണ്ട് കാലത്ത് കവുങ്ങിന്റെ പാള എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതിന്റെ ഏറ്റവും ചെറുത് പൂ കഴിഞ്ഞ ഉടനെയല്ല, അത് നേരിത് നല്ല സോഫ്റ്റ് ആയതായിരിക്കും, നമ്മൾ കൂമ്പാളാന്ന് പറയും ഭാഗത്ത്. അത് കീറിയിട്ട് കോണ കൊടുത്തിട്ട് അവര് സ്കൂളിൽ പോയതാണ്. അതിപ്പോ കുട്ടികളോട് പറയാനൊരു ചമ്മലായത് കൊണ്ടാണ് ആ മുത്തശ്ശി അത് പറയാണ്ടിരുന്നത്. പക്ഷെ നിഷ്കളങ്കരായ കുട്ടി അത് സയൻസ് ടീച്ചർക്ക് പ്രാന്താണെന്നാണ് ഉത്തരം എഴുതിക്കൊണ്ടുവന്നത്. അപ്പൊ അതിലും ഒരു ഫലിതം എനിക്ക് തോന്നി. ഞാൻ ഒരുപാട് ചിരിച്ചത് കേട്ടിട്ട്. പിന്നെ ആ മുത്തശ്ശീനെയും ഈ കുട്ടീന്റെ അച്ഛനെ മാഷക്കാണുമ്പോൾ എനിക്ക് ചിലപ്പോ അറിയാതെ ഞാനങ്ങ് ചിരിച്ചു പോവുകയും. ഇത്രയൊക്കെയുള്ള ഇനിയും തമാശകള് ഔദ്യോഗിക ജീവിതത്തിൽ പറയാനുണ്ട്. ഒരുപാട് പറഞ്ഞിട്ട് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. നമസ്കാരം. ശ്രീമതി കൗസല്യ ടീച്ചറിനോട് നന്ദി അറിയിക്കുകയാണ്. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. നമ്മൾ തൊഴിലാളികളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിഥി തൊഴിലാളികളെ അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അവർ വളരെയധികം ചിരി പലപ്പോഴും നമുക്ക് അധ്വാനത്തോടൊപ്പം തന്നെ സമ്മാനിക്കാറുമുണ്ട് എന്ന് നമുക്കറിയാം. ഒരു എഞ്ചിനീയർ, ഡിപ്പാർട്ട്മെന്റിലെ ഒരു എഞ്ചിനീയർ പറഞ്ഞ ചില സംഭവങ്ങളാണ്. നമുക്കറിയാം, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്കുകൾ നടത്തുന്നത് കോൺട്രാക്ട് കൊടുത്തുകൊണ്ടാണ്. കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ഇപ്പോ എല്ലാ കോൺട്രാക്ടർമാരുടെ കീഴിലും തൊഴിലാളികളുടെ ഇടയിൽ അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ ഹിന്ദിക്കാർ, മലയാളികളല്ലാത്തവർ ഉണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു എഞ്ചിനീയർ ഇൻസ്പെക്ഷനായിട്ട് സൈറ്റിൽ പോയപ്പോ അദ്ദേഹത്തിന് ഉണ്ടായ ചില അനുഭവങ്ങൾ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞതാണ്. സൈറ്റിൽ പോകുമ്പോ ചിലപ്പോ ഒരു ബംഗാളി പണിക്കാരനും പിന്നെ ഒരു മേസ്ത്രിയും ഒക്കെ കാണുള്ളൂ. ഈ കോൺട്രാക്ടർ ഒന്നും അവിടെ ഉണ്ടാകണമെന്നില്ല. അപ്പൊ ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ പിന്നെ കരികല്ല് കെട്ടുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ
ഈ പയ്യൻ അല്ലെങ്കിൽ ഈ ബംഗാളി പയ്യനാണ് ഈ ചാന്ത് കൂട്ടുന്നത്. സിമന്റ് മണൽ വെട്ടി ചാന്ത് കൂട്ടുക എന്ന് പറയും. അങ്ങനെ ചാന്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ എഞ്ചിനീയർ വന്നിട്ട് ചോദിച്ചു, ഇതിന്റെ പ്രൊപ്പോർഷൻ എത്രയാണ് എന്ന് ചോദിച്ചു. അപ്പൊ നേരത്തെ തന്നെ കോൺട്രാക്ടർ അക്കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം എഞ്ചിനീയർ വന്നാൽ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം അതാണ്, ഇതിന്റെ പ്രൊപ്പോർഷൻ എത്രയാണ്, സിമന്റ് ആവശ്യത്തിന് ഇടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പോ അതുപോലെ തന്നെ എഞ്ചിനീയർ ചോദിച്ചു, ഇതിന്റെ പ്രൊപ്പോർഷൻ എത്രയാണ്. അപ്പോ കാണാതെ പഠിച്ചു വെച്ചത് ബംഗാളി പറഞ്ഞു 1:4 ആണ് എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് എഞ്ചിനീയർ ചോദിച്ചു, നീ അത്ര ഇംഗ്ലീഷ് ഒന്നും പറയണ്ട, നീ മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഒരു ചട്ടി സിമന്റിന്റെ കൂടെ എത്ര ചട്ടി മണലാണ് ഇടുന്നത് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അത് ഒരു ചട്ടി സിമന്റിന്റെ കൂടെ 10 ചട്ടി മണലാണ് സാർ. അതാണ് അവന്റെ 1:4 എന്ന് പറയുന്ന ഒരു പ്രൊപ്പോർഷനായിട്ട് അവൻ പറഞ്ഞത്. അപ്പോ അത് സത്യം പറഞ്ഞു എന്നുള്ളതാണ് ഭാഷ മാറിയത്. അതുപോലെ തന്നെ മറ്റൊരു സൈറ്റിൽ അദ്ദേഹം പോയ ഇതുപോലെ സിമന്റ് തട്ടുകയാണ്. അപ്പൊ നോക്കിയപ്പോ സിമന്റിൽ ചില കട്ടകളും കൂടെ വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നല്ല സിമന്റ് ആണോ ഇത് കണ്ടിട്ട്? അപ്പൊ ഇതുപോലെ ഒരു പയ്യനാണ്, ബംഗാളി പയ്യനാണ്. നല്ല സിമന്റ് ആണ് സാർ, നല്ല ബലമുള്ള സിമന്റ് ആണ് സാർ. അതങ്ങനെ നിനക്കറിയാം, അത് കൂടെ കൊണ്ട് അടിച്ച് പൊട്ടിച്ചാണ് സാർ നമ്മൾ സിമന്റ് ഇതിൽ ഇടുന്നത് എന്നാണ് അവൻ പറഞ്ഞത്. അത്ര ബലമാണ്, അത് പൊട്ടുന്നത് എന്നെ വലിയ പ്രയാസപ്പെട്ടാണ് എന്നാണ് ആ പയ്യൻ എഞ്ചിനീയർ ധരിപ്പിച്ചത്. അപ്പൊ ബലം കുറവൊന്നും ഇല്ലെന്നാണ് അവൻ കണ്ടത്. അതുപോലെ ഒരിക്കൽ ഈ ഹോട്ടലുകളിലൊക്കെ ഇപ്പോ ഏതാണ്ട് ബംഗാളികളായി കഴിഞ്ഞു. അവിടെ പുറത്തു നിന്ന് വന്ന ഒരു കക്ഷി, നമ്മുടെ സായിപ്പ് എന്നൊക്കെ പറയുന്ന വിദേശി വന്ന ഹോട്ടലിൽ ഇരുന്ന്. അപ്പോ ഓർഡർ 44 ബനാന എന്നായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് ഈ പയ്യൻ ഓടിപ്പോയി. ഈ 44 ഒക്കെ അവൻ അറിയാം, 44 എണ്ണമാണ്. അവൻ പോയി ഈ കുലയിൽ നിന്ന് പഴം എണിയാൻ തുടങ്ങി. ഓരോന്നൊക്കെ എടുത്ത് ഇങ്ങനെ അടുക്കി വയ്ക്കുകയാണ്. അപ്പൊ ഇത് കണ്ട് ഓണർ വന്ന് ചോദിച്ചു, നീ ഇവിടെ ഇത്രയും എടുക്കുന്നത് ആരും പാഴ്സൽ പറഞ്ഞു? അതല്ല, ഓർഡറാണ്. ആ ഓർഡറാണ് 44. ഈ ഓണർക്ക് സംശയം തോന്നി. അവിടെ പോയി വിദേശിയോട് ചോദിച്ചപ്പോഴാണ് യഥാർത്ഥ വിവരം മനസ്സിലായത്. അയാൾ പറഞ്ഞത് 4 ടീ 4 ബനാന എന്നാണ്. 4 ടീ 4 ചായയും 4 ബനാനയും 4 പഴവും എന്നാണ് അയാൾ ഉദ്ദേശിച്ചത് പറഞ്ഞത്. കേട്ടപ്പോ അവൻ 44 ബനാന എന്നാണ് അവൻ മനസ്സിലാക്കിയത് എന്നുള്ള ഒരു കാര്യം ഇതുപോലെ ഈ അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് മറ്റൊരാളൊരു അനുഭവം പറഞ്ഞത്, ഇതുപോലെ ഒരാളോട്, ഒരു പയ്യനോട് രാവിലെ പണിക്ക് പോവാനായിട്ട് റോഡിൽ വരാൻ പറഞ്ഞു. അപ്പൊ എവിടെയാണ് വരേണ്ടതെന്ന് ചോദിച്ചപ്പോ വെള്ളച്ചാട്ടത്തിന് അടുത്ത് വന്ന് നിന്നാ മതി, ഞാൻ അവിടെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറഞ്ഞു. ഇയാള് രാവിലെ 8 മണിക്ക് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് വന്ന് നോക്കിയപ്പോ ഇവനെ കാണുന്നില്ല. പിന്നീട് ഇവനെ അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ചപ്പോ അവനോട് ചോദിച്ചു, നീ 8 മണിക്ക് വരാൻ പറഞ്ഞിട്ട് വന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, ഞാൻ 8 മണിക്ക് മുമ്പ് തന്നെ വന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എവിടെ പോയി നിന്നു? അതിങ്ങനെ നമുക്ക് വെള്ളച്ചാട്ടമല്ലേ സാർ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവനെ ഈ വെള്ളം എന്ന് കേട്ടിരിക്കുന്നത് ബിവറേജസിന്റെ കാര്യമാണ്. മലയാളികൾ എപ്പോഴും വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ ഇവൻ വിചാരിച്ചത് ബിവറേജിന്റെ മുമ്പ് വരാൻ വേണ്ടിയാണ് പറഞ്ഞത് എന്നുള്ളതാണ്. അവിടെയാണല്ലോ ഈ വെള്ളവും ചാട്ടവും ഒക്കെ അവൻ സാധാരണ കാണുന്നു. അങ്ങനെ ഇവൻ അവിടെ 1 മണിക്കൂർ വന്ന് നിന്നു പോവാം. ഇയാൾ യഥാർത്ഥ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്നു എന്നതാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. മറ്റാരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും സംസാരിക്കാം. അല്ലെങ്കിൽ നാം ഇപ്പോൾ ഹലോ, നമസ്കാരം. ഹലോ, കേൾക്കാമോ? പരിചയപ്പെടുത്തിയിട്ട് സംസാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇവര് നീലകണ്ഠൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് നേരത്തെ ഇവിടെ പറഞ്ഞ സാറാണോ? അത് തന്നെ. ഓക്കെ. പുസ്തകം ഉണ്ടായിരുന്നു, പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന്. അതെ സാർ. ഓക്കെ, പറയാം.
ആദ്യമായി ഹരികുമാർ സാർ പറഞ്ഞ ഒരു നന്ദി പറഞ്ഞിട്ട് അദ്ദേഹത്തെ തെളിയിക്കുന്ന പരാമർശിക്കുകയുണ്ടായി. അത് മാത്രമല്ല ഹരികുമാറിന്റെ പരിചയപ്പെടുമ്പോൾ ചീഫ് മാനേജർ എന്നാണ് ഞാൻ കേട്ടതിന്റെ കുഴപ്പമാണെന്ന് അറിയില്ല. ഞങ്ങളുടെ ചീഫ് ജനറൽ മാനേജർ റിട്ടയർ ചെയ്ത് മാനേജ്മെന്റായിട്ട് വെച്ചാണ് അദ്ദേഹം അങ്ങനെ ഒരു തിരുത്തൽ കൂടി. അത് പറഞ്ഞത് തെറ്റാണെന്നും ഒരുപക്ഷെ കേട്ടതായിരിക്കാം. ഏതായാലും പിന്നെ നന്ദി പറഞ്ഞു. ഹരികുമാറിനെ വേറെ കാര്യം, ഈ തൊഴിലാളിക്ക് മാനേജിംഗ് ഡയറക്ടർ തൊഴിലാളി എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി, ഇന്നിപ്പോ ഈ തൊഴിലാളികളുടെ ആണല്ലോ കേരളം മൊത്തം ബംഗാളിൽ എല്ലാം. ഈ അതിഥി തൊഴിലാളി ആദ്യം തുടങ്ങിയത് പ്രവർത്തനങ്ങളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 1990 കാലം മുതൽ ഇന്ത്യ സംസ്ഥാനത്തിൽ പല DGMs കൂടുതലും DGMസും ബാംഗ്ലൂരിലേക്ക് വരാറുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 വർഷം കാലയളവ്. അപ്പം ഈ അതിഥി തൊഴിലാളി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ കാര്യം ഞാൻ ഒന്ന് ഓർത്തു ഷെയർ ചെയ്യും. പിന്നെ എന്റെ ബാങ്ക് അനുഭവത്തിൽ ഒരു ചെറിയൊരു സംഭവം നടന്ന സംഭവമാണ്. ഞാനിവിടെ വരുമ്പോൾ എറണാകുളം ജില്ലയിലെ ഓസ്ട്രേലിയൻ ശാഖയിൽ മാനേജറിന്റെ ജോലി ചെയ്യുന്നപ്പോൾ അവിടെ ഒരു കാർഷിക ലോൺ കൊടുത്തിരുന്നു. ഒരു പമ്പ്, മോട്ടോർ പമ്പ്, കാർഷിക പമ്പ് ലോൺ ഒരു കർഷകർക്ക് പറഞ്ഞു. സാറേ എന്റെ ബാങ്ക് ലോൺ എടുത്തിട്ട് പമ്പ് കഴിഞ്ഞ ദിവസം പോയി, എന്റെ പൈസ അടയ്ക്കണം എന്നുള്ളത് ഒരു ജെന്യുവനായിട്ട് ആവശ്യമായിരുന്നു. ഞാൻ ഇൻഷുറൻസ് മാറ്റി വന്നു. അത് ഭാഗ്യം കേട്ടുണ്ടായിരുന്നു. ബാങ്കിന്റെ നിയമം നമ്മളിപ്പോ വണ്ടിക്ക് കൊടുത്താലും അത് ഇൻഷുറൻസ് ഉണ്ടാവും. കാരണം ബാങ്കിന്റെ ലോൺ കിട്ടണം എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പൊ ഇൻഷുറൻസ് പറഞ്ഞു മോട്ടോർ നമ്മളത് പൈസ അതിന് പകരമായിട്ട് നമുക്കൊരു വേറെ റീപ്ലേസ് ചെയ്യാം. പകരം ഒരു മോട്ടോർ അതാണ് അതിന്റെ നിയമം, അതാണ് അതിന്റെ നിയമം. അപ്പൊ ഞാൻ കസ്റ്റമർ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഞാൻ പറഞ്ഞു പൈസ ആയിട്ട് തരാം, അതിന് പകരം മോട്ടോർ പകരം വേറൊരു മോട്ടോർ റീപ്ലേസ് ചെയ്യാം എന്ന് പറഞ്ഞു. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടോ കുറെ നേരം ആലോചിച്ചിട്ട് ബഹുമാനത്തിലേക്ക്. എന്നാ പിന്നെ സാറ് എന്റെ ഭാര്യയുടെ പേരിൽ ലോൺ തരാം എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു സംഭവം. നന്ദി, നമസ്കാരം. ശ്രീ നീലകണ്ഠ സാറിന് നന്ദി അറിയിക്കുകയാണ്. മറ്റാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? മറ്റാരെങ്കിലും സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംസാരിക്കും. ഹലോ, കേൾക്കാമോ? ഹലോ, പറഞ്ഞോളൂ. ഞാൻ പ്രതാപചന്ദ്രൻ, നർമ്മകൈരിയിലെ എല്ലാവർക്കും നമസ്കാരം. ആശുപത്രിയിലെ തമാശകൾ പലരും പറഞ്ഞു. അപ്പൊ ആശുപത്രിയെ സംബന്ധിച്ച് തന്നെ ഒരു തമാശ ഞാനും പറയാം. സർക്കാർ ആശുപത്രിയിലെ വാർഡ് നിറഞ്ഞ് രോഗികൾ കിടക്കുകയാണ്. അപ്പൊ ജോലി ആണ് ഭാവിയുണ്ടോ കിടക്കുന്നു. സിസ്റ്ററെ ആ തവിയില്ല, സ്റ്റീലിന്റെ തവിയേ ഇപ്പോൾ ഉള്ളൂ എന്നുള്ളതാണ് ഒരു തമാശ. കാർത്തികയുണ്ടോ, രോഹിണി ഇഞ്ചക്ഷൻ എടുക്കാൻ കാർത്തികയുണ്ടോ, ആള് വിളിച്ചു. നക്ഷത്രം ഇഞ്ചക്ഷൻ എടുത്ത് നക്ഷത്രം പിന്നെ അത് കേട്ട കഴിഞ്ഞാണ് നോക്കുന്നത് എന്ന് നിർത്തുന്നു. നമസ്കാരം. ശ്രീ പ്രതാപേന്ദ്രൻ നായർക്ക് നന്ദി അറിയിക്കുകയാണ്. നമ്മൾ അവസാന ഭാഗത്തിലേക്ക് കടക്കുന്നു. നന്ദി പ്രകടിപ്പിക്കുന്നതിലേക്കായി, നന്ദി പറയുന്നതിലേക്കായി നർമ്മകേരളിയുടെ സെക്രട്ടറി ശ്രീ ദിലീപ് കുമാറിനെ
ദിലീപ് കുമാർ ദേവ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാന്യരായ നർമ്മ കേരളി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. ഈ മെയ് മാസത്തിലെ മെയ് ദിനവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്ന തൊഴിലാളികളുടെ ചിരി എന്ന രീതിയിൽ ഇപ്രാവശ്യം നർമ്മ കേരളി അവതരിപ്പിച്ച ഈ വേറിട്ട ചിരി അനുഭവം എന്തുകൊണ്ടും എല്ലാവർക്കും സ്വീകാര്യമായി എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തൽ. അപ്പോ അതിനകത്ത് സമയം ഏറെ ക്ഷമിക്കണം, സമയം ഇത്രയും വൈകിയത് കൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ നന്ദി പ്രകാശനത്തിലേക്ക് കടക്കുകയാണ്. ഈ നമ്മുടെ ഇന്നത്തെ അതിഥിയായി എത്തിയിരുന്ന ഹരികുമാർ സാർ വളരെ വിശദമായി അദ്ദേഹത്തിന്റെ ബാങ്ക് അനുഭവങ്ങൾ അവതരിപ്പിച്ചു. അതിലേറ്റവും പ്രധാനമായിട്ട് ഈ കാലിക പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയത് ഈ കൈ കൊണ്ടുള്ള ആംഗ്യമാണ്. കൈ കൊണ്ടുള്ള ആംഗ്യത്തിന്റെ കാലമാണല്ലോ ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കുന്ന കൊല്ലാപ്പുകൾ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ചർച്ച ചെയ്യുന്നൊരു കാലം കൂടിയാണ്. അപ്പൊ എന്തായാലും വളരെ മനോഹരമായി അദ്ദേഹം ദൈർഘ്യമായ ഒരു അദ്ദേഹത്തിന്റെ സർവീസ് അനുഭവങ്ങൾ വിവരിച്ചു. അദ്ദേഹത്തിന് നർമ്മ കേരളയുടെ നന്ദി അറിയിക്കുന്നു. ഒപ്പം GK പിള്ള സാറ് അദ്ദേഹവും ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ വേറിട്ട അനുഭവങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. GK പിള്ള സാറിന് നർമ്മ കേരളയുടെ നന്ദി അറിയിക്കുന്നു. നർമ്മ കേരളയുടെ തന്നെ ഭാഗമായ ജോബി വന്ന് വളരെ മനോഹരമായ അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് തിരക്കിനിടയിൽ വന്ന് വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളതൊക്കെ പലപ്പോഴും ഞങ്ങൾ തന്നെ പലപ്പോഴും കേട്ടിട്ടുള്ളതായതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മ പുതുക്കൽ കൂടിയായിട്ട് അനുഭവപ്പെട്ടത്. കാരണം അതിനകത്ത് ആ മാനസന്റെ ഒക്കെ കഥകളൊക്കെ ഞങ്ങളൊക്കെ എന്നും പറഞ്ഞു ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവിടുത്തെ അദ്ദേഹത്തിന്റെ സർവീസ് അനുഭവങ്ങൾ തന്നെ ഒരു പുസ്തകമാക്കാൻ മാത്രം ഉണ്ട് എന്നുള്ളതും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ ഈ തിരക്കിനിടയിലും ഇവിടെ വന്ന് വളരെ മനോഹരമായി സംസാരിച്ച ജോബിക്ക് ഞാൻ നർമ്മ കേരളയുടെ നന്ദി അറിയിക്കുന്നു. സുന്ദരേശൻ സാർ, പ്രിയപ്പെട്ട സുന്ദരേശൻ സാറ്, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നർമ്മ ബോധം എന്നും സൂക്ഷിക്കുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം എന്റെ പ്രൊഫസറായിരുന്നു, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ വേറിട്ട രീതിയിൽ വളരെ സംക്ഷിപ്തമായി ഡോക്ടർ ആൻജിയോഗ്രാമും ഈ സ്റ്റെത്ത് തൊഴിലാളി എന്നൊക്കെയുള്ള ആ പ്രയോഗങ്ങളൊക്കെ വളരെ വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഞാനതുപോലെ സുന്ദരേശൻ സാറിനും നർമ്മ കേരളയുടെ നന്ദി അറിയിക്കുന്നു. ഇന്ന് കേട്ട വേറിട്ടൊരു ശബ്ദമായിരുന്നു ഡോക്ടർ അനിൽകുമാറിൻ്റെത്. നർമ്മ കേരളയുടെ അഭിനന്ദനങ്ങൾ കൂടി ഞാൻ ഈ വേളയില് ഞാൻ ഡോക്ടർ അനിൽകുമാറിനെ അറിയിക്കുകയാണ്. കാരണം വളരെ അദ്ദേഹം ബ്ലാക്ക് ഹ്യൂമർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് വളരെ കൃത്യമായ നല്ല നർമ്മം അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ വാട്ടർഫോൾസും അതേപോലെ ROPയും ഒക്കെ ഈ പറഞ്ഞ പോലെ ആ ദാർശനിക തലത്തിലുള്ള ചിരിയെപ്പറ്റിയും അതുപോലെ മരണത്തിലേക്ക് വളർത്തുന്നു എന്നൊക്കെ ഉള്ള പ്രയോഗങ്ങളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല നർമ്മ അനുഭവമാണ്. മാത്രമല്ല ഞങ്ങൾ ഇനിയും നർമ്മ കേരള വേദിയിൽ ഡോക്ടർ അനിൽകുമാറിന്റെ സാന്നിധ്യവും അവതരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് നർമ്മ കേരളയുടെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, നർമ്മ കേരളയുടെ എല്ലാമായ നമ്മുടെ സുന്ദരേശൻ സാർ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരുപാട് ഫലിതങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. നമ്മുടെ ഈ മാസം മൺമറഞ്ഞ ഹാസ്യ പ്രതിഭകളെ ഓർമ്മിച്ചു. അദ്ദേഹത്തിന് ഔപചാരികതയുടെ പേരിൽ നർമ്മ കേരളയുടെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഒപ്പം ഈ നമ്മുടെ കേൾവിക്കാരിൽ നിന്നും സംസാരിച്ച അനുഭവങ്ങൾ പറഞ്ഞ കൗസല്യ ടീച്ചർ, നീലകണ്ഠൻ സാറ്, പ്രതാപചന്ദ്രൻ മുതലായവർക്കെല്ലാം നർമ്മ കേരളയുടെ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. പുതിയ ഒരു അനുഭവമായി അടുത്ത മാസം നമുക്ക് എല്ലാവർക്കും ഒന്നിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്ന് അതിഥികളായെത്തിയവർക്കും അതുപോലെ തന്നെ നർമ്മം കേൾക്കാനെത്തിയവർക്കും ഇവിടെ നന്ദി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് അടുത്ത മാസം പുതിയൊരു വിഷയവുമായി 2-ാം ഞായറാഴ്ച 7 മണിക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി, നമസ്കാരം. തൊഴിലാളികളുടെ ചിരി ഇവിടെ അവസാനിക്കുന്നു.